1596 ജനുവരിയിലെ ഒരു തണുത്ത പ്രഭാതം. കരീബിയൻ കടലിന്റെ പനാമ തീരത്തുള്ള ടർക്കോയിസ് വാട്ടേഴ്സിലേക്ക് ഡിഫൻസ് എന്നു പേരുള്ള ഒരു യുദ്ധക്കപ്പലിൽ നിന്നും കുറച്ചു പേർ ചേർന്ന് ഈയം കൊണ്ട് നിർമ്മിച്ച ഒരു ശവപ്പെട്ടി ഇറക്കുകയാണ്. ഈ ശവപ്പെട്ടിയിൽ 50 വയസ്സ് പ്രായമുള്ള ഒരു ഇംഗ്ലീഷുകാരന്റെ മൃതദേഹമാണ് ഉള്ളത്. വെസ്റ്റ് ഇൻഡീസിൽ അദ്ദേഹം നയിച്ച സൈന്യത്തെ ഉപയോഗിച്ച് അന്നത്തെ സ്പാനിഷ് പ്രവിശ്യയായിരുന്ന പനാമ പിടിച്ചെടുക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെടുന്നു. പരാജയം നേരിട്ട ഇംഗ്ലീഷ് സൈന്യം ഇപ്പോൾ അദ്ദേഹത്തെ കൂടാതെ സ്വന്തം രാജ്യമായ ഇംഗ്ലണ്ടിലേക്ക് തിരിക്കുകയാണ്. ഒരു മനുഷ്യന് അന്നത്തെ കാലത്ത്, അതായത് 1500 കാലഘട്ടത്തിൽ സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത സാഹസികതകൾ നിറഞ്ഞ സംഭവബഹുലമായ ജീവിതത്തിലെ ശാന്തവും എന്നാൽ നിന്ദ്യവുമായ അന്ത്യമായിരുന്നു അത്. ഇംഗ്ലണ്ടിന് വേണ്ടി പല സാഹസികതകളും യുദ്ധങ്ങളും വരെ നടത്തിയ വളരെ വിശിഷ്ട വ്യക്തിയും സൈനികനുമായ ഒരു മനുഷ്യനെ മരണശേഷം അന്നത്തെ പ്രധാന ശത്രുരാജ്യമായ സ്പെയിനിൻ്റെ കടലിൽ തന്നെ അദ്ദേഹത്തെ അടക്കം ചെയ്തത് ഒരു ഉചിതമായ അന്ത്യോപകരമായി കാണാൻ ഒരിക്കലും സാധിക്കില്ല. 1500 കാലഘട്ടങ്ങളിൽ ഭൂമിയിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിൻ്റെ, അതായത് സ്പെയിനിൻ്റെ ശക്തിയെ പലതവണ വെല്ലുവിളിച്ച അദ്ദേഹം ഇംഗ്ലണ്ടിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു. സ്പെയിനിൻ്റെ അധീനതയിലുള്ള കരീബിയൻ പസഫിക്കിലെയും ഐബീരിയയിലെയും സ്പാനിഷ് പട്ടണങ്ങളിലും തുറമുഖങ്ങളിലും അദ്ദേഹം നടത്തിയ ആക്രമണങ്ങൾ സ്പാനിഷ് ഗവർണർമാരെയും അഡ്മിറൽമാരെയും കൂടാതെ ഫിലിപ്പ് രണ്ടാമൻ രാജാവിനെയും റോമിലെ മാർപ്പാപ്പയെയും പോലും നിരാശപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ക്രൈസ്തവ സമൂഹത്തിലെ ഏറ്റവും പ്രശസ്തമായ വ്യക്തിയായി മാറുകയും വളരെ ആദരണീയനാവുകയും ചെയ്തതിനൊപ്പം ആളുകൾ അദ്ദേഹത്തെ ഭയപ്പെടുകയും ചെയ്തിരുന്നു. ഇംഗ്ലണ്ടിനെ ഭയപ്പെടുത്തുന്ന സ്പാനിഷ് സൈന്യമായ അർമാഡയെ തുരത്താൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഭൂമിയുടെ ചുറ്റും വിജയകരമായി വലം വെച്ച് തിരികെ എത്തുന്ന ആദ്യ ക്യാപ്റ്റനാകാനും അദ്ദേഹത്തിന് സാധിച്ചു. മാത്രമല്ല, ഒരു സംശയവുമില്ലാത്ത ഏറ്റവും മികച്ച നാവിഗേറ്ററാകാനും അന്നത്തെ മികച്ച പ്രഗത്ഭനായ പര്യവേഷകനാകാനും അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷേ ഇതൊന്നുമല്ല അദ്ദേഹത്തെ പ്രശസ്തനാക്കിയത്. തൻ്റെ യൗവനകാലത്തിൽ തന്നെ ലോകം ഭയപ്പെടുന്ന ഏറ്റവും ധനികനായ കടൽ കൊള്ളക്കാരനായി കുപ്രസിദ്ധി നേടി എന്നതാണ് അദ്ദേഹത്തെ കൂടുതൽ അറിയപ്പെടാൻ കാരണമായത്. യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ ആരായിരുന്നു? ലോകമെമ്പാടും കപ്പൽ യാത്ര നടത്താനും പ്രശസ്തിയും ഭാഗ്യവും തേടി ജീവിതകാലം മുഴുവൻ കടലിൽ ചെലവഴിക്കാനും കാരണമായത് എന്തുകൊണ്ടായിരിക്കാം? അന്നുണ്ടായിരുന്ന മുഴുവൻ സ്പാനിഷ് സാമ്രാജ്യത്തിനെതിരെയും യുദ്ധം പ്രഖ്യാപിക്കാനും യുദ്ധം നടത്താനും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിരുന്നത് എന്തായിരിക്കാം? ഇംഗ്ലണ്ടിന്റെ എക്കാലത്തെയും മഹാനായ നാവികനും അന്നത്തെ ഇംഗ്ലണ്ടിലെ സാഹസികരായ യുവാക്കളുടെ നായകനും പ്രേരണയുമായിരുന്ന സർ ഫ്രാൻസിസ് ഡ്രേക്കിനെ പറ്റി പറയാൻ ഇനിയും ഒരുപാടുണ്ട്. നമ്മൾ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു കടൽ കൊള്ളക്കാരനായ, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിന്റെ ഭാവി തന്നെ മാറ്റിമറിച്ച ഒരു നാവികന്റെ സർ ഫ്രാൻസിസ് ഡ്രേക്കിന്റെ ജീവിതത്തിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. ഐ എം ബാലു പടിപ്പുരയിൽ. വെൽക്കം ടു അൺഷെയ്ഡ് സ്റ്റോറീസ്. ഫ്രാൻസിസ് ഡ്രേക്ക് എന്ന സാഹസികനായ മനുഷ്യൻ്റെ സമുദ്രയാത്രകൾക്കും സാഹസികതകൾക്കും ഒപ്പം സഞ്ചരിക്കുന്നതിന് മുൻപ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള ജീവിതത്തിലേക്കുള്ള കടന്നുവരവ് എങ്ങനെയായിരുന്നു എന്ന് അറിയേണ്ടതുണ്ട്. ഫ്രാൻസിസ് ഡ്രേക്ക് 1540 പ്രശസ്ത ഇംഗ്ലീഷ് തുറമുഖമായ പ്ലിമൗത്തിൽ നിന്നും വളരെ അകലെയുള്ള ഡെവോണിലെ ഡാവോസ്റ്റോക്ക് പട്ടണത്തിലാണ് ജനിക്കുന്നത്. അദ്ദേഹം പ്രായപൂർത്തിയാകുന്ന കാലം വരെയും ഡെവോൺ നഗരത്തിനും പ്ലിമൗത്ത് തുറമുഖത്തിനും ചുറ്റിപ്പറ്റിയുള്ള ജീവിതം തന്നെയായിരുന്നു നയിച്ചിരുന്നത്. പക്ഷേ ഡ്രേക്ക് ഒരു യുവാവായ സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതാവ് കുടുംബസമേതം കെന്റ് കൗണ്ടിയിലേക്ക് താമസം മാറുന്നു. അക്കാലത്തെ ഇംഗ്ലണ്ടിലെ റോയൽ നേവിയുടെ കപ്പലുകൾ നിർമ്മിക്കുകയും അറ്റകുറ്റപ്പണികൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്ന സ്ഥലമാണ് മെഡ്വേ. ഡ്രേക്കിൻ്റെ പിതാവ് ഇംഗ്ലണ്ടിൻ്റെ നാവികസേനയിലെ ആളുകൾക്ക് പ്രാർത്ഥന വായിച്ചു കൊടുക്കുന്ന പ്രാസംഗികനായിട്ടാണ് ജീവിതം നയിച്ചത്. പിതാവിനൊപ്പം നാവികസേനാ താവളത്തിൽ എത്താൻ സാധിച്ച ഫ്രാൻസിസ് ഡ്രേക്ക് ഈ യുദ്ധക്കപ്പലുകളിൽ ആകർഷനാകുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പ്രാർത്ഥനാ സമയങ്ങളിൽ ഈ കപ്പലുകളിൽ കറങ്ങി നടക്കാനും മറ്റുമായിരുന്നു ഡ്രേക്കിന് താല്പര്യമുണ്ടായിരുന്നത്. ഫ്രാൻസിസ് ഡ്രേക്കിനെ ഈ കപ്പലുകളും നാവികരും അവരുടെ പ്രവർത്തന രീതികളും കൂടാതെ അവർ പറയുന്ന കടൽ യാത്രയിലെ അനുഭവങ്ങളും കൂടുതൽ സ്വാധീനിച്ചു. ഡ്രേക്കിൻ്റെ ജനന കാലഘട്ടത്തിൽ തന്നെ യൂറോപ്പിൽ മതപരമായ കലുഷിതമായ അന്തരീക്ഷമാണ് നിലനിന്നിരുന്നത്. അന്ന് കത്തോലിക്ക പ്രൊട്ടസ്റ്റന്റ് മതങ്ങൾക്കിടയിൽ രൂക്ഷമായ സംഘർഷം നിലനിന്നിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. 15ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെ പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന് ശേഷവും സംസ്ഥാനങ്ങൾക്കുള്ളിലും രാജ്യങ്ങൾക്കിടയിലും ഇതുപോലെയുള്ള മതയുദ്ധങ്ങൾ നിലനിന്നിരുന്നു. ഇക്കാലത്ത് ഇംഗ്ലണ്ടിലെ ഭൂരിഭാഗം ജനങ്ങളും പ്രൊട്ടസ്റ്റന്റ് ആയിരുന്നു. പിതാവിലൂടെ ദൈവവിശ്വാസത്താൽ പ്രചോദിതനായ ഫ്രാൻസിസ് ഡ്രേക്ക് ഒരു പ്രൊട്ടസ്റ്റന്റ് തന്നെയായിരുന്നു. ഫ്രാൻസിസ് ഡ്രേക്ക് 12 സഹോദരങ്ങളിൽ ഏറ്റവും മൂത്തയാളായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ മറ്റ് സഹോദരങ്ങളിൽ പലരും ചെറിയ പ്രായത്തിൽ തന്നെ അസുഖങ്ങളാലും മറ്റും മരണപ്പെട്ടിരുന്നു. ഫ്രാൻസിസ് ഡ്രേക്കിൻ്റെ പിതാവ് ബാക്കിയുണ്ടായിരുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തു. പഠനശേഷം ഫ്രാൻസിസ് ഡ്രേക്ക് ചരക്ക് കപ്പലുകളിൽ തുകൽ കമ്പനികളുടെ ചരക്ക് നീക്കത്തിന് ഫ്രാൻസിലേക്കും മറ്റ് ചെറിയ ദ്വീപുകളിലേക്കും യാത്രകൾ നടത്തിയിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അങ്ങനെയുള്ള ഒരു തുകൽ കമ്പനിയിലേക്ക് ഡ്രേക്കിന് അപ്രന്റീസായി ജോലിയും ലഭിക്കുന്നു.
ഒരു കപ്പൽ യാത്രയിലെ ജീവിത രീതിയും പ്രയാസങ്ങളും അതിനെ നേരിടേണ്ട രീതിയുമൊക്കെ അദ്ദേഹം അനുഭവിക്കുക മാത്രമല്ല ചെയ്തത്, അതിനെ നേരിടുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുകയും ചെയ്തു. ഇടുങ്ങിയതും നനഞ്ഞതുമായ ചെറിയ ക്യാബിനുള്ളിൽ താമസിച്ച് വിശ്രമമില്ലാത്ത ജോലികളിൽ ഏർപ്പെട്ട് ആരോഗ്യകരമായ ഭക്ഷണത്തിൻ്റെ കുറവുകൾ ഉള്ളപ്പോഴും അവൻ അതൊക്കെ തരണം ചെയ്യുന്നതിനൊപ്പം തൻ്റെ ശരീരത്തെ അതിന് ഉതകുന്നതാക്കി മാറ്റാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഉൾക്കടലിൽ വൻ തിരകളെ ജീവൻ പണയം വെച്ച് മറികടന്ന് മുന്നേറുമ്പോൾ, കടൽ തിരകൾ മറികടക്കുമ്പോൾ ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെയും സാഹസികതയുടെയും രുചി അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചു. വളരെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ തുകൽ ബിസിനസ് നന്നായി പഠിക്കുകയും അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ഓണറിൻ്റെ പ്രിയപ്പെട്ടവനായി മാറുകയും ചെയ്തു. ഈ തുകൽ കമ്പനിയുടെ ഓണർ വളരെ താമസിയാതെ തന്നെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ മരണപ്പെട്ടു. പക്ഷേ മരിക്കുന്നതിന് മുൻപ് ഈ ഓണർ നമ്മുടെ ഫ്രാൻസിസ് ഡ്രേക്കിന് ഒരു ചരക്ക് കപ്പൽ സമ്മാനമായി നൽകിയിരുന്നു. ഈ സംഭവം ഫ്രാൻസിസ് ഡ്രേക്കിൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് തന്നെയായിരുന്നു എന്ന് പറയാം. ഡ്രേക്കിന് ലഭിച്ച ഈ സുവർണാവസരം അദ്ദേഹം മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്താൻ തീരുമാനിക്കുന്നു. എന്നാൽ ഫ്രാൻസിസ് ഡ്രേക്ക് ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ ഒന്നിനു വേണ്ടിയും ഒരു എളുപ്പ വഴി സ്വീകരിക്കാനോ മുന്നോട്ടുള്ള ജീവിതയാത്രയെ ചെറുതായി കാണുകയോ ചെയ്യുന്നയാളായിരുന്നില്ല. പകരം തൻ്റെ ഭാഗ്യമൊന്നുകൊണ്ട് മാത്രം ലഭിച്ച കപ്പൽ ഉപയോഗിച്ച് ഒരു വലിയ ഭാവിയിലേക്ക് എത്താൻ അദ്ദേഹം ഒരു വലിയ റിസ്ക് എടുക്കാൻ തയ്യാറായി. അതിൻ്റെ ഭാഗമായി തനിക്ക് ലഭിച്ച കപ്പൽ വിൽക്കുകയും അതിൽ ലഭിച്ച പണവും കപ്പലിൽ കൂടെയുണ്ടായിരുന്ന ചില ജോലിക്കാരുമൊക്കെയായി അദ്ദേഹം തൻ്റെ ജന്മനാടായ പ്ലിമൗത്തിലേക്ക് മടങ്ങുന്നു. വില്യം ജോൺ ഹോക്കിൻസിനെ പോലെയുള്ള പ്ലിമൗത്തിലെ സമ്പന്നരായ കപ്പൽ ഉടമകളുമായും വ്യാപാരികളുമായുമുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബ ബന്ധം പ്രയോജനപ്പെടുത്താനാണ് അദ്ദേഹം തിരികെ ജന്മദേശമായ പ്ലിമൗത്തിലേക്ക് എത്തിയത്. ഈ വില്യം ജോൺ ഹോക്കിൻസിനെ പോലെയുള്ള സമ്പന്നരായ വ്യാപാരികളും കപ്പൽ ഉടമകളുമൊക്കെ ഈ ഡ്രേക്കിൻ്റെ ബന്ധുക്കളാണെന്ന് ചില പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവർ തമ്മിലുള്ള യഥാർത്ഥ ബന്ധം എന്താണെന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും ഡ്രേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു അകന്ന ബന്ധു തന്നെ ആയിരിക്കണം. കാരണം അദ്ദേഹം പ്ലിമൗത്തിൽ എത്തിച്ചേർന്ന ഉടൻ തന്നെ കപ്പൽ വ്യാപാരികളുടെ യാത്രകളിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. ഇങ്ങനെ ഉടൻ തന്നെ അവസരം ലഭിക്കാൻ അദ്ദേഹം ഒരു ബന്ധു ആയതുകൊണ്ട് മാത്രമാണ് എന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഡ്രേക്ക് അപ്പോഴേക്കും ഒരു നല്ല നാവികനും കടൽ യാത്രകളിൽ പരിചയസമ്പന്നനും ആയിരുന്നു. അദ്ദേഹം വിറ്റ കപ്പലിൽ ഉണ്ടായിരുന്ന ജോലിക്കാരിൽ പലരും അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയിരുന്നു. അതിന് കാരണം ഡ്രേക്കിൻ്റെ നേതൃപാടവത്തിൽ കൂടെയുള്ളവർക്കുള്ള വിശ്വാസം തന്നെയായിരുന്നു. ഈ സംഭവം വളരെ ചെറുപ്പത്തിൽ തന്നെ ഡ്രേക്കിൻ്റെ നേതൃഗുണങ്ങളെക്കുറിച്ചും ദൃഢമായ ലക്ഷ്യങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്നതാണ്. അദ്ദേഹത്തിൽ വിശ്വാസമില്ലെങ്കിൽ കപ്പൽ വിറ്റ് നാട്ടിലേക്ക് വന്ന ഒരാളുടെ കൂടെ ഈ കപ്പൽ ജീവനക്കാർ വരില്ലായിരുന്നു. അങ്ങനെ ഏകദേശം 1564 വടക്കൻ സ്പെയിനിലേക്കുള്ള ഒരു യാത്രയിൽ ജോൺ ഹോക്കിൻസ് നമ്മുടെ ഡ്രേക്കിനെയും കൂടെ കൂട്ടുന്നു. അന്നത്തെ കാലത്ത് അത്ര പരിചിതമൊന്നുമല്ലാത്ത ഒരു പുതിയ ലോകമായ ആഫ്രിക്കയിലെ വ്യാപാരത്തിലൂടെ പോർച്ചുഗലും സ്പെയിനും അവിശ്വസനീയമാം വിധം സമ്പന്നമായി വളർന്ന കാലഘട്ടമായിരുന്നു. മറുവശത്ത് ഇംഗ്ലണ്ട് ദീർഘദൂര വ്യാപാരത്തിൽ കാര്യമായ നേട്ടങ്ങളൊന്നും അന്ന് കൈവരിച്ചിരുന്നില്ല. പക്ഷേ അപ്പോഴും ഇംഗ്ലണ്ടിൽ യൂറോപ്പിനപ്പുറത്തുള്ള വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന ചുരുക്കം ചിലരിൽ ഒരാളായിരുന്നു ഹോക്കിൻസ്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ആഫ്രിക്കയിൽ ആനക്കൊമ്പിൻ്റെയും മറ്റ് ചരക്കുകളുടെയും വ്യാപാരം നടത്തുകയും അറ്റ്ലാന്റിക് കടന്ന് ബ്രസീൽ സ്വദേശികളുമായി വ്യാപാരത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. പോർച്ചുഗീസ്, സ്പാനിഷ് എന്നീ രാജ്യങ്ങളിലെ വ്യാപാരികൾ കൊള്ളലാഭം നേടിയിരുന്ന വ്യാപാരമായിരുന്നു അന്ന് അടിമ വ്യാപാരം. ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അടിമ വ്യാപാരത്തിൽ ഏർപ്പെടാനുള്ള ഒരു മികച്ച അവസരമാണതെന്ന് ജോൺ ഹോക്കിൻസ് മനസ്സിലാക്കി. ഇതോടെ ഹോക്കിൻസ് 1562 1565 ആഫ്രിക്കയിലേക്ക് 2 തവണ യാത്രകൾ നടത്തി. പക്ഷേ ആഫ്രിക്കയിലേക്ക് അദ്ദേഹം നടത്തിയ ഈ യാത്രയും വ്യാപാരം നടത്താനുള്ള ശ്രമവും സ്പാനിഷുകാരും പോർച്ചുഗീസുകാരും ഒക്കെ തങ്ങളുടെ പ്രദേശത്തേക്കുള്ള നിയമവിരുദ്ധമായ കടന്നുകയറ്റമായി കണക്കാക്കി. സ്വതന്ത്ര വ്യാപാരം എന്ന ആശയം അന്ന് നിലവിലുണ്ടായിരുന്നില്ല. കൂടാതെ എല്ലാ ഐബീരിയൻ വ്യാപാരികൾക്കും പാലിക്കേണ്ട ശരിയായ നടപടിക്രമങ്ങളും സ്പെയിൻ, പോർച്ചുഗൽ ഭരണകൂടം ഉണ്ടാക്കിയിരുന്നു. ഒരു ഇംഗ്ലണ്ടുകാരനായ ഹോക്കിൻസുമായി വ്യാപാരം നടത്തരുതെന്ന് സ്പാനിഷ് ഭരണാധികാരികൾ കരീബിയൻ ഗവർണറോട് നിർദ്ദേശിച്ചിരുന്നു. എങ്കിലും ഇതൊന്നും വകവയ്ക്കാതെ ഹോക്കിൻസ് തൻ്റെ വ്യാപാര പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ഇതോടെ സ്പാനിഷ് ഗവൺമെൻറ് ഇംഗ്ലണ്ടിലെ എലിസബത്ത് രാജ്ഞിയോട് ഹോക്കിൻസിൻ്റെ ഈ കടന്നുകയറ്റത്തെപ്പറ്റി പരാതിപ്പെട്ടു. പക്ഷേ ഇംഗ്ലണ്ട് കൊട്ടാരത്തിലെ പ്രധാനികളും രാജ്ഞിയും പോലും ഈ യാത്രകളെ സാമ്പത്തികമായി പോലും പിന്തുണയ്ക്കുകയായിരുന്നു ചെയ്തത്. 1566 ഫ്രാൻസിസ് ഡ്രേക്ക് ബന്ധുവായ ഹോക്കിൻസിൻ്റെ സഹായത്തോടെ ഒരു കപ്പൽ പടയിൽ ചേരുന്നു. ജോൺ ലാവ്ലിൻ എന്നയാളുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ കപ്പൽപ്പടയായിരുന്നു അത്. ഈ കപ്പൽപ്പട ആഫ്രിക്കയുടെ തീരത്തെ പോർച്ചുഗീസ് വ്യാപാര കപ്പലുകൾ കൊള്ളയടിക്കുകയും ഐവറി, ഷുഗർ തുടങ്ങിയ അവരുടെ ചരക്കുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന അവരുടെ അടിമകളെയും ഇവർ തട്ടിയെടുത്തു. ജോൺ ലാവലിൻ്റെ ഈ കപ്പൽ വ്യൂഹങ്ങളിലെ കപ്പലുകളിലൊന്നിൽ ഡ്രേക്ക് ഒരു നാവികനായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. അങ്ങനെ ഡ്രേക്ക് മുൻപ് പോയതിനേക്കാൾ കൂടുതൽ സമുദ്രയാത്രകൾ നടത്തുകയും പരിചയസമ്പന്നത വർദ്ധിപ്പിക്കുകയും ചെയ്തു. കടൽ കൊള്ളകൾ നടത്തി കൊള്ള മുതൽ കൊണ്ട് കപ്പലുകൾ നിറഞ്ഞപ്പോൾ ഈ കപ്പൽ വ്യൂഹം വെസ്റ്റ് ഇൻഡീസിൽ തന്നെയുള്ള ഒരു സ്പെയിൻ അധികാര മേഖലയിൽ അടുപ്പിക്കേണ്ടി വന്നു.
അവരുടെ കയ്യിലുണ്ടായിരുന്ന ചരക്കുകൾ അവിടെ വിൽക്കാൻ അവർ ശ്രമം നടത്തി. പക്ഷേ സ്പെയിൻ അധികാരികൾ അതിന് വിസമ്മതിക്കുക മാത്രമല്ല, അവരുടെ കപ്പലിലുണ്ടായിരുന്ന അടിമകളെ സ്പെയിൻകാർ നിർബന്ധിതമായി മോചിപ്പിക്കുകയും ചെയ്തു. ഉഷ്ണമേഖലാ കാടുകളിലെ കാഴ്ചകളും പുതിയ പുതിയ നാടുകളിലെ വിചിത്രമായ ഗന്ധവും അടിമത്വത്തിന്റെ അധംപതിച്ച ബിസിനസ്സും ഡ്രേക്ക് ഈ യാത്രയിൽ കണ്ടു. അങ്ങനെ വീണ്ടും ഒരു വർഷത്തിനു ശേഷം ഹോക്കിൻസിന്റെ നേതൃത്വത്തിൽ തന്നെ മറ്റൊരു കപ്പൽ വ്യൂഹവുമായി രണ്ടാമത്തെ യാത്ര പുറപ്പെട്ടു. ഇത്തവണയും ഡ്രേക്ക് ഒരു നാവികനായി ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഫ്രാൻസിസ് ഡ്രേക്കിന്റെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ച ഒരു യാത്ര തന്നെയായിരുന്നു അത്. ഡ്രേക്കിന്റെ മാത്രമല്ല, ഇംഗ്ലണ്ടിന്റെയും സ്പെയിനിന്റെയും തലവരം മാറ്റിമറിച്ച യാത്രയായിരുന്നു അത്. ഇത്തവണ ഈ യാത്രയിൽ 6 കപ്പലുകളാണ് ഉണ്ടായിരുന്നത്. അവയിൽ 2 കപ്പലുകൾ വളരെ വലുതും അന്നത്തെ കാലത്തെ എല്ലാ സൗകര്യങ്ങളോട് കൂടിയതും ആയിരുന്നു. ഡ്രേക്ക് നാവികനായി ജോലി ചെയ്തത് ഈ 6 കപ്പലുകളിൽ ഏറ്റവും പഴക്കം ചെന്നതും ചോർന്നൊലിക്കുന്നതുമായ ഒരു കപ്പലിൽ ആയിരുന്നു. ഈ യാത്ര അവർ നയിച്ചത് ആഫ്രിക്കയിലെ സ്വർണ്ണഖനികൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. ഈ യാത്രയിൽ വഴികാട്ടികളായി 3 പോർച്ചുഗീസ് തടവുകാരെയാണ് ഹോക്കിൻസ് കണ്ടെടുത്തത്. പക്ഷേ യാത്ര തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുൻപ് ഈ 2 പോർച്ചുഗീസ് തടവുകാരും എവിടേക്കോ ഓടിപ്പോയി. എങ്കിലും യാത്ര തുടങ്ങിയ സംഘം ആദ്യം ചെന്നെത്തിയത് വെസ്റ്റ് ഇൻഡീസിൽ ആയിരുന്നു. തീരത്ത് അടുക്കുന്നതിന് മുൻപ് തന്നെ അവിടെ പോർച്ചുഗീസ് കപ്പലുകൾ ഹോക്കിൻസിന്റെയും സംഘത്തിന്റെയും ശ്രദ്ധയിൽപ്പെട്ടു. നേരം ഇരുട്ടും വരെ പുറം കടലിൽ കാത്തുകിടന്ന സംഘം ഇരുട്ടിന്റെ മറവിൽ അവിടെ ഉണ്ടായിരുന്ന പോർച്ചുഗീസ് കപ്പലുകൾ ആക്രമിച്ചു. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ പോർച്ചുഗീസ് പടയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഹോക്കിൻസും കൂട്ടരും കപ്പലുകൾ കൊള്ളയടിക്കുകയും കപ്പലുകളിൽ ഉണ്ടായിരുന്ന അടിമകളെ പിടിച്ചെടുക്കുകയും ചെയ്തു. കൂടുതൽ അടിമകൾക്ക് വേണ്ടി അവർ തീരദേശത്തുണ്ടായിരുന്ന ഗ്രാമങ്ങൾ ആക്രമിക്കുകയും ചെയ്തു. പക്ഷേ ഈ ആക്രമണത്തിൽ ഹോക്കിൻസും കൂട്ടർക്കും പിഴച്ചു. അവിടെ നിന്നും അവർക്ക് പിടിച്ചെടുക്കാനായത് വെറും 9 ആഫ്രിക്കൻ വംശജരായ പുരുഷന്മാരെയാണ്. പക്ഷേ അതിനായി അവർക്ക് കൊടുക്കേണ്ടി വന്നത് കൂട്ടത്തിലുണ്ടായിരുന്ന 8 പേരുടെ ജീവനുമായിരുന്നു. ഈ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നവരുടെ വിഷം പുരട്ടിയ അമ്പുകൾക്ക് ഇരയാവുകയായിരുന്നു ഈ 8 പേരും. ഈ ആഫ്രിക്കൻ തീരത്ത് വെച്ച് ഡ്രേക്കിന് പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുത്ത ഒരു കപ്പലിന്റെ കമാൻഡിംഗ് ലഭിക്കുന്നു. ഇതേ സമയം തന്നെ സിയാറ ലിയോൺ എന്ന പ്രദേശത്തെ പ്രദേശവാസികൾ ഹോക്കിൻസിനോട് ഒരു സഹായം അഭ്യർത്ഥിക്കുന്നു. പോർച്ചുഗീസ് അവരിൽ നിന്നും പിടിച്ചെടുത്ത ഒരു പ്രദേശം തിരിച്ചു പിടിക്കാൻ സഹായിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. യുദ്ധത്തിൽ പങ്കുചേരുന്നതിന് ഈ യുദ്ധത്തിൽ ലഭിക്കുന്ന എല്ലാ അടിമകളെയും ഒരു ഉപാധികളുമില്ലാതെ തങ്ങൾക്ക് തരണമെന്ന ഡീലാണ് ഹോക്കിൻസ് മുന്നോട്ട് വെച്ചത്. അങ്ങനെ ഇരു കൂട്ടരും ഒന്നിച്ച് പോർച്ചുഗീസ് പിടിച്ചടക്കി വെച്ചിരുന്ന പ്രദേശം ആക്രമിച്ചു. ഈ യുദ്ധം നടക്കുന്നതിനിടയിൽ ഹോക്കിൻസിനെയും ഇംഗ്ലീഷുകാരെയും ഞെട്ടിക്കുന്ന ഒരു കാഴ്ച അവർ കണ്ടു. ഇവർ സഹായിച്ച സിയാറ ലിയോൺ പ്രവിശ്യയിൽ നിന്നുള്ളവർ ശത്രുക്കളെ കൊന്നതിന് ശേഷം അവരുടെ ശരീരഭാഗങ്ങൾ ഭക്ഷിക്കുന്നത് കണ്ട് ഇംഗ്ലണ്ടുകാർ ആകെ പരിഭ്രാന്തരായി. എങ്കിലും ഈ യുദ്ധത്തിൽ ഹോക്കിൻസിന് 250ഓളം അടിമകളെയാണ് കിട്ടിയത്. അതിന് പകരമായി യുദ്ധത്തിൽ നഷ്ടമായത് 89 പേരെയുമായിരുന്നു. തങ്ങൾക്ക് കിട്ടിയ അടിമകളെ വിൽക്കുന്നതിനായി ഹോക്കിൻസ് വെസ്റ്റ് ഇൻഡീസിലേക്ക് കപ്പൽ തിരിക്കുന്നു. ഇതുവരെ നടത്തിയ എല്ലാ കൊള്ളകളും യുദ്ധവും അവർ വിജയിച്ചു. എല്ലാം നല്ല രീതിയിൽ, അതും തങ്ങളുടെ വരുതിയിലാണെന്നതും ഹോക്കിൻസിനെയും കൂട്ടരെയും സന്തോഷിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവർ കരീബിയൻ തീരത്തെത്തിയതിനു ശേഷം സ്പാനിഷ് നിയന്ത്രണത്തിലുള്ള ദ്വീപായ ആധുനിക കൊളംബിയയിലെ റിയാ ഡി ലാഷ എന്ന ദ്വീപിലേക്ക് വ്യാപാരം നടത്താനായി കപ്പലുകൾ അടുപ്പിക്കാൻ തീരുമാനിച്ചു. ഈ സമയത്ത് നമ്മുടെ ഫ്രാൻസിസ് ഡ്രേക്കിനെ അവർ തട്ടിയെടുത്ത ജൂഡിത്ത് എന്നു പേരുള്ള ഒരു കപ്പലിന്റെ ക്യാപ്റ്റനായി നിയമിച്ചു കഴിഞ്ഞിരുന്നു. സ്പെയിനിന്റെ പ്രവിശ്യയിലേക്ക് കടന്നാൽ സ്പെയിൻകാർ അവരോട് എങ്ങനെയാണ് പെരുമാറുക എന്നത് അറിയുകയില്ല. അതുകൊണ്ട് അതറിയാനായി കുടിവെള്ളം ശേഖരിക്കാൻ എന്ന വ്യാജേന സ്പെയിൻ പ്രവിശ്യയിലെ തുറമുഖത്തേക്ക് അവരുടെ ചെറിയ കപ്പലുകളിൽ അവർ നീങ്ങി. പക്ഷേ കരയോട് അടുക്കുന്നതിന് മുൻപ് തന്നെ പീരങ്കികൾ കൊണ്ടുള്ള ആക്രമണമാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. ആദ്യമൊന്ന് പകച്ചുവെങ്കിലും ഹോക്കിൻസിന്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് സംഘം തിരിച്ചടിക്കാൻ തുടങ്ങി. കപ്പലുകളിൽ ഉണ്ടായിരുന്ന പീരങ്കികളിൽ നിന്നും തീരത്തേക്ക് ശക്തമായ ആക്രമണം അവർ നടത്തി. സ്പാനിഷ് തുറമുഖത്ത് കുറച്ചൊക്കെ നാശനഷ്ടം ഉണ്ടാക്കാൻ ഇംഗ്ലീഷുകാർക്ക് സാധിച്ചുവെങ്കിലും തുറമുഖത്തേക്ക് കപ്പലുകൾ അടുപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഹോക്കിൻസ് ഇതോടെ തന്ത്രം മാറ്റി. സ്പെയിൻ പീരങ്കികളുടെ ആക്രമണ പരിധിയിൽ നിന്നും പിൻവാങ്ങി തുറമുഖം ഉപരോധിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അവിടേക്ക് അടുക്കുന്ന കപ്പലുകളെയും അവിടെ നിന്നും പുറപ്പെടുന്ന കപ്പലുകളെയും ആക്രമിക്കാനായിരുന്നു ഈ ഇംഗ്ലീഷുകാരുടെ തീരുമാനം. ഉപരോധം തുടരുന്നതിനിടയിൽ തന്നെ ഹോക്കിൻസ് തൻ്റെ കയ്യിലുള്ള അടിമകളെ വിൽക്കാനുള്ള അനുമതി തേടി സ്പാനിഷ് ഗവർണർക്ക് ദൂതൻ വഴി ഒരു കത്ത് അയക്കുന്നു. പക്ഷേ സ്പാനിഷ് ഗവർണർ ഹോക്കിൻസിന്റെ ഈ ആവശ്യം നിരസിക്കുകയാണ് ചെയ്തത്. ഇതോടെ ഹോക്കിൻസ് 200 പേരുമായി തുറമുഖത്ത് നിന്നും അല്പം ദൂരെയായി കപ്പൽ അടുപ്പിച്ചു. ശേഷം കരയിൽ കൂടി ഒരു ആക്രമണത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കി മുന്നോട്ട് നീങ്ങി. അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ സ്പെയിൻകാർ അല്പനേരം പിടിച്ചു നിന്നുവെങ്കിലും പിന്നീട് തോറ്റ് പിന്നിലെ കാട്ടിലേക്ക് ഓടി ഒളിച്ചു. പക്ഷേ ഓടിപ്പോകുന്നതിന് മുൻപ് അവിടെ ഉണ്ടായിരുന്ന ധാന്യങ്ങൾ, ഭക്ഷണ വസ്തുക്കളൊക്കെ അവർ കത്തിച്ച് കളഞ്ഞിരുന്നു. ഇതോടെ ദേഷ്യം വന്ന ഇംഗ്ലീഷുകാർ ഗവർണറുടെ ഉൾപ്പെടെ 20ഓളം വീടുകൾ കത്തിച്ച് ചാമ്പലാക്കി. ഇതിനിടയിൽ അവിടെ നിന്നും അവിടുത്തെ തന്നെ ഒരു പ്രദേശവാസി ഹോക്കിൻസിന്റെ കയ്യിൽപ്പെട്ടു.
ഈ മനുഷ്യൻ സ്പെയിൻകാരുടെ ഒരു അടിമയായിരുന്നു. ഇംഗ്ലീഷുകാരുടെ കയ്യിൽപ്പെട്ടതോടെ ജീവൻ രക്ഷിക്കാനായി ഈ അടിമ തന്നെ വെറുതെ വിട്ടാൽ സ്പാനിഷുകാർ അവരുടെ നിധികൾ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് കാട്ടിക്കൊടുക്കാം എന്ന് പറഞ്ഞു. ഈ ആളെ കയ്യിൽ കിട്ടുന്നതുവരെ ഹോക്കിൻസിന് വലിയ നേട്ടങ്ങളൊന്നും തന്നെ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു അവസരമായി ഹോക്കിൻസ് കരുതി. ഈ തുറമുഖത്തിന് മൈലുകൾ അകലെ സ്പെയിനിലേക്ക് കടത്താനായി സൂക്ഷിച്ചിരുന്ന നിധി ശേഖരങ്ങളിലേക്ക് ഈ അടിമയായ മനുഷ്യൻ ഹോക്കിൻസിനെയും കൂട്ടരെയും നയിച്ചു. ഈ സമയത്ത് ഇതൊക്കെ വീക്ഷിച്ച് ഹോക്കിൻസിനൊപ്പം ഉണ്ടായിരുന്ന ഡ്രേക്കിനെ ഈ സംഭവങ്ങളൊക്കെ നല്ലപോലെ സ്വാധീനിക്കുന്നുണ്ട്. നിധിയൊക്കെ സ്വന്തമാക്കിയ ഹോക്കിൻസ് തന്റെ അടിമയ്ക്ക് കൊടുത്ത വാക്ക് പക്ഷേ പാലിച്ചില്ല. തന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഹോക്കിൻസ് സ്വന്തം കൈകൊണ്ട് തന്നെ ആ അടിമയെ വധിച്ചു. നേരത്തെ തന്നെ ഹോക്കിൻസിന്റെ പക്കൽ ഉണ്ടായിരുന്ന അടിമകളെ പല ദ്വീപുകളിലും വിറ്റുകൊണ്ടാണ് യാത്ര മുന്നോട്ട് നയിച്ചത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവർ സെനാറ്റ പട്ടണത്തിൽ എത്തി. അവിടെ 110 അടിമകളെ വിറ്റ ഹോക്കിൻസ് ഇതുവരെ നേടിയ സമ്പാദ്യവുമായി ഇംഗ്ലണ്ടിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുന്നു. അപ്പോഴേക്കും ഹോക്കിൻസിന്റെ കപ്പൽ വ്യൂഹത്തിൽ ഉണ്ടായിരുന്നത് 8 കപ്പലുകളും കൊള്ളയടിച്ച സമ്പത്തും കുറെ അടിമകളും ആയിരുന്നു. ശേഷിക്കുന്ന കപ്പലുമായി അവർ ക്യൂബ, ഫ്ലോറിഡ തീരങ്ങളിലൂടെ അറ്റ്ലാന്റിക്കിലേക്ക് കടക്കാൻ വടക്കോട്ട് യാത്ര ചെയ്തു. പക്ഷേ തിരിച്ചുപോക്ക് അത്ര എളുപ്പമായിരുന്നില്ല. പ്രതീക്ഷിക്കാതെ കടൽക്ഷോഭമുണ്ടായി. മാത്രമല്ല കൊടും മഴയും വീശിയടിക്കുന്ന കാറ്റും ഈ കപ്പൽ വ്യൂഹത്തെ ശക്തമായി ബാധിച്ചു. കൊടും കാറ്റിൽപ്പെട്ട ഈ 8 കപ്പലുകളും ഒരുമിച്ച് നിർത്താൻ ഹോക്കിൻസ് പരമാവധി ശ്രമിച്ചു. അതിൽ വിജയിക്കുകയും ചെയ്തു. പക്ഷേ ഈ കൊടും കാറ്റിലും തിരയിലുമൊക്കെ ഒഴുകി അവർ ചെന്നെത്തിയത് മെക്സിക്കൻ തീരത്തേക്കായിരുന്നു. ഈ ഇംഗ്ലീഷ് സംഘത്തിന്റെ 8 കപ്പലുകൾക്കും തിരകളിൽപ്പെട്ട് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഇനി അറ്റകുറ്റപ്പണികൾ നടത്താതെ ഒരു യാത്ര സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അടുത്തുള്ള ഏതെങ്കിലും ഒരു തുറമുഖത്ത് കപ്പൽ അടുപ്പിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് ആവശ്യമായിരുന്നു. അങ്ങനെ അടുത്തുള്ള മെക്സിക്കോയിലെ സാൻ ജുവാൻ ദെ ഉലുവ എന്ന ചെറിയ പ്രദേശത്തെ തുറമുഖത്തേക്ക് അവർ ചെന്നെത്തുന്നു. അതൊരു ചെറിയ ദ്വീപായിരുന്നു. എങ്കിലും തുറസായ ശാന്തമായ ഒരു തുറമുഖം അതിനുണ്ടായിരുന്നു. മറ്റൊരു മെക്സിക്കൻ തുറമുഖമായ വെരാക്രൂസിന്റെ ഒരു ഔട്ട്ലെറ്റായി പ്രവർത്തിക്കുകയായിരുന്ന തുറമുഖമായിരുന്നു അത്. വർഷാവർഷം മെക്സിക്കോയിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്ന സ്പാനിഷ് കപ്പലുകളാണ് തീരത്തേക്ക് വരുന്നതെന്ന് ഈ കപ്പലുകൾ കണ്ട ആ തുറമുഖത്തുള്ളവർ കരുതി. കപ്പലുകൾ കണ്ട ഉടനെ അവിടെ ഉണ്ടായിരുന്ന സ്പാനിഷ് ജോലിക്കാർ ചെറു ബോട്ടുകളിൽ കപ്പലിന്റെ അടുത്തേക്ക് ചെന്നു. പക്ഷേ കപ്പലുകളിൽ ഇംഗ്ലീഷുകാരെ കണ്ട് അവർ പരിഭ്രാന്തരായി. പക്ഷേ അപ്പോഴേക്കും ഈ ബോട്ടിലുണ്ടായിരുന്ന സ്പാനിഷ് ഗവർണറോട് തങ്ങൾ ആക്രമിക്കാൻ വന്നതല്ല എന്നും കപ്പലുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചതിനാൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ അനുവദിക്കണമെന്നും അഭ്യർത്ഥിച്ചു. ഇംഗ്ലീഷുകാരും സ്പാനിഷുകാരും മതപരമായും രാഷ്ട്രീയപരമായും ശത്രുതയിലായിരുന്നു. എങ്കിലും 2 രാജ്യങ്ങൾക്കുമിടയിൽ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്പാനിഷ് കപ്പലുകൾ അടുപ്പിക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനും അവർക്ക് അനുവാദം നൽകി. ഇതോടെ ഹോക്കിൻസും കൂട്ടരും തുറമുഖത്തേക്ക് കപ്പലടിപ്പിച്ച് കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ ദ്രുതഗതിയിൽ നടത്താൻ തുടങ്ങി. പക്ഷേ ഈ കപ്പലുകളുടെ അറ്റകുറ്റപ്പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് ഒരു സ്പാനിഷ് കപ്പൽ വ്യൂഹം അടുക്കുന്നത് അവർ കണ്ടു. 2 യുദ്ധക്കപ്പലുകളും 11 സായുധ വ്യാപാര കപ്പലുകളും അടങ്ങുന്ന ഒരു കപ്പൽ വ്യൂഹമായിരുന്നു അത്. അപകടം നേരത്തെ കൂട്ടി മനസ്സിലാക്കിയ ഹോക്കിൻസ് അവരെ തുറമുഖത്തേക്ക് അടുക്കുന്നത് തടസ്സപ്പെടുത്താനായി തുറമുഖം കയ്യേറാൻ തീരുമാനിക്കുന്നു. ഇവിടെയുണ്ടായിരുന്ന സ്പാനിഷ്കാരെ അവർ ബന്ദികളാക്കി. ഹോക്കിൻസ് തന്റെ കപ്പലുകളെ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കാനും പ്രതിരോധിക്കാനും തുറമുഖത്ത് തന്റെ സൈനികരെയും നിരത്തി. തന്റെ ആളുകളോട് ഒരു കാരണവശാലും സ്പെയിനിന്റെ ആ കപ്പലുകൾ തീരത്തേക്ക് അടുക്കാൻ അനുവദിക്കരുതെന്ന് അദ്ദേഹം ഓർഡറിട്ടു. പക്ഷേ ഇതേ സമയം ഒരു വലിയ യാത്രയ്ക്ക് ശേഷമാണ് ഈ സ്പെയിൻ കപ്പലുകൾ അവിടേക്ക് വന്നെത്തിയത്. അവരുടെ കപ്പലുകൾക്കും സാരമായ കേടുപാടുകൾ ഉണ്ടായിരുന്നു. അവിടെ നിന്നും തിരികെ പോവുക എന്നത് അവർക്കും ആത്മഹത്യയ്ക്ക് തുല്യമായിരുന്നു. വളരെ കേടുപാടുകൾ സംഭവിച്ച സ്പാനിഷ് കപ്പലുകൾ ഒരു ചെറിയ കാറ്റിൽ പോലും തകർന്നു പോകാൻ തക്ക കേടുപാടുകൾ ഉണ്ടായിരുന്നു. ജുവാൻ ദെ ഉലുവ തുറമുഖത്തേക്ക് അടുക്കുകയല്ലാതെ സ്പാനിഷുകാർക്ക് മറ്റ് മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 2 കൂട്ടർക്കും യാത്ര നടത്തേണ്ടത് അത്യാവശ്യമാണ്. അതിന് 2 കൂട്ടർക്കും കപ്പലുകൾ അറ്റകുറ്റപ്പണികൾ നടത്തുകയും വേണം. ഇതോടെ 2 കൂട്ടർക്കുമിടയിൽ ദൂതന്മാർ വഴി ചർച്ചകൾ ആരംഭിച്ചു. ഒടുവിൽ സ്പാനിഷുകാർ ആക്രമണം നടത്താതിരിക്കാൻ 2 ഉപാധികൾ മുന്നോട്ട് വെച്ചു. 1, ഈ തുറമുഖത്ത് ഇംഗ്ലീഷുകാർ തടവിലാക്കിയ ജോലിക്കാരെ സ്വതന്ത്രരാക്കണം. 2, സ്പാനിഷ് കപ്പലുകൾ തീരത്തേക്ക് അടുപ്പിക്കാനുള്ള അനുവാദവും നൽകണം. അങ്ങനെയാണെങ്കിൽ മാത്രം ആക്രമണം നടത്തുകയില്ല എന്ന് മാത്രമല്ല, ഇംഗ്ലീഷുകാർക്ക് കപ്പലുകൾ അറ്റകുറ്റപ്പണികൾ നടത്തും വരെ ആ തുറമുഖത്ത് തുടരാൻ അനുവദിക്കുകയും ചെയ്യാമെന്ന് സ്പാനിഷുകാർ ഉറപ്പു നൽകി. അങ്ങനെ ഈ ഉടമ്പടിയോടെ സ്പാനിഷുകാരെ അവരുടെ സ്വന്തം തുറമുഖത്തേക്ക് അടുപ്പിക്കാൻ ഇംഗ്ലീഷുകാർ അനുവാദം നൽകി. ഇപ്പോൾ 2 കൂട്ടരുടെയും കപ്പലുകൾ അടുത്തടുത്തായിട്ട് ഒരു തുറമുഖത്താണ് അടുപ്പിച്ചിരിക്കുന്നത്. 2 കൂട്ടരും തങ്ങളുടെ കപ്പലുകൾ നന്നാക്കാൻ തുടങ്ങി. പക്ഷേ സ്പാനിഷുകാർ ഈ കടൽ കൊള്ളക്കാരുമായി ഒരു ഉടമ്പടി പാലിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. തക്കം കിട്ടുമ്പോൾ ഇംഗ്ലീഷുകാരെ ആക്രമിക്കാൻ തന്നെയായിരുന്നു അവരുടെ പദ്ധതി. ഇതിനായി ഗൂഢാലോചനകൾ സ്പാനിഷ് കപ്പലുകൾക്കുള്ളിൽ തകൃതിയായി നടക്കുകയും ചെയ്യുന്നു. ഈ പ്ലാനിന്റെ ഭാഗമായി സ്പെയിനിന്റെ തന്നെ പ്രദേശമായ വെരാക്രൂസിൽ നിന്നും കൂടുതൽ സൈനികരെ രാത്രിയുടെ മറവിൽ അവിടെ എത്തിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ഓരോ രാത്രിയിലും സ്പാനിഷ് സൈനികരുടെ എണ്ണം കൂടി വന്നു. പക്ഷേ ഇംഗ്ലണ്ടുകാർ ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല.
അങ്ങനെ ഒരു ദിവസം രാത്രി അപ്രതീക്ഷിതമായി സ്പാനിഷ് കപ്പലുകളിലുള്ള പീരങ്കികൾ ഒന്നടങ്കം ഇംഗ്ലീഷ് കപ്പലുകൾക്ക് നേർക്ക് ഫയറിംഗ് ആരംഭിച്ചു. ഇംഗ്ലീഷ് കപ്പലുകളിൽ സ്പെയിൻ സൈനികർ ഇരച്ചു കയറി ആക്രമണം അഴിച്ചുവിട്ടു. രാത്രിയിലെ ഈ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ പകച്ചുപോയ ഇംഗ്ലീഷുകാർ കയറുകൾ മുറിച്ച് കപ്പലുകൾ പെട്ടെന്ന് കടലിലേക്ക് ഇറക്കാനുള്ള ശ്രമം തുടങ്ങി. മാത്രമല്ല, ഇംഗ്ലീഷ് കപ്പലിൽ നിന്നും പീരങ്കികൾ സ്പാനിഷ് കപ്പലുകൾക്ക് മുകളിൽ തീ തുപ്പി തുടങ്ങി. പക്ഷേ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. സ്പെയിൻകാർ ഇംഗ്ലീഷുകാരുടെ പകുതിയിലധികം കപ്പലുകളും കീഴടക്കി കഴിഞ്ഞിരുന്നു. സ്പാനിഷുകാർ പിടിച്ചടക്കിയ ഇംഗ്ലീഷ് കപ്പലിൽ നിന്നുകൂടി ഫയറിംഗ് ആരംഭിച്ചതോടെ പിടിച്ചു നിൽക്കാൻ ബാക്കിയുള്ള ഇംഗ്ലീഷ് കപ്പലുകൾക്ക് സാധിച്ചില്ല. ഹോക്കിൻസിന് ഈ സമയത്ത് കപ്പലുകളിലുള്ള നിയന്ത്രണം നഷ്ടമായി കഴിഞ്ഞിരുന്നു. എങ്കിലും ഇംഗ്ലീഷ് ചെറുത്തുനിൽപ്പിൽ 2 സ്പാനിഷ് കപ്പലുകൾ മുക്കിക്കളയാൻ അവർക്ക് സാധിച്ചു. മാത്രമല്ല, ഇതേ സമയത്ത് സുരക്ഷിതമായ ഒരു കപ്പലിലേക്ക് തങ്ങളുടെ സമ്പാദ്യങ്ങളെല്ലാം സുരക്ഷിതമായി നീക്കാൻ ഹോക്കിൻസ് ഉത്തരവിട്ടു. ഇതൊക്കെ നടക്കുമ്പോൾ കുറച്ചകലെയായി കിടന്നിരുന്ന ജൂഡിത്ത് എന്ന കപ്പലിലായിരുന്നു ഫ്രാൻസിസ് ഡ്രേക്ക് ഉണ്ടായിരുന്നത്. വളരെ പഴക്കം ചെന്നതും ആയുധങ്ങളില്ലാത്തതുമായ കപ്പൽ കൊണ്ട് ഈ യുദ്ധത്തിൽ ഡ്രേക്കിന് ഒന്നും ചെയ്യാനില്ലായിരുന്നു. എങ്കിലും കപ്പലുകളിൽ ഉണ്ടായിരുന്ന അവരുടെ വിലപിടിച്ച കൊള്ളമുതലും മറ്റും ജൂഡിത്ത് എന്ന കപ്പലിലേക്ക് മാറ്റാൻ ഡ്രേക്ക് ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. 6 മണിക്കൂർ നീണ്ട യുദ്ധത്തിന് ശേഷം ഹോക്കിൻസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന മിനിയൻ എന്ന കപ്പലും ഡ്രേക്കിന്റെ നേതൃത്വത്തിൽ ജൂഡിത്ത് എന്ന കപ്പലും മാത്രമാണ് അവിടെ നിന്നും രക്ഷപ്പെട്ടത്. പക്ഷേ ഈ 2 കപ്പലുകളിൽ ഡ്രേക്കിന്റെ നിയന്ത്രണത്തിലുള്ള ജൂഡിത്ത് എന്ന കപ്പൽ നേരത്തെ തന്നെ പഴക്കം ചെന്നതും യാത്രയ്ക്ക് അനുയോജ്യവുമായിരുന്നില്ല. മിനിയൻ കപ്പൽ സ്പാനിഷ് ആക്രമണത്തിൽ വളരെയധികം കേടുപാടുകൾ ഉണ്ടാവുകയും ചെയ്തു. ഈ തകർന്ന 2 കപ്പലുമായി ജീവനോടെ രക്ഷപ്പെട്ടവരെയും മറ്റ് കപ്പലുകളിൽ ഉണ്ടായിരുന്ന എടുക്കാൻ സാധിച്ച എല്ലാ സമ്പാദ്യവുമൊക്കെയായി ഇംഗ്ലണ്ടിലേക്ക് ഡ്രേക്കിന്റെ നേതൃത്വത്തിലാണ് യാത്ര തിരിച്ചത്. വളരെ കഷ്ടപ്പെട്ട് 4 മാസം കൊണ്ടാണ് ഡ്രേക്ക് ഈ യാത്ര പൂർത്തിയാക്കിയത്. ശരിക്കും ഈ യാത്ര അന്നത്തെ കാലത്ത് ഒരു അത്ഭുതം തന്നെയായിരുന്നു. വളരെ മികച്ച കെട്ടുറപ്പുള്ള കപ്പലുകൾ പോലും ഇങ്ങനെയുള്ള യാത്രകൾ പൂർത്തീകരിക്കാൻ സാധ്യതയില്ലാത്ത കാലത്താണ് ഡ്രേക്ക് ഈ നേട്ടം കൈവരിക്കുന്നത്. അതും സ്പെയിനിന്റെയും പോർച്ചുഗീസ് യുദ്ധക്കപ്പലുകളുടെയും കണ്ണ് വെട്ടിച്ചാണ് അദ്ദേഹം ഈ 2 കപ്പലുകളും ഇംഗ്ലണ്ടിൽ എത്തിച്ചത്. ഈ കപ്പലിൽ കയറിപ്പറ്റാൻ കഴിയാത്ത 200 മുതൽ 300 വരെയുള്ള ഇംഗ്ലീഷുകാർ പിന്നീട് തിരികെ വന്നിട്ടില്ല. അവരെ ഒന്നുകിൽ സ്പാനിഷുകാർ ക്രൂരമായ രീതിയിൽ കൊല്ലുകയോ ജയിലിൽ അടയ്ക്കുകയോ അതുമല്ലെങ്കിൽ മരണം വരെ അടിമകളാക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ഈ സംഭവത്തോടെ ഡ്രേക്കിന്റെ ജീവിതം മാറിമറിഞ്ഞു. ഈ നഷ്ടപ്പെട്ട ആളുകളിൽ പലരും ഡ്രേക്കിന്റെ ബന്ധുക്കളായിരുന്നു. ഹോക്കിൻസ് ആഫ്രിക്ക, ബ്രസീൽ, വെസ്റ്റ് ഇൻഡീസ് എന്നിവിടങ്ങളിൽ കച്ചവടം നടത്തി ഒരു പ്രശസ്തനായ ക്യാപ്റ്റനായി മാറി കൂടുതൽ സമ്പന്നനാകാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ വിധി ഇങ്ങനെ പരാജിതനായി തിരികെ വരാനായിരുന്നു. ഈ യുദ്ധത്തിൽ ആളുകളെ രക്ഷിക്കാൻ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും യുദ്ധത്തിൽ തന്റെ ഒപ്പം നിൽക്കാതെ തന്നെ ഒറ്റപ്പെടുത്തി എന്നും ഹോക്കിൻസ് ഡ്രേക്കിനെ കുറ്റപ്പെടുത്തി. ഇരുവർക്കുമിടയിൽ ഒരു വിള്ളൽ സൃഷ്ടിക്കാൻ ഇത് കാരണവുമായി. പക്ഷേ ഈ സംഭവത്തോടെ ഡ്രേക്കിന്റെ ജീവിതം ആകെ മാറിമറിഞ്ഞു. ഈ നഷ്ടപ്പെട്ട ആളുകളിൽ പലരും ഡ്രേക്കിന്റെ ബന്ധുക്കളായിരുന്നു. തോറ്റുമടങ്ങിയെത്തിയ ഹോക്കിൻസ് തന്നെ കുറ്റപ്പെടുത്തിയെങ്കിലും അദ്ദേഹം ചിന്തിച്ചത് മറിച്ചായിരുന്നു. ജുവാൻ ദെ ഉലുവ തുറമുഖത്ത് സ്പാനിഷുകാർ നടത്തിയ ചതിയും വഞ്ചനയും ഡ്രേക്കിന്റെ മനസ്സിൽ ഒരു വലിയ മുറിവാണ് സൃഷ്ടിച്ചത്. പ്രതികാരം ചെയ്യണമെന്ന തീ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആളിക്കത്തി. അന്ന് സ്വന്തമായി സമ്പാദ്യമോ നല്ല കപ്പലുകളോ ഒന്നുമില്ലാതിരുന്ന ഡ്രേക്ക് ഒറ്റയ്ക്ക് സ്വന്തം നിലയിൽ അന്നത്തെ ലോകശക്തിയായ സ്പെയിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അതിനു മുൻപും ശേഷവും ഒരു മനുഷ്യൻ ഒരു രാജ്യത്തിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുന്നത് കേട്ടുകേൾവി പോലുമില്ലാത്ത കാര്യമാണ്. പ്രൊട്ടസ്റ്റന്റ് ഇംഗ്ലണ്ടും കത്തോലിക് സ്പെയിനും അന്ന് യുദ്ധത്തിലല്ലെങ്കിലും ശത്രുക്കളായിരുന്നു. ജുവാൻ ദെ ഉലുവയിലെ യുദ്ധം അവർ നേരിട്ടുള്ള സംഘട്ടനത്തിലേക്ക് അടുപ്പിക്കാൻ തക്ക കാരണവും ആയിരുന്നു. എങ്കിലും അന്ന് സൈനിക ശക്തിയിൽ വളരെ പിന്നിലായിരുന്ന, മാത്രമല്ല ദരിദ്ര രാജ്യമായിരുന്ന ഇംഗ്ലണ്ട് കാര്യമായി ഒന്നും തന്നെ ചെയ്തില്ല. സ്പെയിനിന്റെ ശക്തിക്കും സമ്പത്തിനുമെതിരെ വിജയിക്കുമെന്ന പ്രതീക്ഷ പോലും ഇല്ലാത്തതിനാൽ എലിസബത്ത് രാജ്ഞിയുടെ നയങ്ങൾ യുദ്ധം ഒഴിവാക്കുന്നതിന് തന്നെയാണ് മുൻഗണന നൽകിയത്. ഇംഗ്ലണ്ട് ഭരണാധികാരികൾക്ക് മുന്നിൽ തന്റെ യാത്രയിൽ സംഭവിച്ച ദാരുണമായ ദുരന്തത്തിന് കാരണം സ്പെയിൻകാരുടെ ചതിയാണെന്ന് വിശദീകരിച്ച ഡ്രേക്കിനെ പക്ഷേ അവർ ഒരു രീതിയിലും പരിഗണിച്ചില്ല. എന്ന് മാത്രമല്ല, ഒരു പ്രതികാര നടപടിക്കും അവർ തയ്യാറായതുമില്ല. ഇതോടെ ഡ്രേക്ക് തന്റെ ജന്മദേശമായ ഡെവനിലേക്ക് തന്നെ തിരികെ വന്നു. ശേഷം സ്പെയിനെതിരെയുള്ള പ്രതികാരം എങ്ങനെ നടത്തണം എന്ന് ആസൂത്രണം ചെയ്യാൻ തുടങ്ങി. പക്ഷേ അതിനു മുൻപായി അദ്ദേഹം 1569 ജൂലൈയിൽ മേരി ന്യൂമാൻ എന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. ഡ്രേക്ക് വിവാഹം കഴിച്ച ഈ പെൺകുട്ടിയെ പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല. ഇവർ കോൺവാലിലോ ലണ്ടനിലോ ഉള്ള ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടിയാണെന്ന് കരുതപ്പെടുന്നു. പലയിടങ്ങളിലും ഫ്രാൻസിസ് ഡ്രേക്കിന്റെ ദാമ്പത്യ ജീവിതത്തെ പറ്റി എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന് കുട്ടികളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നതാണ്. എന്തായാലും ഡ്രേക്കിന് 30 വയസ്സ് ആയപ്പോൾ, അതായത് 1570-ലും 71-ലുമായി സ്വന്തം നേതൃത്വത്തിൽ വെസ്റ്റ് ഇൻഡീസിലേക്ക് കടൽ മാർഗം യാത്ര നടത്തി. വലിയ കപ്പലുകളായിരുന്നില്ല, മറിച്ച് ചെറിയ വെഞ്ചറുകളായിരുന്നു ഈ യാത്രയിൽ അദ്ദേഹം ഉപയോഗിച്ചത്.
വെറും 50 പേർക്ക് മാത്രം യാത്ര ചെയ്യാൻ സാധിക്കുന്ന വെഞ്ചറിലാണ് ഈ യാത്ര അദ്ദേഹം നടത്തിയത്. ലക്ഷ്യം കച്ചവടമായിരുന്നുവെങ്കിലും മുൻകാലങ്ങളിൽ അദ്ദേഹം നടത്തിയ യാത്രകളിലെ കടൽ കൊള്ള അദ്ദേഹവും പിന്തുടർന്നു. സ്പാനിഷ് പോർച്ചുഗീസ് സേനകളുടെ അധിക സാന്നിധ്യമില്ലാത്ത മേഖലകളിലൂടെയും തുറമുഖങ്ങളിലൂടെയുമായിരുന്നു ആദ്യത്തെ അദ്ദേഹത്തിന്റെ യാത്രകൾ. അവസരം കിട്ടുമ്പോഴൊക്കെ സ്പെയിൻ കപ്പലുകൾ കൊള്ളയടിക്കാൻ അദ്ദേഹം തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. മാത്രമല്ല, ഒരു രീതിയിലുള്ള കച്ചവടവും അവരുമായി നടത്തില്ല എന്നും അദ്ദേഹം ഉറപ്പിച്ചിരുന്നു. സ്പെയിൻ രാജ്യത്തെ കപ്പലുമായോ അവർക്ക് സ്വാധീനമുള്ള മേഖലയുമായോ ഒരു രീതിയിലുള്ള കച്ചവടവും നടത്താതെയും തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന യാത്രകളായിരുന്നു അദ്ദേഹം നടത്തിയത്. ശരിക്കും അദ്ദേഹത്തിന്റെ യാത്രകൾ സ്പാനിഷ് മേഖലകൾ നോക്കി മനസ്സിലാക്കാനും അവയൊക്കെ എങ്ങനെ ആക്രമിക്കാമെന്ന് പഠിക്കാനും വേണ്ടിയായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ യാത്രയിൽ തന്നെ സ്പാനിഷ് കപ്പലുകൾ അദ്ദേഹം കൊള്ളയടിക്കുകയും അന്നത്തെ 66,000 പൗണ്ട് വിലമതിക്കുന്ന വിലപിടിച്ച വസ്തുക്കൾ കൊള്ളയടിക്കുകയും നിരവധി കപ്പലുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. മൂന്നാമത്തെ യാത്രയിലും ഇതുപോലെ വൻ കൊള്ള നടത്തിയ ഡ്രേക്ക് തന്റെ നേതൃത്വം എത്ര മികച്ചതാണെന്ന് തെളിയിക്കുക തന്നെ ചെയ്തു. സ്പാനിഷ് മേഖലകളിൽ ഉണ്ടായിരുന്ന പ്രാദേശിക അധികാരികൾ അദ്ദേഹത്തെ പല രീതിയിലും തടയാൻ ശ്രമിച്ചു. പക്ഷേ അവരൊക്കെ പരാജയപ്പെട്ടു. ഇതോടെ ഫ്രാൻസിസ് ഡ്രേക്ക് എന്ന ഇംഗ്ലീഷുകാരൻ ക്യാപ്റ്റന്റെ ചൂഷണത്തെക്കുറിച്ച് സ്പാനിഷ് മേഖലയിലുള്ള അധികാരികൾ സ്പെയിനിലെ രാജാവിനെ കത്തെഴുതി അറിയിപ്പ് നൽകി. ഈ സമയത്ത് തന്നെ ഡ്രേക്കിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് മറ്റ് ഇംഗ്ലീഷ് നാവികർ സ്പെയിൻ എന്ന സമ്പന്നമായ സാമ്രാജ്യത്തിന്റെ വെസ്റ്റ് ഇൻഡീസ് മേഖലയിലുള്ള പ്രവിശ്യകൾ കൊള്ളയടിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു. എന്നാൽ ഡ്രേക്കിന്റെ ലക്ഷ്യങ്ങൾ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു. എല്ലാ വർഷവും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഖനനം ചെയ്ത് കൊണ്ടുവരുന്ന സ്വർണവും വെള്ളിയും സ്പെയിൻ സേനയുടെ വൻ സുരക്ഷയോടുകൂടിയാണ് കടത്തുന്നത്. ഇങ്ങനെ വരുന്ന സ്വർണവും മറ്റ് വിലപിടിച്ച വസ്തുക്കളും തട്ടിയെടുക്കാൻ ഡ്രേക്കിന് മുന്നിൽ ഒരു വഴി തെളിഞ്ഞു കിട്ടുന്നു. എല്ലാ വർഷവും പസഫിക് തീരത്ത് ഈ സ്വർണവും വെള്ളിയും ഒക്കെ കൊണ്ടുവന്ന് പാക്ക് ചെയ്ത് കഴുതകളുടെ മുകളിൽ കയറ്റി പനാമയിലെ ഇസ്മസ് ദ്വീപിന് കുറുകെ നോൺ ബ്രോഡോസ് എന്ന തീരദേശ പട്ടണത്തിലേക്ക് കപ്പലുകളിൽ കയറ്റി അയക്കാനായി ശേഖരിക്കുന്ന വിവരം നമ്മുടെ ഫ്രാൻസിസ് ഡ്രേക്കിന് ലഭിക്കുന്നു. കപ്പലുകളിൽ കയറ്റി സ്പെയിനിലേക്ക് അയക്കുന്നത് വരെ ഈ സ്വർണവും മറ്റും അവിടെ തന്നെയാണ് സൂക്ഷിച്ചിരുന്നത്. വിവരം ലഭിച്ച ഉടൻ ഡ്രേക്ക് ഈ സ്വർണവും മറ്റും കൊള്ളയടിക്കാനുള്ള പ്ലാനുമായി വളരെ അപകട സാധ്യതയുള്ള ലക്ഷ്യത്തിലേക്ക് 2 ചെറു കപ്പലുകളിൽ യാത്ര തിരിക്കുന്നു. ജൂലൈയിലെ ഒരു അർദ്ധരാത്രി വെളിച്ചം വീഴാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഡ്രേക്ക് തന്റെ ആൾക്കാരെ ബ്രാഡോസ് പട്ടണത്തിന്റെ തുറമുഖത്ത് നിന്ന് മാറി ആൾതാമസമില്ലാത്ത ഇടത്തേക്ക് ഇറക്കുന്നു. അവിടെ കാവൽ നിന്നിരുന്ന സ്പെയിൻ സൈനികരെ അവർ ആക്രമിച്ചു. ഇതേസമയം മറ്റൊരു ഗ്രൂപ്പ് മറുവശത്തു നിന്നും തീപ്പന്തങ്ങൾ കത്തിച്ചും ഡ്രമ്മുകൾ മുഴക്കിയും പാഞ്ഞെടുക്കുന്നു. രാത്രിയിൽ ഈ പന്തത്തിന്റെ വെളിച്ചവും വലിയ ശബ്ദത്തിൽ ഡ്രമ്മുകൾ കൊട്ടുന്നതും കേട്ട സ്പെയിനിന്റെ സൈനികർ ഒരു വലിയ സേനയാണ് വരുന്നതെന്ന് കരുതുന്നു. പക്ഷെ ശരിക്കും സ്പെയിൻ സൈനികർ ഇംഗ്ലീഷുകാരേക്കാൾ ഇരട്ടി ഉണ്ടായിരുന്നു. ആദ്യം സ്പെയിൻ സൈനികർ പതറിയെങ്കിലും അവരും ചെറുത്തുനിൽപ്പ് നടത്തി. ഇരുപക്ഷവും നിർത്താതെയുള്ള ആക്രമണം തുടർന്നു. ഇതിനിടയിൽ ഡ്രേക്കിന്റെ കാലിൽ ഒരു ബുള്ളറ്റ് തളച്ചു കയറി. എന്നിട്ടും പതറാതെ പൊരുതി. എങ്കിലും വളരെ വൈകാതെ ഡ്രേക്ക് അവശനായി നിലത്ത് വീണു. നേതൃത്വം ഇല്ലാതെയായ ഇംഗ്ലീഷ് സൈന്യം എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി. പിന്തിരിഞ്ഞോടുക എന്നല്ലാതെ അവർക്ക് മുന്നിൽ മറ്റ് മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ആരൊക്കെയോ ചേർന്ന് ഡ്രേക്കിനെ എടുത്ത് കപ്പലുകൾ കിടക്കുന്ന ഭാഗത്തേക്ക് ഓടി. ജീവനോടെ രക്ഷപ്പെട്ട ബാക്കി സൈന്യവുമായി ഡ്രേക്കും സംഘവും പിന്തിരിഞ്ഞു. കുറച്ചു ദിവസത്തിന് ശേഷം ഡ്രേക്ക് ശാരീരികമായ ആരോഗ്യം നേടിയെടുത്തതിന് ശേഷം ഇസ്മസ് ദ്വീപിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന തോൽവിയെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ ഇടയാക്കി. അതിൽ നിരാശ ഉണ്ടായിരുന്നുവെങ്കിലും അവിടം വീണ്ടും ആക്രമിക്കണമെങ്കിൽ കൂടുതൽ സേന അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു. മാത്രമല്ല, കൂടുതൽ യുദ്ധക്കപ്പലുകൾ അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നു. ഇതിനായി ഡ്രേക്ക് കൂടുതൽ കടൽക്കൊള്ളകൾ നടത്തി കപ്പലുകൾ പിടിച്ചെടുത്തു. മാത്രമല്ല, സ്പാനിഷ് നിധിശേഖരം സ്വന്തമാക്കാനായി അദ്ദേഹം കൂടുതൽ സൈനികരെ തന്റെ സേനയിൽ ചേർക്കാൻ തുടങ്ങി. ഇസ്മസ് ദ്വീപിൽ നിന്നും രക്ഷപ്പെടുന്നതിനിടയിൽ ഡ്രേക്കിന്റെ ഒപ്പം ഒരു ആഫ്രിക്കൻ വംശജനും സ്പാനിഷുകാരുടെ അടിമയുമായിരുന്ന ഡീഗോ എന്നയാൾ ഓടി വന്നിരുന്നു. ഈ ഡീഗോയെ അടിമയാക്കി വെക്കാതെ എന്തുകൊണ്ടോ ഡ്രേക്ക് സ്വതന്ത്രനാക്കി. ഇതോടെ അവരിൽ ഒരാളായി ജോലി ചെയ്യുകയും എല്ലാവരുടെയും എല്ലാ കാര്യത്തിലും സഹായിക്കുകയും ചെയ്തുകൊണ്ട് ഡീഗോ ഡ്രേക്കിന്റെ ഒരു വിശ്വസ്തനായി മാറി. കൊടും കാട് നിറഞ്ഞ പ്രദേശമായ ഇസ്മസ് ദ്വീപിനെ പറ്റി നല്ലതുപോലെ അറിയാവുന്ന, അവിടെ തന്നെ ജനിച്ചു വളർന്നയാളാണ് ഈ സ്പാനിഷ് അടിമയായിരുന്ന ഡീഗോ. ഈ ഡീഗോ ഡ്രേക്കിന് വളരെ ഉപകാരപ്രദമായ ഒരു വിവരം കൈമാറി. അത് ഈ ഇസ്മസ് ദ്വീപിന്റെ കാടിന്റെ ഉള്ളിലായി ഒളിവിൽ താമസിക്കുന്ന ഒരു ഗോത്രവർഗത്തെ പറ്റിയായിരുന്നു. സിമ്മറോൺസ് എന്നറിയപ്പെടുന്ന ഒരു ഗോത്രവർഗമായിരുന്നു അത്. അതിൽ കൂടുതലും സ്പാനിഷ് അടിമകളായി ജോലി ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു. തരം കിട്ടിയപ്പോൾ ഓടിപ്പോവുകയും സ്പെയിൻകാരുടെ കണ്ണിൽപ്പെടാതെ ഉൾവനത്തിൽ അവർ ജീവിതം തള്ളി നീക്കുകയുമായിരുന്നു. പതിയെ അതൊരു ഗോത്രവർഗമായി മാറുകയും ചെയ്തു. ഇവർക്ക് ഈ സ്പെയിൻകാരോട് തീർത്താൽ തീരാത്ത പക ഉള്ളവരാണ്. തങ്ങളെക്കാൾ സൈനിക ബലമുള്ളവരോട് പൊരുതി നിൽക്കാൻ പോലും കഴിയില്ല എന്ന ചിന്തയാണ് ഇവരെ ഉൾക്കാട്ടിൽ ഒളിച്ചു കഴിയാൻ നിർബന്ധിതരാക്കിയത്. പക്ഷേ ഒരു അവസരം കിട്ടിയാൽ സ്പെയിനിനെതിരെ യുദ്ധം ചെയ്യാൻ അവർ തയ്യാറാകുമെന്നും വിശ്വസ്തമായി സ്പെയിനിനെതിരെ കൂടെ നിർത്താൻ കഴിയുന്നവരാണ് സിമ്മറോൺസ് ഗോത്രവർഗമെന്നുമുള്ള കാര്യം ഡ്രേക്ക് കേട്ടത് വളരെ സന്തോഷത്തോടെ തന്നെയായിരുന്നു. ഈ സംഭവങ്ങൾക്കിടയിൽ തന്നെ ഡ്രേക്ക് കടൽക്കൊള്ളയിലൂടെ 6-7 കപ്പലുകൾ സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു. ഈ ഡീഗോ വഴി സിമ്മറോൺസ് ഗോത്രവുമായി ചർച്ചയ്ക്ക് ശ്രമിച്ച ഡ്രേക്കിന് അവർ നൽകിയത് അവർക്ക് കഴിയാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സ്വീകരണം തന്നെയായിരുന്നു. കാരണം ഈ ഫ്രാൻസിസ് ഡ്രേക്ക് അവരുടെ ശത്രുക്കളായ സ്പെയിനിനെതിരെ ഒറ്റ
ഒറ്റയ്ക്ക് നടത്തുന്ന പോരാട്ടങ്ങൾ അവർക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രേക്കിന്റെ ആവശ്യം കേട്ട ഉടനെ സിംറോൺസ് ഗോത്രവർഗ്ഗക്കാർ ഡ്രേക്കിന്റെ സൈന്യത്തിൽ ചേർന്ന് സ്പാനിഷുകാർക്കെതിരെ പ്രവർത്തിക്കാൻ തയ്യാറാകുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഡ്രേക്കിന്റെ നേതൃത്വത്തിൽ കൂട്ടിച്ചേർത്ത ആളുകൾക്ക് പരിശീലനം നൽകി തയ്യാറെടുപ്പുകൾ നടത്തും. അതിനായി സ്പെയിൻ ചാരന്മാരുടെ പോലും കണ്ണുകൾ എത്തിച്ചേരാൻ കഴിയാത്ത ദ്വീപിൽ അവർ ക്യാമ്പ് ചെയ്തു. അവിടെ അവർ ഒരു കോട്ട നിർമ്മിക്കുകയും അതിന് തന്റെ പുതിയ സുഹൃത്തായ ഡീഗോയുടെ പേര് നൽകുകയും ചെയ്തു. പരിശീലനവും തയ്യാറെടുപ്പും ഒക്കെ വളരെ തകൃതിയായി നടക്കുന്ന സമയത്ത് അവരുടെ ഇടയിലേക്ക് ഒരു ദുരന്തമായി മഞ്ഞപ്പിത്തം എന്ന രോഗം പടർന്നു പിടിക്കുന്നു. ഇതോടെ ഡ്രേക്ക് ഒത്തുചേർത്ത സൈന്യത്തിലെ 40% പേരാണ് മരണമടഞ്ഞത്. ഈ ദുരന്തത്തിന്റെ അലയൊലികൾ അവസാനിക്കുന്നതിന് മുൻപ് സ്പെയിൻ തങ്ങളുടെ ചരക്ക് നീക്കം നടത്തുന്നതായി ഡ്രേക്കിന് വിവരം ലഭിക്കുന്നു. ഈ ദുരന്തങ്ങൾക്കിടയിലും ഡ്രേക്ക് ബാക്കിയുള്ളവരുമായി ചേർന്ന് ഈ ചരക്ക് നീക്കത്തെ, അതായത് സ്വർണവും വെള്ളിയും പോലെയുള്ള വിലപിടിച്ച വസ്തുക്കളുടെ വരവ് മുതലെടുക്കാൻ പുറപ്പെടുന്നു. ഈ സംഘത്തിൽ 18 ഇംഗ്ലീഷുകാരും 30 സിംറോൺസ് വർഗ്ഗക്കാരും മാത്രമാണ് ഉണ്ടായിരുന്നത്. ദിവസങ്ങളോളം അവർ കാൽനടയായി യാത്ര ചെയ്തുകൊണ്ട് മലകളും കുന്നുകളും പുഴകളും ഒക്കെ മറികടന്ന് സ്പാനിഷ് അധീനതയിലുള്ള ഒരു പട്ടണം കാണുന്ന ഒരു കുന്നിൽ എത്തുന്നു. അവിടെ കണ്ട ഒരു കുന്നിന് മുകളിൽ അവർ കയറി. അവിടെ നിന്നും പസഫിക് സമുദ്രവും തീരവും അവർ കണ്ടു. അതിന് സമീപത്തൂടെയുള്ള കാട്ടുപാതയിലൂടെയാണ് സ്പെയിൻകാർ കഴുതകൾക്ക് മുകളിൽ സ്വർണവും വെള്ളിയും മറ്റും തീരത്തേക്ക് എത്തിക്കുന്നത്. ഈ വഴിയരികിൽ തന്നെ അവർക്ക് പതിയിരുന്ന് ആക്രമിക്കാൻ വേണ്ടി ചെറിയ കുഴികൾ നിർമ്മിച്ചു. അത് പെട്ടെന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഇലകളും പുല്ലുകളും കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. ഇത്തവണ നേരിട്ട് ആക്രമിക്കാതെ പതിയിരുന്ന് ആക്രമിക്കുക എന്ന തന്ത്രമാണ് ഡ്രേക്ക് തയ്യാറാക്കിയത്. സ്പെയിൻകാരുടെ വരവ് കാത്ത് അവരെ ആക്രമിക്കാനുള്ള എല്ലാ പ്ലാനുകളും തയ്യാറാക്കി ഡ്രേക്കും കൂട്ടരും കാത്തിരുന്നു. 3 ദിവസമാണ് അവർ സ്പെയിൻ സംഘത്തെ കാത്തിരുന്നത്. ഒടുവിൽ 3-ാമത്തെ ദിവസം വൈകിട്ട് കുറച്ചകലിൽ നിന്നും സ്പെയിൻ സംഘം അവർ പതിയിരിക്കുന്ന വഴിയിലേക്ക് അടുക്കുന്നത് അവർ കണ്ടു. പലയിടങ്ങളിലായി പതിയിരുന്ന് അവർ തക്ക സമയത്ത് തന്നെ സ്പെയിൻ സംഘത്തിന് മേൽ ആക്രമണം അഴിച്ചുവിട്ടു. സ്വർണം ചുമന്നു കൊണ്ടുവന്ന കഴുതകളിൽ ഏറ്റവും മുന്നിൽ തുടങ്ങി ഏറ്റവും അവസാനത്തേത് വരെ അവർ പിടികൂടി. ഈ സംഘത്തിന് കാവലായി വന്ന സ്പെയിൻ സൈനികരെ അവർ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. അവരിൽ ചിലർ ജീവനും കൊണ്ട് ഓടിപ്പോവുകയും ചെയ്തു. അന്നത്തെ 2 ലക്ഷത്തോളം പെസോ വിലപിടിപ്പുള്ള നിധി അവർ അന്ന് പിടിച്ചെടുത്തു. ഈ പിടിച്ചെടുത്ത നിധി ഈ കാട്ടുപാതയിൽ നിന്നും കപ്പലിലേക്ക് മാറ്റാൻ ഡ്രേക്കിനും സംഘത്തിനും കഠിനമായി പ്രയത്നിക്കേണ്ടി വന്നു. പക്ഷേ മുഴുവനായും അവർക്കത് മാറ്റാൻ സാധിച്ചതുമില്ല. അത്രയ്ക്ക് സ്വർണവും വെള്ളിയുമാണ് അന്ന് അവർ പിടിച്ചെടുത്തത്. ഒടുവിൽ അവർ സ്വർണം മാത്രം കഴിയുന്നത്ര എടുത്ത് കപ്പലിലേക്ക് മാറ്റി. ബാക്കിയുള്ളവ, അതായത് 15 ടണ്ണോളം സ്വർണവും വെള്ളിയുമാണ് അന്ന് അവർ അവിടെ ഒരു കുഴി കുഴിച്ച് മറവ് ചെയ്തത്. കൊണ്ടുപോകാൻ ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ടാണ് അവർക്കത് കുഴിച്ചിടേണ്ടി വന്നത്. എന്തായാലും ഡ്രേക്കും സംഘവും കഴിയുന്നത്ര സ്വർണവും ചുമന്ന് വളരെ പെട്ടെന്ന് തന്നെ കപ്പൽ കിടക്കുന്ന ഭാഗത്തേക്ക് നീങ്ങി. അന്നത്തെ ഇംഗ്ലണ്ട് രാജ്ഞിയുടെ വാർഷിക വരുമാനത്തിന്റെ 1/3, അല്ലെങ്കിൽ അന്നത്തെ സ്പെയിൻ വരുമാനത്തിന്റെ 1/20 മൂല്യമുള്ള സ്വർണമാണ് ഈ ഒരൊറ്റ ആക്രമണത്തിൽ ഡ്രേക്ക് പിടിച്ചെടുത്തത്. 15 ടണ്ണിലധികം വരുന്ന സ്വർണവും വെള്ളിയുമാണ് അന്ന് കൊള്ളയടിക്കപ്പെട്ടത്. ഈ ആക്രമണത്തിന് കൂടെ നിന്ന സിംറോൺസ് ഗോത്രവർഗത്തിലുള്ളവർക്ക് ഡ്രേക്ക് വളരെയധികം സമ്മാനങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും സ്വർണവും ഒക്കെ നൽകി. അവരുടെ നേതാവായിരുന്ന പെഡ്രോ എന്നയാൾക്ക് ഒരു സ്വർണ്ണ കൈപ്പിടിയുള്ള മനോഹരമായ വാളും ഡ്രേക്ക് സമ്മാനമായി നൽകി. ശേഷം ഡ്രേക്ക് ഇംഗ്ലണ്ടിലേക്ക് മടങ്ങുന്നു. സ്പാനിഷ് സാമ്രാജ്യത്തിന്റെ വാർഷിക വരുമാനത്തിന്റെ 1/20 അദ്ദേഹം കൊള്ളയടിച്ചിട്ടും കരയിലോ കടലിലോ വെച്ച് അദ്ദേഹത്തെ തടയാൻ അവർക്ക് സാധിച്ചില്ല. ഡ്രേക്കിന്റെ സിംറോൺസ് ഗോത്രവർഗവുമായുള്ള സഖ്യത്തിൽ സ്പാനിഷുകാർ വളരെയധികം പരിഭ്രാന്തരായി. ഡ്രേക്ക് ഇപ്പോൾ നടത്തിയ ഈ കൊള്ളയോടുകൂടി ഒരു വലിയ സമ്പന്നനായി മാറിക്കഴിഞ്ഞിരുന്നു. അവൻ സ്വദേശത്ത്, അതായത് ഇംഗ്ലണ്ടിൽ അദ്ദേഹം പ്രശസ്തനും വിദേശ രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്പെയിൻ പോലെയുള്ള സമ്പന്ന രാജ്യങ്ങൾക്ക് അദ്ദേഹം കുപ്രസിദ്ധനും ആയിത്തീർന്നിരുന്നു. പക്ഷേ അദ്ദേഹം നടത്തിയ ഈ കൊള്ളയിൽ സമ്പന്നനായി കഴിഞ്ഞിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിലും അതൊരു തുടക്കം മാത്രമായിരുന്നു. 1574 ഡ്രേക്ക് ഇംഗ്ലണ്ടിന്റെ ഐറിഷ് അധിനിവേശം പൂർത്തിയാക്കാൻ സഹായത്തിനായി ഏർപ്പെടുന്നു. അയർലൻഡിലെ ഇംഗ്ലീഷ് അധിനിവേശം പൂർത്തിയാക്കാൻ നിരവധി വർഷങ്ങളാണ് എടുത്തത്. പക്ഷേ ഡ്രേക്കിന് അന്ന് ഒരു ദരിദ്ര രാജ്യമായിരുന്ന അയർലൻഡിൽ ഒരു താല്പര്യവും ഇല്ലായിരുന്നു. എന്നാൽ കടലിലെ അദ്ദേഹത്തിന്റെ കഴിവുകൾ ലോർഡ്സ് ഓഫ് ടൈറോൺസിനും കൂലിപ്പടയാളിയായ സ്കോട്ട്സിനും എതിരായ എക്സൈസിന്റെ ക്യാമ്പയിനെ പിന്തുണയ്ക്കാൻ ഉപയോഗിക്കുന്നു. അന്ന് ജോൺസ് നോറിസ് എന്ന ഇംഗ്ലീഷ് സൈനികാധികാരിയുടെ കീഴിലുണ്ടായിരുന്ന അയർലൻഡിനും സ്കോട്ട്ലൻഡിനും ഇടയിലുള്ള റാത്ലിൻ ദ്വീപിൽ സൈനികരെ കപ്പലിൽ എത്തിക്കുന്ന ജോലി ഡ്രേക്ക് വളരെ ഭംഗിയായി നിർവഹിക്കുന്നു. നിരന്തരം ആക്രമിച്ചുകൊണ്ടിരുന്ന ഇംഗ്ലീഷ് പടയ്ക്ക് മുന്നിൽ ഒടുവിൽ അന്നത്തെ ഐറിഷ് ഭരണാധികാരി തന്റെ കുടുംബങ്ങളെ വധിക്കരുത് എന്ന വ്യവസ്ഥയിൽ കീഴടങ്ങുന്നു. ഇതോടെ ഐറിഷ് ദ്വീപിൽ ഇരച്ചു കയറിയ ഇംഗ്ലീഷ് സൈനികർ സ്ത്രീകളെയും കുട്ടികളെയും അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു. പക്ഷേ ഡ്രേക്കിന്റെ യുദ്ധരീതി ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം തന്റെ തടവുകാരെ ഒരിക്കലും കൊല്ലുകയോ പീഡിപ്പിക്കുകയോ ചെയ്തിരുന്നില്ല.
സ്വർണ്ണവേട്ട നടത്തിയ സിമ്രൻസിനൊപ്പമുള്ള ആക്രമണത്തിൽ വളരെയധികം പ്രതികാര ബുദ്ധിയുള്ള സിമ്രൻസ് പോലും പിടിച്ചു വെച്ചിരുന്ന സ്പാനിഷ് സൈനികരെ അദ്ദേഹം ഇടപെട്ട് ജീവനോടെ വെറുതെ വിട്ടിരുന്നു. ലോകമെമ്പാടും ക്രൂരതയുടെ അക്രമത്തിന്റെ കാലഘട്ടം കടന്നുപോകുമ്പോൾ ഡ്രേക്ക് അത്ഭുതകരമായ മനുഷ്യത്വമുള്ള സൈനികനായി, നാവികനായി അറിയപ്പെട്ടു. അയർലൻഡിലെ ഇംഗ്ലണ്ട് സേനയുടെ ക്രൂരതകൾ കണ്ട് മനമെടുത്ത അദ്ദേഹം അവിടെയുള്ള ദൗത്യം മതിയാക്കി വീണ്ടും അദ്ദേഹത്തിന്റെ ഇഷ്ടസംരംഭത്തിലേക്ക്, അതായത് കടൽ യാത്രകൾ നടത്താൻ തന്നെ തീരുമാനിക്കുന്നു. പസഫിക് സമുദ്രത്തിലേക്ക് ആദ്യമായി ഒരു ഇംഗ്ലീഷ് യാത്ര നയിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. 1519 ആദ്യമായി സ്പെയിനിന് വേണ്ടി യാത്ര നടത്തിയ പോർച്ചുഗീസ് നാവിഗേറ്ററുടെ പേരിലുള്ള, അതായത് സാക്ഷാൽ മെഗല്ലന്റെ സ്ട്രെയിറ്റ് ഓഫ് മെഗല്ലൻ എന്ന സമുദ്ര റൂട്ട് മാത്രമായിരുന്നു ലോകത്തിന് അന്ന് അറിയാവുന്ന ഒരേ ഒരു വഴി. 1520 മെഗല്ലൻ ഭൂമിക്ക് ചുറ്റും പ്രദക്ഷിണം നടത്തിയ കപ്പൽ യാത്രയിൽ പക്ഷേ അദ്ദേഹം ഫിലിപ്പീൻസിൽ വെച്ച് അതിക്രൂരമായി കൊല്ലപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം യാത്ര തുടങ്ങിയയിടത്ത് അദ്ദേഹത്തിന് തിരികെ എത്തിച്ചേരാൻ സാധിച്ചില്ല. എങ്കിലും അദ്ദേഹം നയിച്ച കപ്പൽ വ്യൂഹം യാത്ര പൂർത്തിയാക്കി തിരിച്ച ഇടത്ത് തന്നെ എത്തിച്ചേരുകയും ചെയ്തു. എത്തിച്ചേർന്നവരിൽ ഭൂരിഭാഗവും ഉണങ്ങിയ അസ്ഥികൂടങ്ങൾ പോലെ ആയി കഴിഞ്ഞിരുന്നു. കാരണം മെഗല്ലന്റെ മരണത്തോടെ കപ്പലിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും രോഗവും പട്ടിണിയും ഒക്കെ അവരെ വല്ലാതെ പിടികൂടുകയും ചെയ്തു. പസഫിക് സമുദ്രം വഴി കപ്പൽ യാത്ര ചെയ്യാനുള്ള ഡ്രേക്കിന്റെ ആഗ്രഹം അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല. കാരണം വളരെ ദുരിതപൂർണമായ ഒരു യാത്ര തന്നെയായിരിക്കും അത്. പക്ഷേ ഈ യാത്ര പൂർത്തിയാക്കിയാൽ ലഭിക്കുന്ന സാമ്പത്തിക ലാഭവും പേരും പ്രശസ്തിയും ഒക്കെ ഫ്രാൻസിസ് ഡ്രേക്കിനെ ഈ യാത്ര ചെയ്യാൻ വളരെയധികം പ്രേരിപ്പിച്ചു. ഡ്രേക്ക് ഇതിനകം തന്നെ തൻ്റെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇംഗ്ലണ്ട് രാജ്ഞിയുടെയോ അല്ലെങ്കിൽ രാജസന്നിധിയിലെ ആരെങ്കിലുമായോ ഒരു നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ഡ്രേക്കിന് അതുവരെ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ യാത്ര നടത്താനായി അദ്ദേഹം രാജ്ഞിയെ സമീപിച്ചപ്പോൾ ഒരുപാട് വ്യവസ്ഥകളോടുകൂടിയാണ് ഈ യാത്രയ്ക്ക് അനുമതി നൽകിയത്. വളരെയധികം ചിലവേറിയ ഒരു യാത്രയായിരുന്നുവെങ്കിലും ഈ യാത്ര വിജയിച്ചാൽ അത് ഇംഗ്ലണ്ടിനും ഡ്രേക്കിനും ലാഭകരം തന്നെയായിരുന്നു. ഇതൊക്കെ അറിയാമായിരുന്ന അവിടെയുള്ള ചില പ്രമുഖന്മാർ ഡ്രേക്കിന്റെ ഈ യാത്രയ്ക്കായി ലാഭം പ്രതീക്ഷിച്ച് തന്നെ ധനസഹായവും നൽകുന്നു. ഇംഗ്ലണ്ടിലെ തന്നെ ചില ഉയർന്ന ഉദ്യോഗസ്ഥരും രാജ്ഞിയുടെ നിർദ്ദേശപ്രകാരം ഈ യാത്രയിൽ ഭാഗമാകുന്നുണ്ട്. അത്തരത്തിൽ ഈ യാത്രയിൽ ഭാഗമായ ഒരു വ്യക്തിയായിരുന്നു തോമസ് ഡേ എന്നയാൾ. ഈ തോമസ് ഡേയും ഫ്രാൻസിസ് ഡ്രേക്കും തമ്മിൽ തുടക്കത്തിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളാൽ ശത്രുതയിൽ തന്നെയായിരുന്നു. അപ്പോഴും ഈ ഫ്രാൻസിസ് ഡ്രേക്കും തോമസ് ഡേയും പോലെയുള്ള വളരെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഈ യാത്ര എങ്ങോട്ടാണ് പോകുന്നതെന്നും പോകാനുള്ള വഴികൾ എങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്നും അറിയാവുന്നത്. ഈ യാത്രയ്ക്കായി റിക്രൂട്ട് ചെയ്യപ്പെട്ട നാവികരിൽ പലരും വിശ്വസിച്ചിരുന്നത് അവർ അലക്സാൻഡ്രിയയിലും കോൺസ്റ്റാന്റിനോപ്പിളിലുമൊക്കെ വ്യാപാരം നടത്താനായി പോകുകയാണ് എന്നായിരുന്നു. യഥാർത്ഥത്തിൽ മെലാൻ കടലിടുക്കിലൂടെയും ചിലിയുടെ തീരത്തിലൂടെയും സഞ്ചരിച്ച് അവിടെയുള്ളവരുമായി സമ്പർക്കം പുലർത്താനും വ്യാപാരം നടത്താനും ഒക്കെ അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. യാത്രക്കിടയിൽ സ്പാനിഷ് ഷിപ്പുകൾ കണ്ടാൽ തൻ്റെ വ്യക്തിഗത വൈരാഗ്യം തീർക്കാനായി അവരെ ആക്രമിക്കാൻ ഒരു പ്രത്യേക സംഘം തന്നെ ഈ കൂട്ടത്തിൽ ഡ്രേക്ക് കൂടെ കരുതിയിരുന്നു. ഈ യാത്ര ചെയ്യുന്നതിനായി ഡ്രേക്ക് തനിക്കായി പ്രത്യേകം നിർമ്മിച്ച ഒരു കപ്പലായിരുന്നു പെലിക്കൺ. അന്നത്തെ കാലത്ത് വെച്ച് നോക്കിയാൽ വളരെ അഡ്വാൻസ്ഡായി തന്നെ നിർമ്മിച്ച കപ്പലായിരുന്നു അത്. ശക്തമായ കടൽത്തിരകളെ ഭേദിക്കാൻ കഴിവുള്ള രീതിയിലായിരുന്നു ഈ കപ്പൽ നിർമ്മിച്ചിരുന്നത്. മാത്രമല്ല അന്നത്തെ കരുത്തുറ്റ പീരങ്കികൾ കൊണ്ട് ഈ കപ്പൽ സായുധമാക്കിയിരുന്നു. 80 മുതൽ 100 അടി വരെ നീളമുള്ള ഒരു ഇടത്തരം കപ്പലായിരുന്നു പെലിക്കൺ. ഈ കപ്പൽ നിർമ്മിക്കാൻ സഹായിച്ചത് എലിസബത്ത് രാജ്ഞിയും ചില പ്രമുഖന്മാരും ചേർന്നൊക്കെ തന്നെയായിരുന്നു. ഈ യാത്രയുടെ ഭാഗമാകാൻ ഏകദേശം 164ഓളം ആളുകളും ഉണ്ടായിരുന്നു. പെൻഡഗൺ എന്ന ഡ്രേക്കിന്റെ കപ്പൽ കൂടാതെ 4 കപ്പലുകളുമാണ് ഈ യാത്രയിൽ പങ്കെടുത്തത്. അങ്ങനെ 1577 സെപ്റ്റംബർ 11 ഡ്രേക്ക് ഭാര്യയായ മേരിയോട് വിട പറഞ്ഞുകൊണ്ട് ഈ യാത്ര ആരംഭിക്കുന്നു. ഒരു വലിയ യാത്രയാണ്, അതും ഇന്ന് വരെ അധികം ആരും സഞ്ചരിക്കാത്ത കടൽപാതകളിലൂടെയുള്ള യാത്രയും. ഇങ്ങനെയുള്ള യാത്രകളിൽ പോകുന്നവർ തിരികെ വരുമോ ഇല്ലയോ എന്നൊന്നും അന്ന് ഉറപ്പുള്ള കാര്യമായിരുന്നില്ല. അങ്ങനെ ഫ്രാൻസിസ് ഡ്രേക്കിന്റെ നേതൃത്വത്തിൽ അവർ യാത്ര ആരംഭിച്ചു. പക്ഷേ യാത്ര ആരംഭിച്ച ദിവസം തന്നെ മോശമായ കാലാവസ്ഥയും കൊടുങ്കാറ്റും കാരണം പുറപ്പെട്ട അതേ തുറമുഖത്തേക്ക് തന്നെ അവർക്ക് തിരികെ കപ്പലടിപ്പിക്കേണ്ടി വന്നു. കാലാവസ്ഥ ശാന്തമായതിനു ശേഷം അടുത്ത ദിവസം തന്നെ അവർ യാത്ര വീണ്ടും തുടങ്ങി. ആദ്യ ദിവസങ്ങളിൽ തന്നെ മെഡിറ്ററേനിയൻ കടൽ കടക്കുമ്പോൾ ഈ യാത്ര അലക്സാൻഡ്രിയയിലേക്കല്ല എന്ന സത്യം അതിൽ റിക്രൂട്ട് ചെയ്തിരുന്ന നാവികർ തിരിച്ചറിഞ്ഞു. അതിൽ ഭൂരിഭാഗം പേർക്കും തങ്ങൾ വഞ്ചിക്കപ്പെട്ടതിൽ അതൃപ്തി ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയൊരു തിരികെ പോക്ക് അവർക്ക് സാധ്യമല്ല. മാത്രമല്ല ഇംഗ്ലണ്ട് രാജ്ഞിയുടെ നിർദ്ദേശപ്രകാരമുള്ള യാത്രയാണ്. എന്തെങ്കിലും എതിർശബ്ദമുയർത്തിയാൽ തലയുണ്ടാകില്ലെന്ന് അവർക്ക് നന്നായി തന്നെ അറിയാം. പക്ഷേ ഫ്രാൻസിസ് ഡ്രേക്ക് നല്ലവനായ, മനുഷ്യത്വമുള്ള, കഴിവുകൾ തെളിയിച്ച പ്രഗത്ഭനായ ഒരു നാവികനാണ്. ഈ യാത്രയിൽ അവർ കുറച്ച് ഭക്ഷണ സാധനങ്ങളും മറ്റും വാങ്ങുന്നതിനായി കേപ്പ് വെർഡെ ദ്വീപിൽ കപ്പലടുപ്പിക്കുന്നു. കേപ്പ് വെർഡെ ദ്വീപിൽ നിന്നും ഡ്രേക്ക് വീണ്ടും ഒരു കപ്പൽ കൂടി വാങ്ങി. ഈ കപ്പലിന് അദ്ദേഹം തൻ്റെ ഭാര്യയായ മേരിയുടെ പേരാണ് നൽകിയത്. ഡ്രേക്ക് തോമസ് ഡേയെ ഈ മേരി എന്ന കപ്പലിന്റെ ക്യാപ്റ്റനായി നിയമിക്കുകയും ചെയ്തു.
പക്ഷേ മെയിൻ ഷിപ്പിൽ നിന്നും തന്നെ മാറ്റിയ ഡ്രേക്കിൻ്റെ ഈ തീരുമാനത്തിൽ തോമസ് ഡേ സന്തുഷ്ടനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം മേരി ഷിപ്പിൽ ഉണ്ടായിരുന്നവരോട് മാന്യമായിട്ടല്ല പെരുമാറിയത്. ഇതോടെ മേരി കപ്പലിലെ അസംതൃപ്തരായ ക്രൂ മെമ്പേഴ്സ് ഡ്രേക്കിനോട് തങ്ങളുടെ പരാതി അറിയിക്കുന്നു. ഈ പ്രശ്നം പരിഹരിക്കാനായി ഡ്രേക്ക് ഈ തോമസ് ഡേയെ മാറ്റി മേരി എന്ന കപ്പലിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. മാത്രമല്ല തൻ്റെ പെലിക്കൻ ഷിപ്പിലേക്ക് തോമസ് ഡേയെ തിരികെ വിളിക്കുകയും ചെയ്തു. ഇത് തന്നെയാണ് തോമസ് ഡേ ആഗ്രഹിച്ചത്. കാരണം യാത്രയിൽ അദ്ദേഹം ഡ്രേക്കിൻ്റെ അത്ര പ്രാധാന്യമുള്ള ആളാണ് എന്ന് സ്വയം കരുതുകയും അത് ഇടയ്ക്കിടെ മറ്റുള്ളവരോട് അവകാശപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനൊക്കെ ഒരു കാരണമുണ്ട്. ഈ തോമസ് ഡേ ഇംഗ്ലണ്ട് രാജ്ഞിയുടെ പ്രത്യേക ഉപദേഷ്ടാവായ സർ ക്രിസ്റ്റഫർ ഹാർട്ടൻ്റെ ആളാണ് തോമസ് ഡേ. അതുകൊണ്ട് തന്നെ സ്ഥാനമാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഫ്രാൻസിസ് ഡ്രേക്കിനേക്കാളും വളരെ ഉയരെയുള്ളയാളാണ്. ഡ്രേക്ക് 2 ഷിപ്പുകളുടെയും നേതൃത്വം ഏറ്റെടുത്തതോടെ പെലിക്കൻ ഷിപ്പിലുള്ളവരിൽ ചിലർ ഡ്രേക്കിനെതിരെ തിരിഞ്ഞു. പക്ഷേ യാത്രയിൽ ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു ഭാഗം എല്ലാവർക്കും വാഗ്ദാനം ചെയ്ത ഡ്രേക്ക് ഈ പ്രശ്നം തുടക്കത്തിൽ തന്നെ പരിഹരിച്ചു. ഇവിടെയെല്ലാം നമുക്ക് ഡ്രേക്കിന്റെ വളരെ യുക്തിപരമായ ഇടപെടൽ കാണാൻ സാധിക്കും. ഒരു ക്യാപ്റ്റനെതിരെ ആരെങ്കിലും തിരിഞ്ഞാൽ അവരെ കൊന്ന് കടലിൽ എറിയുന്ന രീതി നിലനിൽക്കുമ്പോഴാണ് ഡ്രേക്ക് ഇതുപോലെയുള്ള സമാധാനപരമായ രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആദ്യ ദിവസങ്ങളിൽ ഇതുപോലെയുള്ള ചില പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടായെങ്കിലും യാത്ര മുന്നോട്ട് തന്നെ ഡ്രേക്ക് നയിക്കുന്നു. അങ്ങനെ അവർ അറ്റ്ലാന്റിക്കും കടന്ന് ബ്രസീലിന്റെ തീരങ്ങളിൽ എത്തുന്നതിന് മുൻപ് ഒരു ചെറിയ ദ്വീപിൽ കപ്പലടുപ്പിച്ചു. കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾക്കും ശുദ്ധജല ശേഖരണത്തിനുമൊക്കെ ആയിട്ടാണ് ഇവർ ഈ ദ്വീപിൽ കപ്പൽ അടുപ്പിക്കുന്നത്. മാംസത്തിനായി അവിടെ ഉണ്ടായിരുന്ന സീലുകളെയും മറ്റും അവർ വേട്ടയാടുകയും ശുദ്ധജല ശേഖരണം നടത്തുകയും ചെയ്തു. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികളായ ഗോത്രവർഗ്ഗക്കാരുമായി അവർ സമ്പർക്കം പുലർത്തി. അവരുമായി സൗഹൃദപരമായി ഇടപെട്ടുവെങ്കിലും സുരക്ഷ മുൻനിർത്തി അവരിൽ നിന്നും അല്പം അകലമിട്ടൊക്കെ തന്നെയാണ് അവർ നിന്നത്. അവർക്ക് മുത്തുകൊണ്ടുള്ള ആഭരണങ്ങൾ നൽകി അവരിൽ നിന്നും പഴങ്ങളും നല്ല ഫ്രഷ് പച്ചക്കറികളും മാംസവും ഒക്കെ വാങ്ങി. അവിടെ ഉണ്ടായിരുന്ന ഈ ഗോത്രവർഗം ചുവപ്പും വെള്ളയും നിറത്തിലുള്ള ചായങ്ങൾ ശരീരത്തിൽ പുരട്ടിയിരുന്നു. മാത്രമല്ല ചുണ്ടുകളുടെയും മൂക്കുകളിലൂടെയും ഒക്കെ ചെറിയ ചെറിയ മൃഗങ്ങളുടെയോ അല്ലെങ്കിൽ മരത്തിൻ്റെയോ കഷ്ണങ്ങൾ കൊരുത്തിട്ടിരുന്നു. ശരിക്കും ഈ മനുഷ്യർ ഇംഗ്ലീഷുകാർക്ക് ഒരു അമ്പരപ്പ് തന്നെയായിരുന്നു സമ്മാനിച്ചത്. ഡ്രേക്കും കൂട്ടരും ഈ ദ്വീപ് വിട്ടുപോകുമ്പോൾ വലിയ ഡ്രം പോലെയുള്ള സംഗീത ഉപകരണങ്ങൾ കൊട്ടിക്കൊണ്ടാണ് ഈ ദ്വീപിലുള്ളവർ അവരെ യാത്രയാക്കിയത്. അവിടെ നിന്നും കപ്പൽ കയറുന്നതിന് മുൻപ് അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിക്ക് ഡ്രേക്ക് തൻ്റെ തുകലിൽ നിർമ്മിച്ച ഒരു തൊപ്പി സമ്മാനമായി നൽകി. നമ്മൾ വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഇംഗ്ലീഷ്, സ്പാനിഷ് പോലെയുള്ള യൂറോപ്യൻ യാത്രികരുടെ സ്വഭാവ രീതികൾ വെച്ച് നോക്കിയാൽ ഡ്രേക്ക് വളരെ വ്യത്യസ്തനായിരുന്നു. അദ്ദേഹം ഇങ്ങനെ നടത്തിയ യാത്രകൾക്കിടയിൽ കണ്ടുമുട്ടുന്ന എല്ലാ മനുഷ്യരെയും സൗഹൃദപരമായി തന്നെയാണ് സമീപിച്ചത്. അക്രമത്തേക്കാൾ ഇങ്ങനെയുള്ള മനുഷ്യരുമായി കച്ചവടങ്ങളിൽ ഏർപ്പെടുകയാണ് അദ്ദേഹം കൂടുതലും ചെയ്യാറുണ്ടായിരുന്നത്. മാത്രമല്ല എപ്പോഴെങ്കിലും ആ ഭാഗത്ത് തിരികെ എത്തിയാൽ സഹായം ലഭിക്കും വിധം അവരുമായി സൗഹൃദത്തിലാകാനുള്ള ഒരു പ്രത്യേക കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ജാതിയുടെയും നിറത്തിൻ്റെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ മനുഷ്യനെ വേർതിരിച്ച് കാണാത്ത അപൂർവം ചില നാവികരിൽ ഒരാളായിരുന്നു അദ്ദേഹം. പനാമയിൽ നിന്നും അദ്ദേഹത്തിനൊപ്പം ചേർന്ന ഡീഗോയും അതുപോലെയുള്ള മറ്റുള്ളവരെയും സ്വന്തം സഹോദരങ്ങളെ പോലെ കാണാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇടയ്ക്കിടെ അവരോട് കുശലാന്വേഷണം നടത്താനും അദ്ദേഹം മറന്നിരുന്നില്ല. ഈ യാത്രയിൽ അദ്ദേഹത്തിന് ഒരു തരത്തിലും ഒന്നിച്ചു പോകാൻ സാധിക്കാതിരുന്നത് തോമസ് ഡേയോട് മാത്രമായിരുന്നു. കപ്പലിൽ ഉണ്ടായിരുന്നവർക്കിടയിൽ ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഈ തോമസിനെ അദ്ദേഹം പല പല കപ്പലുകളിലായി ഇടയ്ക്കിടെ മാറ്റിക്കൊണ്ടിരുന്നു. ഈ തോമസ് ഡേ ഒരു കലാപം പ്ലാൻ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് അയാളെ അധികം ആരോടും അടുക്കാതിരിക്കാൻ ഈ തോമസ് ഡേ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പല പല പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് യാത്ര മുന്നോട്ട് പോവുകയാണ്. നോർത്ത് ലക്ഷ്യമാക്കി പെറുവിലേക്ക് നീങ്ങിയ ഡ്രേക്കും സംഘവും പക്ഷേ ഒരു വലിയ കൊടുങ്കാറ്റിൽ പെടുന്നു. ഈ 6 കപ്പലുകളിലെയും നാവികർ ജീവിതത്തിൽ ഇന്ന് വരെ നേരിടാത്ത ഒരു വലിയ കൊടുങ്കാറ്റ് തന്നെയായിരുന്നു അത്. ഈ കാറ്റ് ആഴ്ചകളോളം നീണ്ടുനിന്നു. പർവ്വതങ്ങൾക്ക് സമാനമായ തിരമാലകൾ ഈ കപ്പൽ വ്യൂഹത്തിൽ ആഞ്ഞടിച്ചു. അവർ ഓരോരുത്തരും ഈ കപ്പലുകൾ തകരാതിരിക്കാൻ പോരാടിക്കൊണ്ടിരുന്നു. ഒരു വലിയ തിരയിൽ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന മേരി ഗോൾഡ് എന്ന കപ്പൽ തകർത്തെറിയപ്പെട്ടു. കുറച്ചകലെ ഉണ്ടായിരുന്ന ഫ്രാൻസിസ് ഡ്രേക്ക് നയിച്ചിരുന്ന പെൻറ്റഗൺ എന്ന കപ്പലിലുള്ളവർ ഈ തകർന്ന കപ്പലിൽ ഉണ്ടായിരുന്നവരുടെ നിലവിളി കേട്ടിരുന്നു. പക്ഷേ കപ്പൽ നിയന്ത്രിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവരെ രക്ഷിക്കാൻ പോകാൻ അവർക്ക് സാധിച്ചില്ല. മേരിഗോൾഡ് കപ്പലും അതിലുണ്ടായിരുന്ന എല്ലാവരും കടലിൽ കൊല്ലപ്പെട്ടു. ഈ കടൽക്ഷോഭത്തിൽ ഫ്രാൻസിസ് ഡ്രേക്കിന് 3 കപ്പലുകൾ ഒഴികെ മറ്റെല്ലാ കപ്പലുകളും അതിലുണ്ടായിരുന്ന നാവികരും നഷ്ടമായി. വൻതിരയിൽപ്പെട്ട ഈ 3 കപ്പലുകളും ചെന്നെടുത്തത് അർജന്റീനയിലെ സാന്താക്രൂസ് പ്രവിശ്യയിലുള്ള പ്യൂർട്ടോ സാൻ ജൂലിയൻ എന്ന പ്രശസ്തമായ പ്രകൃതിദത്ത തുറമുഖത്തേക്കായിരുന്നു. ഇതേ തുറമുഖത്ത് തന്നെയാണ് ഇവർ ചെന്നെത്തുന്നതിന് 58 വർഷം മുൻപ് സാക്ഷാൽ മെഗല്ലൻ കാലുകുത്തിയതും ആ യാത്രയിൽ മെഗല്ലനെതിരെ തിരിഞ്ഞ കലാപം അടിച്ചമർത്താൻ ചിലരെ തൂക്കിലേറ്റുകയും ചെയ്തത്. മെഗല്ലൻ കലാപകാരികളെ തൂക്കിലേറ്റിയ തൂക്കുമരത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ഡ്രേക്കും സംഘവും കണ്ടെത്തി. ഡ്രേക്ക് അടക്കം വെറും 6 പേര് മാത്രമാണ് കപ്പലിൽ നിന്നും ഈ ദ്വീപിലേക്ക് ഇറങ്ങിയത്. അവിടെയുള്ളവരുമായി സമാധാനപരമായി സമ്പർക്കം പുലർത്താൻ ശ്രമിച്ച ഡ്രേക്കിന് പക്ഷേ തെറ്റി.
ആദ്യമൊക്കെ സൗഹൃദപരമായി തന്നെ പെരുമാറിയ അവർ വളരെ പെട്ടെന്ന് തന്നെ അടുത്തു. അതിൽ ഒരാൾ ഡ്രേക്കിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ തന്റെ കയ്യിലുണ്ടായിരുന്ന അമ്പെയ്യുന്ന ഒരുതരം ആയുധം കാണിച്ചു കൊടുത്തു. സാധാരണ ദ്വീപ് നിവാസികളുടെ കയ്യിൽ ഉണ്ടാകാറുള്ളതിൽ നിന്നും വളരെ വ്യത്യസ്തവും ദീർഘദൂരം വരെ ആക്രമിക്കാൻ കഴിയുന്ന ഒരു ആയുധമായിരുന്നു അത്. ഇങ്ങനെ അവരെ ഇത് കാണിക്കുന്നതിനിടയിൽ വളരെ പെട്ടെന്ന് തന്നെ ദ്വീപ് നിവാസികളിൽ ഒരാൾ ഇംഗ്ലീഷുകാർക്ക് നേരെ അമ്പെയ്തു. അത് ഒരു ഇംഗ്ലീഷുകാരൻ്റെ ഇടത്തെ തോളിൽ തുളഞ്ഞു കയറുകയും ചെയ്തു. ഈ കപ്പലിൽ നിന്നിറങ്ങിയ ഡ്രേക്കും കൂടെ ഉണ്ടായിരുന്ന 5 പേരിലും ഒരാളുടെ കയ്യിൽ മാത്രമേ ആയുധമുണ്ടായിരുന്നുള്ളൂ. അത് പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന ആർക്യൂബസ് എന്ന ഗണ്ണായിരുന്നു. ഈ ഗണ്ണുണ്ടായിരുന്ന നാവികൻ ഉടനെ ഈ ദ്വീപ് നിവാസികൾക്ക് നേരെ നിറയൊഴിക്കാൻ ശ്രമിച്ചു. പക്ഷേ നിറച്ചിരുന്ന വെടിമരുന്ന് നനഞ്ഞുപോയിരുന്നു. ഇതോടെ ഇംഗ്ലീഷുകാർ നിരായുധരാണെന്ന് മനസ്സിലാക്കിയ ദ്വീപ് നിവാസികൾ ഡ്രേക്കിനും കൂട്ടർക്കും നേരെ കൂട്ടമായി അമ്പെയ്യാൻ തുടങ്ങി. ഈ തോക്കുണ്ടായിരുന്ന നാവികന്റെ നെഞ്ചിൽ ഒരു അമ്പ് തളഞ്ഞു കയറി. നിമിഷ നേരങ്ങൾക്കുള്ളിൽ അദ്ദേഹം പിടഞ്ഞു വീണ് മരിച്ചു. ബാക്കിയുള്ള 5 പേർ, അതായത് ഡ്രേക്കും കൂടെയുള്ള 4 പേരും കയ്യിലുണ്ടായിരുന്ന ഷീൽഡ് ഉപയോഗിച്ച് അമ്പുകളെ നേരിട്ടു. ഇതിനിടെ മരിച്ചു വീണ ഈ നാവികന്റെ അരികിലുണ്ടായിരുന്ന ഗൺ ഡ്രേക്ക് കൈക്കലാക്കി. വളരെ പെട്ടെന്ന് തന്നെ ഗണ്ണിൽ വെടിമരുന്ന് നിറച്ച അദ്ദേഹം തന്റെ നാവികനെ കൊന്നയാൾക്ക് നേരെ ഉന്നം പിടിച്ച് വെടിവെച്ചു. വെടിയേറ്റയാൾ മരിച്ചു വീണു. വെടിയൊച്ചയും പുകയും ഒക്കെ കണ്ട മറ്റു ദ്വീപ് നിവാസികൾ ആകെ ഭയന്നുപോയി. ഇതോടെ അവർ അവിടെ നിന്നും അരികിലുള്ള കാടുകളിലേക്ക് ഓടി മറഞ്ഞു. പിന്നീട് ഈ ഇംഗ്ലീഷുകാരെ ആക്രമിക്കാൻ ഈ ദ്വീപ് നിവാസികൾ തുനിഞ്ഞില്ല. ബാക്കിയുണ്ടായിരുന്ന 3 കപ്പലിൻ്റെയും അറ്റകുറ്റപ്പണികൾ നടത്തിയതിനു ശേഷം ആവശ്യമുള്ള ഭക്ഷണവും ജലവും അവർക്ക് കപ്പലിൽ ലോഡ് ചെയ്യാനും അവിടെ നിന്നും സാധിച്ചു. ഇനി ഡ്രേക്കിന് മുന്നിൽ കടൽ മാർഗം സൗത്തിലേക്ക് നീങ്ങുക എന്ന ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്, അതായത് മെഗല്ലൻ റൂട്ടിലേക്ക്. ഇന്ന് വരെ ഒരു ഇംഗ്ലീഷുകാരും ഈ റൂട്ടിൽ യാത്ര ചെയ്യാൻ ധൈര്യം പോലും കാണിച്ചിട്ടില്ല. പക്ഷേ യാത്ര തുടങ്ങും മുൻപ് ചില കാര്യങ്ങൾ ഡ്രേക്കിന് ചെയ്യാനുണ്ടായിരുന്നു. അതിനായി കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും ദ്വീപിലേക്ക് വിളിച്ച് ഒരു മീറ്റിംഗ് പോലെ നടത്തി. മുന്നോട്ടുള്ള യാത്രയിൽ ഒരു കലാപം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലിനായി അതിന് ശ്രമിക്കാൻ സാധ്യതയുള്ള തോമസ് ഡേയെ വിചാരണ ചെയ്യാൻ ഡ്രേക്ക് തീരുമാനിക്കുന്നു. ഇത് എല്ലാവരോടും അദ്ദേഹം ഈ മീറ്റിംഗിൽ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട തോമസ് ഡേക്ക് അത് ഇഷ്ടമായില്ല. താൻ വന്നിരിക്കുന്നത് രാജ്ഞിയുടെ നിർദ്ദേശപ്രകാരമാണ്. മാത്രമല്ല ഡ്രേക്കിന് തന്നെ വിചാരണ ചെയ്യാനോ ശിക്ഷിക്കാനോ ഉള്ള അധികാരമില്ല എന്നൊക്കെ അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ ഈ യാത്രയുടെയും കപ്പലിൻ്റെയും ക്യാപ്റ്റൻ താനാണെന്നും ഇതിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനും തനിക്കാണ് ഉത്തരവാദിത്വം എന്നും വാദിച്ച ഡ്രേക്ക് യാത്രാമധ്യേ പിടികൂടിയ തടവറയിലുള്ള സ്പെയിൻകാരുമായി ചേർന്ന് കലാപമുണ്ടാക്കാനുള്ള ശ്രമവും രാജ്യദ്രോഹ കുറ്റവും ആരോപിച്ചുകൊണ്ട് തോമസ് ഡേ കുറ്റക്കാരനാണെന്ന് അദ്ദേഹം വിധിച്ചു. പിന്നീട് എന്ത് ശിക്ഷ നൽകണം എന്നായി അവരുടെ ഇടയിൽ ചർച്ച. ഒരു കലാപശ്രമം നടത്തിയ ആളെ യാത്രയിൽ കൂടെ കൂട്ടുന്നത് നല്ലതല്ല എന്ന് ഡ്രേക്കിന് നന്നായി തന്നെ അറിയാം. പക്ഷേ അവർ നിൽക്കുന്ന ഈ ദ്വീപിൽ അയാളെ ഉപേക്ഷിച്ചു പോയാൽ അയാൾ സ്പെയിൻ സേനയുടെ പിടിയിലാകാൻ സാധ്യതയുണ്ട്. ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചയക്കാനാണെങ്കിൽ ഏതെങ്കിലും ഒരു കപ്പൽ അയാൾക്കൊപ്പം തിരിച്ചയക്കേണ്ടിയും വരും. ഒടുവിൽ മറ്റു വഴികൾ കാണാതെ ഡ്രേക്ക് ഇനിയും കലാപം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള മെമ്പേഴ്സിന് ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ തോമസ് ഡേയെ വധിക്കാൻ തീരുമാനിക്കുന്നു. അടുത്ത ദിവസം തന്നെ, അതായത് 1578 ജൂലൈ 2 തോമസ് ഡേയുടെ വധശിക്ഷ നടപ്പിലാക്കി. ഇത് രാജ്യദ്രോഹികൾക്കുള്ള സന്ദേശമാണെന്ന് ഡ്രേക്ക് പ്രഖ്യാപിച്ചു. തോമസ് ഡേയുടെ തല വെട്ടിയാണ് ശിക്ഷ നടപ്പാക്കിയത്. ഈ സംഭവം ഇനി മുന്നോട്ടുള്ള യാത്രയിൽ മറ്റുള്ളവർക്ക് ഒരു താക്കീതായി നിലനിൽക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷിച്ചു. ഒടുവിൽ അവിടെ നിന്നും യാത്ര തിരിക്കുന്നതിന് മുൻപ് ഡ്രേക്ക് മറ്റൊരു മീറ്റിംഗ് കൂടി വിളിച്ചുകൂട്ടി. മുന്നോട്ടുള്ള യാത്രയിൽ നമ്മളെല്ലാവരും ഒരു ശരീരമായി പ്രവർത്തിക്കണമെന്നും ഐക്യപ്പെട്ട് മുന്നോട്ട് പോകണമെന്നും അവരോട് ആവശ്യപ്പെട്ടു. മാത്രമല്ല മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം നമുക്ക് ശത്രുക്കളാണ്. നമ്മളിൽ ഓരോരുത്തരും നമുക്ക് വിലപ്പെട്ടതാണ്. നമ്മളിൽ ഒരാളെ നഷ്ടപ്പെട്ടാൽ എത്ര വലിയ വില കൊടുത്താലും മുന്നോട്ടുള്ള യാത്രയിൽ ആ വിടവ് നികത്താനും നമുക്ക് സാധിക്കില്ല. അതിനാൽ തന്നെ നമുക്കിടയിൽ വരുന്ന അഭിപ്രായ ഭിന്നതകളും കലാപങ്ങളും നമ്മൾ രമ്യമായി പരിഹരിക്കേണ്ടതുമുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭാഷണമാണ് അവിടെ അദ്ദേഹം നടത്തിയത്. കടലാക്രമണത്തിൽ കപ്പലുകൾ നഷ്ടമാവുകയും കലാപം അടിച്ചമർത്താനുള്ള ഫ്രാൻസിസ് ഡ്രേക്കിന്റെ ശിക്ഷാ നടപടിയും ഒക്കെയായി ഈ യാത്രാസംഘം ആകെ അലങ്കോലമായ ഘട്ടത്തിലാണ് ഈ പ്രസംഗത്തിലൂടെ അവരിൽ ഒരുമയും ആത്മവിശ്വാസവും ഉണ്ടാക്കാൻ ഫ്രാൻസിസ് ഡ്രേക്ക് ശ്രമം നടത്തിയത്. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ യാത്രക്കിടയിൽ ഇവർ ഇടയ്ക്കിടെ കാണുന്ന സ്പെയിനിൻ്റെ ചെറു കപ്പലുകളും മറ്റും ആക്രമിച്ച് കൊള്ളയടിക്കുന്നുണ്ട്. മാത്രമല്ല അതിലുള്ളവരെ തടവുകാരായി ഈ കപ്പലിൽ തന്നെ കൂട്ടിയിട്ടുമുണ്ട്. ഈ ചെറിയ ചെറിയ ആക്രമണങ്ങൾ എല്ലാം കൂടി പറയാൻ ശ്രമിച്ചാൽ ഒരു വീഡിയോയിലൊന്നും ഒതുങ്ങുന്നതല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശസ്തമല്ലാത്ത ഭാഗങ്ങൾ ഒഴിവാക്കി നമ്മൾ മുന്നോട്ട് പോകുന്നത്. സ്പാനിഷ് സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തിക കേന്ദ്രങ്ങളിലേക്ക് പോകാൻ ഇനി പസഫിക് സമുദ്രത്തിലേക്ക് കടന്ന് പസഫിക് മറികടക്കാനാണ് ഫ്രാൻസിസ് ഡ്രേക്കിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ നിലവിൽ ഫ്രാൻസിസ് ഡ്രേക്കിൻ്റെ കൈവശം 3 കപ്പലുകളാണ് ഉള്ളത്. അതിലൊന്ന് പെൻഡഗൺ എന്ന കപ്പലും, രണ്ടാമത്തേത് സ്പാനിഷ് ദ്വീപിൽ നിന്ന് വാങ്ങിയ മേരി എന്ന കപ്പലും, മൂന്നാമത്തേത് ജോൺ വിൻ്ററിൻ്റെ നേതൃത്വത്തിലുള്ള എലിസബത്ത് എന്ന കപ്പലുമാണ്. ഇതിൽ മേരി എന്ന കപ്പൽ ഇനി മുന്നോട്ടുള്ള യാത്രയ്ക്ക് അനുയോജ്യമല്ല.
കാരണം ആകെ തകർന്നിരുന്നു ആ കപ്പൽ. ഈ കപ്പലിൽ ഉണ്ടായിരുന്നവർ പെലിക്കൺ, എലിസബത്ത് എന്നീ കപ്പലുകളിലേക്ക് മാറി. പിന്നീട് അങ്ങോട്ട് ഈ 2 കപ്പലുകളിലാണ് ഫ്രാൻസിസ് ഡ്രേക്ക് യാത്ര നടത്താൻ തീരുമാനിച്ചത്. പക്ഷേ യാത്ര തുടങ്ങുന്നതിന് മുൻപ് ഡ്രേക്ക് തൻ്റെ കപ്പലായ പെലിക്കൺ എന്ന കപ്പലിൻ്റെ പേര് മാറ്റി ഗോൾഡൻ ഹിൻഡ് എന്നാക്കി. ഈ പേര് നൽകാൻ ഒരു കാരണമുണ്ട്. ഈ പേര് രാജ്യദ്രോഹം ആരോപിക്കപ്പെട്ട് വധശിക്ഷ നടപ്പിലാക്കിയ തോമസ് ഡേയുടെ ബന്ധുവും ഇംഗ്ലീഷ് രാജ്ഞിയുടെ ഉപദേഷ്ടാവുമായ ക്രിസ്റ്റഫർ ഹാർട്ടന്റെ കുടുംബ പേരുമായി ബന്ധമുള്ളതാണ്. തോമസ് ഡേയുടെ വധശിക്ഷ നടപ്പിലാക്കിയത് കൊണ്ട് തന്നെ ഫ്രാൻസിസ് ഡ്രേക്കിനോട് ഉണ്ടാകുന്ന വിദ്വേഷം കുറയ്ക്കാനാകും ഈ പേര് മാറ്റം എന്ന് കരുതപ്പെടുന്നു. അങ്ങനെ 1578 സെപ്റ്റംബറിൽ ബാക്കിയുള്ള 2 കപ്പലുകളുമായി ഡ്രേക്കും കൂട്ടരും പസഫിക്കിലേക്ക് യാത്ര ആരംഭിച്ചു. പക്ഷേ അവിടെയും അനുകൂലമായ സാഹചര്യമായിരുന്നില്ല അദ്ദേഹത്തിന് ലഭിച്ചത്. യാത്ര തുടങ്ങി 6ാമത്തെ ദിവസം അതിശക്തമായ കൊടുങ്കാറ്റും കടൽക്ഷോഭവും ഉണ്ടായി. വീശിയടിച്ച കൊടുങ്കാറ്റ് 2 കപ്പലുകളെയും വേർപെടുത്തി. ഗോൾഡൻ ഹിൻഡും എലിസബത്ത് എന്ന കപ്പലും 2 വഴിക്കായി വേർപിരിഞ്ഞു. ഗോൾഡൻ ഹിൻഡ് എന്ന കപ്പൽ നിയന്ത്രണമില്ലാതെ ഒഴുകിപ്പോയി. ഡ്രേക്കിനെ കണ്ടെത്താനുള്ള ശ്രമം അവർ നടത്തിയെങ്കിലും സാധിച്ചില്ല. ഒടുവിൽ എലിസബത്ത് എന്ന കപ്പലിൽ ഉണ്ടായിരുന്നവർ ഇംഗ്ലണ്ടിലേക്ക് തിരികെ പോകാൻ തീരുമാനിച്ചു. ജോൺ വിന്ററിന്റെ നേതൃത്വത്തിലുള്ള എലിസബത്ത് എന്ന കപ്പൽ അങ്ങനെ ഇംഗ്ലണ്ടിലേക്ക് തിരികെ യാത്രയായി. പക്ഷേ ഈ സമയവും വീശിയടിക്കുന്ന കാറ്റിലും തിരമാലകൾക്കുമിടയിൽ തൻ്റെ ഇച്ഛാശക്തിയോടെ ഗോൾഡൻ ഹിൻഡ് എന്ന കപ്പലിനെ മുന്നോട്ട് നയിക്കാൻ പാടുപെടുകയായിരുന്നു ഡ്രേക്ക്. അപകടകരമായ കൂറ്റൻ ദ്വീപുകൾക്കും ഇൻലെറ്റുകൾക്കും ഇടയിലൂടെ സുരക്ഷിതമായി കപ്പലടുപ്പിക്കാനുള്ള ഇടത്തിനായി അവർ തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നു. അവർ തെക്ക് കിഴക്കായി യാത്ര ചെയ്ത് വളരെയധികം ദൂരം പിന്നിട്ടു. ഒടുവിൽ അവർ മുൻപ് ഒരു ഇംഗ്ലീഷുകാരനും കണ്ടിട്ടില്ലാത്ത, ചെന്നെത്തപ്പെടാത്ത മെഗല്ലൻ കടലിടുക്ക് കണ്ടെത്തുക തന്നെ ചെയ്തു. അന്ന് അമേരിക്കൻ ഭൂഖണ്ഡത്തിനും സാങ്കല്പിക തെക്കൻ ഭൂഖണ്ഡത്തിനും ഇടയിലുള്ള ഒരേ ഒരു വഴിയാണെന്ന് വിശ്വസിക്കപ്പെട്ട സ്ട്രെയ്റ്റ് ഓഫ് മെഗല്ലൻ അവർ കണ്ടെത്തുന്നു. പക്ഷേ അപ്പോഴേക്കും കൂടെയുണ്ടായിരുന്ന എലിസബത്ത് എന്ന കപ്പൽ നഷ്ടമായതും ഡ്രേക്ക് തിരിച്ചറിഞ്ഞു. പക്ഷേ എന്നിട്ടും മുന്നോട്ടു പോകാൻ തന്നെയാണ് ഡ്രേക്ക് തീരുമാനിച്ചത്. 1578 സെപ്റ്റംബർ അവസാനം സ്ട്രെയ്റ്റ് ഓഫ് മെഗല്ലൻ എന്ന കടലിടുക്കിലേക്ക് അവർ പ്രവേശിക്കുന്നു. ഉയരം കൂടിയ കൊടുമുടികളാലും ഇടതൂർന്ന വനപ്രദേശങ്ങളാലും ചുറ്റപ്പെട്ട സങ്കീർണവും അപകടകരവുമായ ഒരു ജലപാതയായിരുന്നു അത്. ഈ കപ്പലിൽ ഉണ്ടായിരുന്നവരിൽ ആരും തന്നെ ഇതിനു മുൻപ് ഇങ്ങനെയൊരു യാത്ര, ഇങ്ങനെയൊരു പ്രദേശം കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്രതീക്ഷിതമായ ഒഴുക്കും വെള്ളത്തിലേക്ക് പടർന്നു കിടക്കുന്ന പാറക്കൂട്ടങ്ങളും ജലപാതയ്ക്ക് നടുവിൽ അപ്രതീക്ഷിതമായി കാണുന്ന ചെറു മൺകൂനകളും ഒക്കെയുള്ള കപ്പൽ യാത്രയ്ക്ക് വളരെയധികം വെല്ലുവിളി നേരിടുന്ന പാതയായിരുന്നു അത്. ഈ പാതയിലൂടെ ഏകദേശം 14 ദിവസങ്ങൾ അവർ സുരക്ഷിതമായി വളരെ ശ്രദ്ധയോടെ യാത്ര ചെയ്തു. ഈ യാത്ര ഡ്രേക്കിന്റെ മികച്ച നാവിഗേഷൻ പരിജ്ഞാനത്തെയും അദ്ദേഹത്തിലെ മികച്ച ഒരു നാവികനെയും ചൂണ്ടിക്കാണിക്കുന്നു. അവർ കടന്നുപോയ മെഗല്ലൻ റൂട്ടിലൂടെ ടിയാര ഡെൽ ഫൂവോ ദ്വീപ സമൂഹങ്ങൾക്കപ്പുറം തുറന്ന കടൽ മാത്രമാണുള്ളതെന്ന് അവർക്ക് മനസ്സിലായി. അതിഭീകരമായ തിരമാലകളുള്ള ഈ അപകടകരമായ ജലപാത ഇന്നറിയപ്പെടുന്നത് ഡ്രേക്ക് പാസേജ് എന്നാണ്. കേപ്പ് ഹോൺ എന്ന് ഇന്നറിയപ്പെടുന്ന ദ്വീപസമൂഹത്തിൽ പ്രവേശിച്ച ഡ്രേക്ക് അത് ഇംഗ്ലണ്ടിന്റെ പ്രദേശമായി പ്രഖ്യാപിക്കുന്നു. മാത്രമല്ല ഈ ദ്വീപസമൂഹങ്ങൾക്ക് എലിസബത്ത് ഐലൻഡ് എന്ന് അദ്ദേഹം പേരിടുകയും ചെയ്തു. കാലാവസ്ഥ അനുകൂലമായപ്പോൾ അവിടെ നിന്നും ചിലി ലക്ഷ്യമാക്കി ഫ്രാൻസിസ് ഡ്രേക്കും സംഘവും വീണ്ടും യാത്ര ആരംഭിച്ചു. അങ്ങനെ അവർ പിന്നീട് ചെന്നെത്തിയത് വളരെ മനോഹരമായ ചിലിയൻ ദ്വീപായ മോച്ച ദ്വീപിലേക്കാണ്. ഈ ദ്വീപ് നിവാസികൾ അവിടേക്ക് ചെന്ന ഇംഗ്ലീഷുകാരോട് വളരെ മാന്യമായിട്ട് തന്നെയാണ് പെരുമാറിയത്. അവിടെ നിന്നും ആടുകളെയും കോഴികളെയും ഒക്കെ വാങ്ങി അവർ കപ്പലിൽ ലോഡ് ചെയ്തു. അവിടെ ചെന്നെത്തുമ്പോൾ ആദ്യമൊക്കെ വളരെ ശ്രദ്ധാപൂർവം സുരക്ഷയ്ക്കായി ആളുകളെയൊക്കെ നിർത്തിയതിന് ശേഷമാണ് കച്ചവടമൊക്കെ ഡ്രേക്കും കൂട്ടരും നടത്തിയത്. പക്ഷേ അവിടെയുള്ള മനുഷ്യരുടെ വളരെ നല്ല ഇടപെടൽ കണ്ടതോടെ സുരക്ഷയൊക്കെ ഡ്രേക്ക് പിൻവലിച്ചു. സുരക്ഷ പിൻവലിച്ചതിന് അടുത്ത ദിവസം തന്നെ ഡ്രേക്കും കൂട്ടരും കുറച്ചുപേരുമായി അടുത്തുള്ള ഒരു നദിയിൽ ശുദ്ധജലം ശേഖരിക്കാനായി പോകുന്നു. അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. നിരായുധരായിരുന്ന ഡ്രേക്കിനെയും സംഘത്തെയും അവിടെ പതിയിരുന്ന ദ്വീപ് നിവാസികൾ ആക്രമിച്ചു. ഈ ആക്രമണം ആ ദ്വീപ് നിവാസികൾ നടത്താൻ കാരണം ഈ വന്നു ചേർന്നിരിക്കുന്നത് സ്പാനിഷുകാരാണ് എന്ന് കരുതിയാണ്. സ്പാനിഷുകാർ ഇതിനു മുൻപ് അവിടെ ചെല്ലുകയും യുദ്ധമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. സ്പാനിഷുകാർക്കും ഇംഗ്ലീഷുകാർക്കും തമ്മിലുള്ള വ്യത്യാസം അവർക്ക് മനസ്സിലായില്ല. അങ്ങനെ എന്തായാലും അവർ സ്പാനിഷ് സംഘമാണെന്ന് കരുതി ആക്രമണം തുടങ്ങി. വളരെ വീതി കുറഞ്ഞ നദി ആയതുകൊണ്ട് തന്നെ മറുവശത്ത് നിന്നും എയ്ത അമ്പുകളും കുന്തങ്ങളും തറച്ച ഡ്രേക്കിനും കൂട്ടർക്കും വളരെയധികം പരിക്കുകൾ പറ്റി. വളരെ വേഗം തിരികെ തുഴഞ്ഞ അവർ കരയിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരും അവരെ ആക്രമിക്കാൻ തുടങ്ങി. 2 ഇംഗ്ലീഷുകാരെ അവർ പിടികൂടി അതിക്രൂരമായി ആക്രമിക്കുകയും വലിച്ചിഴയ്ക്കുകയും ചെയ്തു. ഏതാണ്ട് എല്ലാവർക്കും പരിക്കുകൾ ഏറ്റു. ദ്വീപ് നിവാസികൾ പിടികൂടിയ 2 പേരൊഴികെ മറ്റുള്ളവർ ഓടി വളരെ കഷ്ടപ്പെട്ട് കപ്പലിന്റെ അരികിലെത്തി. ഡ്രേക്കിന്റെ തലയ്ക്ക് പരിക്ക് പറ്റിയിരുന്നു. മാത്രമല്ല ഒരു അമ്പ് അദ്ദേഹത്തിന്റെ കണ്ണിന് താഴെയായി തറച്ചു കയറുകയും ചെയ്തു. ഇതേ സമയം ദ്വീപ് നിവാസികൾ പിടികൂടിയ 2 ഇംഗ്ലീഷുകാരെയും കൂട്ടത്തോടെ ആക്രമിക്കുന്ന കാഴ്ചയാണ് അവർക്ക് കാണാൻ സാധിച്ചത്. അവർ മരണപ്പെട്ടിട്ടും ഈ ദ്വീപ് നിവാസികൾ അവരെ വലിച്ചിഴയ്ക്കുകയാണ്. അപ്പോഴേക്കും കപ്പലിലുണ്ടായിരുന്ന നാവികർ കപ്പലിലുണ്ടായിരുന്ന പീരങ്കി ഉപയോഗിച്ച് ഈ ദ്വീപ് നിവാസികളെ ആക്രമിക്കാൻ ശ്രമം തുടങ്ങി.
ഇത്രയധികം പരിക്കുകൾ പറ്റിയിട്ടും ഡ്രേക്ക് പക്ഷേ ഇതിന് അനുമതി നൽകിയില്ല. കാരണം അദ്ദേഹത്തിന് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലായത് സ്പെയിൻകാർ ഈ ദ്വീപിൽ വന്ന് നടത്തിയ നരനായാട്ടായിരിക്കണം ഈ ആക്രമണത്തിന് കാരണം എന്നായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഉടനീളം ഇങ്ങനെയുള്ള ഗോത്രവർഗ്ഗങ്ങളോട് വളരെ അനുഭാവപൂർവമായ പെരുമാറ്റം തന്നെയാണ് അദ്ദേഹം നടത്തിയത്. ഇതൊക്കെ അദ്ദേഹം ചെയ്യുന്നത് ഇംഗ്ലീഷുകാർ എന്ന ലേബലിൽ ഇനി വരുന്ന യാത്രക്കാർക്കോ നാവികർക്കോ എല്ലായിടത്തും നല്ല സ്വീകരണം ലഭിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. മാത്രമല്ല ഡ്രേക്കിൻ്റെ ഒരേ ഒരു ശത്രു അത് സ്പെയിൻകാർ മാത്രമായിരുന്നു. എന്തായാലും അവർ ഈ മോച്ച ദ്വീപിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ യാത്ര തുടങ്ങി. ഡ്രേക്കിന് പറ്റിയ മുറിവുകൾ അധികം ആഴമുള്ളവയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹവും കൂടെ പരിക്ക് പറ്റിയവരും വളരെ പെട്ടെന്ന് തന്നെ സുഖം പ്രാപിച്ചു. പിന്നീടുള്ള 6 മാസക്കാലം ചിലി, പെറു തീരങ്ങളിൽ അദ്ദേഹം യാത്ര നടത്തി. കണ്ണിൽ കാണുന്ന സുരക്ഷിതമെന്ന് തോന്നുന്ന ദ്വീപുകളിൽ അവർ ഇറങ്ങുകയും ചെയ്തു. ഈ തീരങ്ങളിൽ ഇങ്ങനെയൊരു കപ്പൽ വന്നതും ചുറ്റിക്കറങ്ങുന്നതുമൊന്നും അവിടെ നേരത്തെ എത്തി അധിനിവേശം നടത്തിയിരുന്ന സ്പെയിൻ അധികൃതർ അറിഞ്ഞിരുന്നില്ല. സ്പെയിൻ തുറമുഖങ്ങളിലേക്ക് നീങ്ങുന്ന കപ്പലുകളെ ഒന്നിനു പുറകെ ഒന്നായി ഡ്രേക്ക് ആക്രമിച്ചു. അവിടുത്തെ തദ്ദേശീയരായ ജനങ്ങളെ വരുതിക്ക് നിർത്താൻ മാത്രമുള്ള ആയുധങ്ങളെ ഈ സ്പെയിൻ കപ്പലുകളിൽ ഉണ്ടായിരുന്നുള്ളൂ. ആകാശത്ത് നിന്നും പൊട്ടി വീണതുപോലെ ഒരു ഇംഗ്ലീഷ് കപ്പൽ വൻ ആയുധങ്ങളുമായി വന്നത് കണ്ടപ്പോൾ തന്നെ ഒന്ന് പൊരുതി നിൽക്കാൻ പോലും തയ്യാറാകാതെ സ്പെയിൻ കപ്പലുകൾ ഒന്നൊന്നായി ഡ്രേക്കിനും കൂട്ടർക്കും മുന്നിൽ കീഴടങ്ങി. ഈ പിടിച്ചെടുത്ത കപ്പലുകളിലുള്ള സമ്പത്തുകളൊക്കെ അവർ കൊള്ളയടിച്ചു. ഇവിടെ എടുത്തു പറയേണ്ടത് ഡ്രേക്ക് നേതൃത്വം നൽകിയ ഗോൾഡൻ ഹിൻഡ് എന്ന കപ്പലിലെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി നിലകൊണ്ടത് ഒരു വലിയ മുൻതൂക്കം തന്നെയാണ് ഇംഗ്ലീഷുകാർക്ക് നൽകിയത്. അവർ ഓരോ കപ്പലിൽ നിന്നും തട്ടിയെടുക്കുന്ന മുതലുകൾ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചു. കാരണം ഇതിൽ നിന്നും കൃത്യമായ പങ്ക് തങ്ങൾക്ക് ലഭിക്കുമെന്ന് കപ്പലിലുള്ളവർക്ക് ഉറപ്പായിരുന്നു. അത്ര വിശ്വാസമായിരുന്നു അവർക്ക് ക്യാപ്റ്റനായ ഫ്രാൻസിസ് ഡ്രേക്കിൽ ഉണ്ടായിരുന്നത്. പിടികൂടുന്ന സ്പാനിഷ് കപ്പലിലുള്ളവരെ പരമാവധി ഉപദ്രവിക്കാതെ വെറുതെ വിടുകയാണ് ഡ്രേക്ക് ചെയ്തത്. സ്പാനിഷ് കപ്പലുകൾ ഓരോന്നായി ആക്രമിച്ച് കൊള്ളയടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ യാത്രക്കിടയിൽ ഒഴിവ് സമയങ്ങളിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ ഡ്രേക്ക് സമയം കണ്ടെത്തിയിരുന്നു. അദ്ദേഹം കണ്ടെത്തുന്ന പുതിയ ഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായ മാപ്പ് വരയ്ക്കുന്നതിനൊപ്പം അദ്ദേഹം അവിടെ കണ്ട അപൂർവ ഇനത്തിലുള്ള പക്ഷികൾ, വന്യജീവികൾ, മരങ്ങൾ ഇവയൊക്കെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും വരയ്ക്കുകയും ചെയ്തു. ഈ ആക്രമണങ്ങളിൽ ഡ്രേക്കിനും സംഘത്തിനും ഏറ്റവും കൂടുതൽ നിധി ലഭിച്ച ഒരു ആക്രമണമാണ് ന്യൂട്ര സെനോറ ഡീല കൺസെപ്ഷൻ അഥവാ കാഗാഫ്യൂഗോ എന്ന് വിളിക്കുന്ന സ്പാനിഷ് കപ്പലിൽ നടത്തിയ ആക്രമണം. ഏതാണ്ട് നട്ടുച്ചയ്ക്ക് നടത്തിയ ഈ ആക്രമണത്തിൽ അധികം കഷ്ടപ്പെടാതെ തന്നെ ഇംഗ്ലീഷുകാർ വിജയം കണ്ടു. ഈ കപ്പലിൽ ഉണ്ടായിരുന്നവർക്കും ഒരു ആക്രമണം നടക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. വളരെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട ഇംഗ്ലീഷ് കപ്പൽ കണ്ടപ്പോൾ തന്നെ അവർക്ക് അമ്പരപ്പായി. പെട്ടെന്ന് ആക്രമണം അഴിച്ചുവിട്ട ഡ്രേക്ക് കപ്പൽ പിടിച്ചെടുക്കുകയായിരുന്നു. ഈ കപ്പലിൽ നിന്ന് അവർക്ക് വളരെ വലിയ സ്വർണം, വെള്ളി ശേഖരം പിടിച്ചെടുക്കാൻ സാധിച്ചു. ഇംഗ്ലീഷ് ഗവൺമെന്റിന്റെ വാർഷിക വരുമാനത്തിന്റെ പകുതിയോളം വില മതിക്കുന്ന നിധി ശേഖരമാണ് അവർക്ക് കാഗാഫ്യൂഗോ എന്ന കപ്പലിൽ നിന്നും പിടിച്ചെടുക്കാൻ സാധിച്ചത്. പക്ഷേ ഈ ആക്രമണത്തിൽ സ്പാനിഷ് ചെറുത്തുനിൽപ്പിൽ ഡ്രേക്കിന് ചില യാത്രക്കാരെ നഷ്ടമായി. വീണ്ടും തന്റെ ജൈത്രയാത്ര തുടർന്ന ഡ്രേക്ക് ചിലിയിൽ നിന്നും പെറുവിലേക്കും മെക്സിക്കോയിലേക്കും യാത്ര തുടർന്നു. കണ്ണിൽ കാണുന്ന സ്പെയിൻ കപ്പലുകൾ ദ്രുതഗതിയിൽ ആക്രമിച്ച് കീഴടക്കിയാണ് അദ്ദേഹം ഈ യാത്ര മുന്നോട്ട് പോയത്. അപ്പോഴേക്കും സ്പാനിഷ് തീരത്ത് ഡ്രേക്കിന്റെ ഈ വലിയ കടൽക്കൊള്ളയുടെ വിവരങ്ങൾ എത്തിക്കഴിഞ്ഞിരുന്നു. സ്പെയിൻകാർക്ക് ഇതൊക്കെ വളരെ വലിയ അത്ഭുതമായി തന്നെ തോന്നി. ഇങ്ങനെയുള്ള ഈ ആക്രമണങ്ങൾ പലപ്പോഴും രക്തരഹിതമായിരുന്നു. പക്ഷേ തങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകാൻ സമ്മതിച്ച സ്പെയിൻ ഉദ്യോഗസ്ഥരെ അവർ തടവിലാക്കി. തങ്ങൾ പ്രതീക്ഷിച്ചതിലും അധികം സ്വർണവും വെള്ളിയും ഒക്കെ സമ്പാദിച്ച ഡ്രേക്കിന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് സംഘം ഒടുവിൽ തിരികെ പോകാൻ തീരുമാനിക്കുന്നു. അതിനായി കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനും മറ്റ് തയ്യാറെടുപ്പുകൾക്കുമൊക്കെയായി അവർക്ക് ഈ കപ്പൽ കരയ്ക്കടുപ്പിക്കേണ്ടതായി വന്നു. സ്പാനിഷ് സൈന്യത്തിന്റെ സാന്നിധ്യമില്ലാത്ത സുരക്ഷിതമായ ഒരു ദ്വീപ് ഇപ്പോൾ അവർക്ക് ആവശ്യമുണ്ട്. കാരണം കൂടുതൽ ദിവസങ്ങൾ അവിടെ തങ്ങി തങ്ങളുടെ കപ്പൽ മടക്കയാത്രയ്ക്കായി അവർക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. ഡ്രേക്ക് സ്പെയിനിന്റെ നിയന്ത്രണത്തിലല്ലാത്ത ഒരു ദ്വീപ് ഒടുവിൽ കണ്ടെത്തി. കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുകയും ചെയ്തു. ഒരു ദീർഘയാത്രയാണ് മുന്നിലുള്ളത് എന്നതുകൊണ്ട് തന്നെ കപ്പലിനെ വളരെ നല്ലതുപോലെ ബലപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. കപ്പലിന്റെ ഈ ജോലികൾ നടക്കുന്നതിനിടയിൽ തിരികെ ഇംഗ്ലണ്ടിലേക്ക് പോകാനുള്ള റൂട്ട് പ്ലാൻ ചെയ്യുന്ന തിരക്കിലായിരുന്നു ഡ്രേക്ക്. അദ്ദേഹത്തിന്റെ മുന്നിൽ ഇനി വലിയ നിധിശേഖരവുമായി ശത്രുക്കളുടെ കണ്ണിൽ പെടാതെ ഇംഗ്ലണ്ട് വരെ പോകാൻ 3 വഴികളാണ് ഉള്ളത്. അതിൽ ഒന്ന് വന്ന വഴിയെ തിരികെ പോകുക എന്നതാണ്. പക്ഷേ അതുവഴിയുള്ള യാത്ര ഇനി അപകടം നിറഞ്ഞത് തന്നെയാണ്. കാരണം വഴിയിലുള്ള എല്ലാ സ്പെയിൻ പ്രവിശ്യയിലുള്ളവർക്കും ഇങ്ങനെ ഒരു കപ്പൽ തിരികെ വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി കാത്തിരിക്കുകയായിരിക്കാം. അവരുടെ കയ്യിൽപ്പെട്ടാൽ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും നഷ്ടമാകും. ഇനി രണ്ടാമതുള്ള റൂട്ട് ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ലെങ്കിലും നിലവിലുണ്ടാകണമെന്ന് എല്ലാവരും കരുതുന്ന ഒരു പാതയാണ് വടക്കു പടിഞ്ഞാറൻ പാത. പക്ഷേ ഇതൊരു കെട്ടുകഥയാണ് എന്ന് ഡ്രേക്കിന് സംശയമുണ്ടായിരുന്നു. മാത്രമല്ല ഇനിയൊരു പുതിയ പാത തേടി പോകുക എന്നത് അനാവശ്യ തീരുമാനമാകുമെന്നും ഡ്രേക്കിന് തോന്നി.
മൂന്നാമത്തേതായി ഡ്രേക്കിന്റെ മുന്നിലുള്ള വഴിയാണ് പസഫിക്കിന് കുറുകെയുള്ള യാത്ര. ഈ പസഫിക് കൂടി മറികടന്നാൽ ഡ്രേക്ക് ഭൂമിയെ വലം വയ്ക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെയും ഇംഗ്ലണ്ടിലെ ഒന്നാമത്തെയും ആളായി മാറും. ഈ നേട്ടം സ്വന്തമാക്കാൻ ഡ്രേക്ക് ആഗ്രഹിച്ചു. പക്ഷേ ഇതിനു മുൻപ് ഈ ശ്രമം നടത്തിയ മെഗലന് സംഭവിച്ചത് എന്താണെന്ന് ഡ്രേക്കിന് വ്യക്തമായി അറിയാം. മെഗലന്റെ പസഫിക് കടന്നുള്ള യാത്ര വളരെ ദുരിതപൂർണമായിരുന്നു. ഈ യാത്രയിൽ മെഗലൻ കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല, മരണത്തിന്റെ വക്കിലെത്തപ്പെട്ട വിരലിൽ എണ്ണാവുന്ന ഏതാനും ചിലർ മാത്രമാണ് സ്പെയിനിൽ ചെന്നെത്തിയത്. ഏതായാലും പസഫിക് സമുദ്രം മറികടക്കുക എന്ന തന്റെ അഭിലാഷം പൂർത്തിയാക്കാൻ തന്നെ ഡ്രേക്ക് തീരുമാനിക്കുന്നു. തുടക്കം മുതൽ ഈ യാത്രയിൽ ഉടനീളം ശേഖരിച്ച വൻ സ്വർണ്ണ ശേഖരമടക്കം ഒരു വലിയ നിധിയുമായി പസഫിക് കീഴടക്കാൻ അദ്ദേഹം ശ്രമം തുടങ്ങി. പസഫിക് അങ്ങനെ പെട്ടെന്ന് ആരുടെയും മുന്നിൽ കീഴടങ്ങുന്ന ഒരു സമുദ്രമല്ല എന്ന് മെഗല്ലന്റെ യാത്രയിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. അവരെ പസഫിക് സ്വീകരിച്ചത് വളരെ തണുത്തുറഞ്ഞ കാലാവസ്ഥയും കോരിച്ചൊരിയുന്ന മഴയും ആയിരുന്നു. യാത്ര വളരെ ദുഷ്കരമായപ്പോൾ ഡ്രേക്കിന് തെക്കോട്ട് പിൻവാങ്ങേണ്ടി വന്നു. ഈ പിന്മാറ്റത്തിൽ നോർത്തേൺ കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് കടക്കാൻ അനുയോജ്യമായ ഒരു കപ്പൽ പാത അവർ കണ്ടെത്തി. കാലാവസ്ഥ അനുകൂലമാകുന്നത് വരെ എവിടെയെങ്കിലും അഭയം തേടാൻ തീരുമാനിച്ച ഡ്രേക്കും സംഘവും ഇന്ന് ഡ്രേക്ക് ബേ എന്ന് വിളിക്കപ്പെടുന്ന വിശാലമായ കടൽ തീരമുള്ള വൈറ്റ് ക്ലിപ്സിലാണ് ചെന്നെത്തിയത്. ഈ പ്രദേശത്തെ കാലാവസ്ഥ ഇംഗ്ലണ്ടിലെ കാലാവസ്ഥയുമായി വളരെയധികം സാമ്യമുള്ളതായിരുന്നു. ഡ്രേക്കിനും കൂട്ടർക്കും വളരെ അനുയോജ്യമായ കാലാവസ്ഥ. അവർക്ക് തങ്ങളുടെ സ്വന്തം ദേശത്ത് നിൽക്കുന്നത് പോലെയാണ് അവിടെ അനുഭവപ്പെട്ടതും. പിന്നീട് ഈ പ്രദേശം ന്യൂ ഇംഗ്ലണ്ട് എന്നാണ് അറിയപ്പെട്ടത്. അവിടെ എത്തിയ ഇംഗ്ലീഷ് സംഘം ടെന്റുകൾ സ്ഥാപിക്കുകയും സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തു. ശേഷം കപ്പലിന്റെ ബാക്കിയുണ്ടായിരുന്ന അറ്റകുറ്റപ്പണികളും ഭക്ഷണശേഖരം കൂട്ടുന്ന പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി. ഈ പ്രദേശത്തുണ്ടായിരുന്നത് മിവോക്ക് എന്നറിയപ്പെടുന്ന മനുഷ്യരാണ്. ഇവരുടെ ഭാഷ മിവോക്ക് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. വേട്ടയാടി ജീവിക്കുന്ന ഇവർ വിവിധതരം പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങളൊക്കെ കൃഷി ചെയ്യുന്നവരുമാണ്. നായ്ക്കളെ ഓമനിച്ച് വളർത്തുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ടായിരുന്നു. ഇവർക്കിടയിലുള്ള പ്രത്യേകത, ഇവർ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്ന കൂട്ടരായിരുന്നു. മാത്രമല്ല, വളരെ സ്നേഹത്തോടെയും സമാധാനത്തോടെയുമുള്ള ഇവരുടെ പെരുമാറ്റം ഡ്രേക്കിനെ വല്ലാതെ ആകർഷിക്കുകയും ചെയ്തു. അവർ എങ്ങുനിന്നോ വന്ന ഈ ഇംഗ്ലീഷുകാരുമായി വളരെ പെട്ടെന്ന് അടുത്ത സൗഹൃദം സ്ഥാപിക്കുകയും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും ഉൾപ്രദേശങ്ങളിൽ നിന്ന് കപ്പലിൽ വന്ന പുതിയ ആൾക്കാരെ കാണാൻ ആളുകൾ കൂട്ടത്തോടെ വന്നെത്തി. അവർ ഈ വന്ന വെള്ളക്കാരുടെ നിറവും രൂപവും ഒക്കെ ആസ്വദിക്കുകയാണ് ചെയ്തത്. ഇരുകൂട്ടരും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ പരസ്പരം കൈമാറി. ഈ പ്രദേശത്തെ പ്രാദേശിക തലവൻ അദ്ദേഹത്തിന്റെ കുറച്ച് യുദ്ധവീരന്മാരുടെ ഒപ്പം അവിടേക്കെത്തി. അവരുടെ കയ്യിലെ വളരെ വിലപ്പെട്ടത് എന്ന് അവർ കരുതപ്പെടുന്ന ഒരു കിരീടവും ചെങ്കോലും ഈ ഡ്രേക്കിന് സമ്മാനമായി നൽകി. ഇംഗ്ലീഷ് ചരിത്രം പറയുന്നത് ഡ്രേക്കിനെ ഈ പ്രദേശത്തെ മിവോക്ക് ഗോത്രം അവരുടെ രാജാവായി പ്രഖ്യാപിക്കുകയും അവിടം ഭരിക്കാനായി ക്ഷണിക്കുകയും ചെയ്തു എന്നാണ്. ഇംഗ്ലീഷ് രാജ്ഞിയുടെയും ഡ്രേക്കിൻ്റെയും പേരും തീയതിയും ഒക്കെ കൊത്തിയ ഒരു വലിയ ബോർഡ് അവിടെ ഡ്രേക്ക് സ്ഥാപിച്ചു. ദിവസങ്ങൾ അവിടെ കഴിച്ചുകൂട്ടിയ ശേഷം ഡ്രേക്കും സംഘവും കപ്പലിൽ ബാക്കിയുണ്ടായിരുന്ന അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി. കാലാവസ്ഥ അനുകൂലമായ ശേഷം വിശാലമായ പസഫിക്കിലൂടെ സ്പാനിഷ് നിയന്ത്രണത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യയിലേക്കും അവിടെ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ആഫ്രിക്കൻ മുനമ്പ് ചുറ്റി അറ്റ്ലാന്റിക് കടന്ന് ഇംഗ്ലണ്ടിലേക്ക് എത്തിച്ചേരാൻ പ്ലാൻ ചെയ്തു. വളരെ നീണ്ടതും അജ്ഞാതവുമായ ഈ യാത്രയ്ക്ക് വേണ്ടി ഡ്രേക്ക് കൊള്ളയടിച്ച സ്പാനിഷ് കപ്പലുകളിൽ നിന്നും ലഭിച്ച മാപ്പുകളും അതിലെ ക്യാപ്റ്റന്മാരിൽ നിന്നും മറ്റും ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ഈ പ്ലാൻ രൂപീകരിച്ചത്. ഏതായാലും മിവോക്ക് പ്രദേശവാസികളോട് വിട പറഞ്ഞ് ഡ്രേക്ക് ഗോൾഡൻ ഹിൻഡ് എന്ന കപ്പലിൽ പസഫിക് സമുദ്രം മറികടക്കാനായി യാത്ര പുറപ്പെട്ടു. കരുതി വെച്ചിരുന്ന ഭക്ഷണവും ജലവും തീരും മുൻപ് ഒരു കരപ്രദേശം കാണാൻ കഴിയുമെന്ന് ഡ്രേക്കും സംഘവും കണക്കുകൂട്ടി. പക്ഷേ ഈ യാത്ര വളരെ കാഠിന്യം നിറഞ്ഞത് തന്നെയായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. കരപ്രദേശം അവർക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷേ ഡ്രേക്കിന് ആത്മവിശ്വാസമുണ്ടായിരുന്നു. അവർ ദിവസങ്ങൾ ഈ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഭക്ഷണവും ശുദ്ധജലവും കുറഞ്ഞു വന്നതോടെ അതിന് റേഷൻ സമ്പ്രദായം ഏർപ്പെടുത്താൻ ഡ്രേക്ക് നിർബന്ധിതനായി. ഗോൾഡൻ ഹിൻഡ് എന്ന കപ്പലിലുള്ളവർക്ക് ആത്മവിശ്വാസം നഷ്ടമായി തുടങ്ങി. മുന്നിൽ കാണുന്ന കടൽ ഒരിക്കലും അവസാനിക്കില്ല എന്ന് അവർക്ക് തോന്നി. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കൊടുങ്കാറ്റും വീശിയടിക്കുന്ന വൻ തിരമാലകളും തരണം ചെയ്ത അവർ പക്ഷേ മുന്നോട്ടുള്ള യാത്ര തുടരുക തന്നെ ചെയ്തു. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഡ്രേക്കും സംഘവും ഒരു തിരിച്ചുപോക്കിനെ പറ്റി ആലോചിച്ചു പോലുമില്ല. ദിവസങ്ങൾക്ക് ശേഷം അവർ അപ്രതീക്ഷിതമായി ഒരു പക്ഷിക്കൂട്ടത്തെ കാണുന്നു. ആ പക്ഷിക്കൂട്ടം പോകുന്നത് അവർ പോകുന്ന ദിശയിലേക്ക് തന്നെയായിരുന്നു. ഇതോടെ അടുത്ത് തന്നെ ഒരു കരപ്രദേശമുണ്ടെന്ന് ഡ്രേക്കിനും സംഘത്തിനും മനസ്സിലായി. വളരെ വൈകാതെ അവർ അങ്ങ് ദൂരെ ഒരു കരപ്രദേശം കണ്ടെത്തുക തന്നെ ചെയ്തു. ഇത് ഇന്നത്തെ ദ്വീപ് രാജ്യമായ പലാവു ആണെന്ന് കരുതപ്പെടുന്നു. പടിഞ്ഞാറൻ പസഫിക്കിലെ ഓഷ്യാനിയയുടെ മൈക്രോനേഷ്യ ഉപമേഖലയിലുള്ള ഒരു ദ്വീപ് രാജ്യമാണ് ഈ പലാവു.
പലാവു തീരത്ത് അവർ കപ്പൽ അടുപ്പിച്ചപ്പോൾ ഇംഗ്ലീഷുകാർ അവിടെയും സൗഹൃദപരമായ കച്ചവടം തന്നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അവിടെയുള്ളവർ ഈ കപ്പലിലുള്ളവരെ പിടിച്ചു വെച്ച് കൊള്ളയടിക്കാനുള്ള ശ്രമം നടത്തി. മാത്രമല്ല കപ്പലിന് ചുറ്റും ചെറു തോണികളിൽ കൂട്ടമായി എത്തി അമ്പുകളും കുന്തങ്ങളും കൊണ്ട് ആക്രമണം നടത്തി. ഒടുവിൽ ഡ്രേക്കിന് ഈ പ്രദേശവാസികൾക്കെതിരെ പീരങ്കി ഉപയോഗിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ആയുധം അവർ ആദ്യമായാണ് കാണുന്നത്. തീയും പുകയും കണ്ട അവർ ഭയന്ന് വളരെ വേഗം പിന്മാറി. പക്ഷേ അതിനു മുൻപ് തന്നെ 3-4 വള്ളങ്ങളും 20ഓളം ആളുകളും ഇംഗ്ലീഷ് ആക്രമണത്തിൽ തകർന്നിരുന്നു. സത്യത്തിൽ ഈ ആക്രമണം ഡ്രേക്ക് ആഗ്രഹിച്ചതല്ല. എന്തായാലും ഈ പ്രത്യാക്രമണത്തിൽ പ്രദേശവാസികൾ ഭയന്നു പോവുകയും അവർ വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഓടി മറയുകയും ചെയ്തു. പിന്നീട് ഡ്രേക്കും സംഘവും അവിടെ നിന്നും ഫിലിപ്പീൻസിലേക്ക് യാത്ര തിരിച്ചു. അവിടെ പോർച്ചുഗീസുകാരുടെ പല വ്യാപാര കേന്ദ്രങ്ങളും അവർ സന്ദർശിച്ചു. സ്പെയിനിൽ നിന്നും തട്ടിയെടുത്ത ഒരു വലിയ നിധി തന്നെയായിരുന്നു ആ സമയത്തും ഗോൾഡൻ ഹിൻഡ് എന്ന കപ്പൽ. സുരക്ഷിതമായി ഡ്രേക്കിനും സംഘത്തിനും എത്രയും പെട്ടെന്ന് ഇംഗ്ലീഷിൽ എത്തിച്ചേരാൻ സാധിക്കുമോ എന്നതായിരുന്നു ഇപ്പോൾ അവരുടെ മുന്നിലെ പ്രതിസന്ധി. ഇതിനിടയിൽ തന്നെ ഗോൾഡൻ ഹിൻഡ് എന്ന കപ്പൽ സ്പെയിൻ പ്രവിശ്യകളിൽ നടത്തിയ കൊള്ളകൾ എല്ലായിടത്തും അറിഞ്ഞിരിക്കാം. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ സ്പെയിൻ നാവികസേനയുടെ മുന്നിൽ പെടാതെ അവർ മുന്നോട്ട് നീങ്ങി. രാത്രിയിലും വിശ്രമമില്ലാതെ അവർ യാത്ര ചെയ്തു. അതുകൊണ്ട് തന്നെ കപ്പലിലെ ജോലിക്കാരൊക്കെ വളരെ ക്ഷീണിതരായിരുന്നു. വേഗത കൂട്ടാനായി കപ്പലിൽ ഉണ്ടായിരുന്ന അനാവശ്യ സാധനങ്ങളൊക്കെ അവർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. വെടിമരുന്നുകൾ നിറച്ച പെട്ടികളും പീരങ്കികളും അവർ ഉപേക്ഷിച്ചു. കപ്പലിന്റെ ഭാരം കുറച്ച് വേഗത കൂട്ടാൻ വേണ്ടിയാണ് ഫ്രാൻസിസ് ഡ്രേക്ക് ഇതൊക്കെ ചെയ്യിച്ചത്. ഈ സമയത്തും ഡ്രേക്ക് വളരെ ശാന്തനായി തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. കപ്പലിലുള്ളവർ സ്വന്തം ജോലി ചെയ്യുന്നതിനൊപ്പം കിട്ടിയ അവസരങ്ങളിൽ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥനകളും നടത്തുന്നുണ്ടായിരുന്നു. ഒടുവിൽ ജാവയുടെ തെക്കൻ തീരത്ത് കൂടി യാത്ര തിരിച്ച് ഏകദേശം 2 മാസത്തിനുള്ളിൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റിക്കറങ്ങി അവർ മുന്നോട്ട് നീങ്ങി. അതിനുശേഷം ഡ്രേക്ക് സിയാറ ലിയോണിലേക്ക് കപ്പൽ നയിച്ചു. ജാവയിൽ നിന്നും സിയാറ ലിയോണിലേക്കുള്ള ഏകദേശ ദൂരമായ 1000 മൈലുകളാണ് അപ്പോഴേക്കും അവർ യാത്ര ചെയ്തത്. ഡ്രേക്കിന്റെ നാവിഗേഷൻ മികവിന്റെയും നേതൃപാടവത്തിന്റെയും മറ്റൊരു ഉദാഹരണമായിരുന്നു ഈ നേട്ടമെന്ന് നമുക്ക് കാണാം. അങ്ങനെ 1580 സെപ്റ്റംബർ 26-ന് ഗോൾഡൻ ഹിൻഡ് എന്ന കപ്പൽ ഇംഗ്ലീഷ് ചാനൽ മറികടന്നു. 1580 സെപ്റ്റംബർ 26-ന് പ്ലിമൗത്തിലേക്ക് കടക്കുമ്പോൾ ഡ്രേക്ക് അവിടെ കണ്ട ഒരു മത്സ്യബന്ധന ബോട്ട് പിടിച്ചെടുത്തു. ഈ ബോട്ടിലുള്ളവരോട് ഡ്രേക്ക് എലിസബത്ത് രാജ്ഞിയെക്കുറിച്ചാണ് അന്വേഷിച്ചത്. ഏകദേശം 3 വർഷമായി ഡ്രേക്ക് ഇംഗ്ലണ്ട് വിട്ടിട്ട്. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് ഭരണത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ, എലിസബത്ത് രാജ്ഞി ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ഫ്രാൻസിസ് ഡ്രേക്ക് സംശയിച്ചിരുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇംഗ്ലീഷ് ഭരണകൂടവും സ്പെയിനുമായി അടുത്തിട്ടുണ്ടെങ്കിൽ ഡ്രേക്കും സംഘവും ഇംഗ്ലണ്ടിൽ സുരക്ഷിതരല്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ മീൻപിടുത്തക്കാരോട് ഡ്രേക്ക് ചോദിച്ച് മനസ്സിലാക്കിയത്. ഏതായാലും ഡ്രേക്ക് പോയതിനു ശേഷം ഇംഗ്ലണ്ടിൽ ഭരണമാറ്റങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചിരുന്നില്ല. മാത്രമല്ല എലിസബത്ത് രാജ്ഞി ജീവനോടെ തന്നെ ഉണ്ടായിരുന്നു. ഒടുവിൽ ഫ്രാൻസിസ് ഡ്രേക്കും സംഘവും 3 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഈ വലിയ നിധിയുമായി ഗോൾഡൻ ഹിൻഡ് എന്ന കപ്പലിൽ ഇംഗ്ലണ്ടിലേക്ക് വന്നെത്തി. പസഫിക് മറികടന്ന് ഭൂമിക്ക് ചുറ്റും വലം വെച്ച് തിരികെ എത്തിയ ആദ്യ നാവികൻ എന്ന ലേബലിൽ തിരികെ ഇംഗ്ലണ്ടിലേക്ക് ചെന്നെത്താൻ ഡ്രേക്ക് ശ്രമം നടത്തിയില്ല. കാരണം ഈ സമയം തന്നെ ഡ്രേക്ക് സ്പെയിൻ പ്രവിശ്യകളിൽ നടത്തിയ വൻ കൊള്ളകൾ സ്പെയിൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. തട്ടിയെടുത്ത നിധി തിരികെ നൽകണമെന്ന് എലിസബത്ത് രാജ്ഞിയോട് സ്പെയിൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. സ്പെയിനിനോട് അന്ന് എതിർത്ത് നിൽക്കാനുള്ള ശേഷിയൊന്നും ഇല്ലാതിരുന്ന ഇംഗ്ലണ്ട് ഒരിക്കലും അവർക്കെതിരെ പരസ്യമായി എതിർക്കാൻ നിന്നില്ല. അതുകൊണ്ട് തന്നെ ഡ്രേക്ക് വളരെ രഹസ്യമായിട്ടാണ് 1581-ൽ ഇംഗ്ലണ്ടിലേക്ക് ചെന്നെത്തുന്നത്. ശേഷം വളരെ രഹസ്യമായി തന്റെ വിജയകരമായ യാത്രയിൽ നടത്തിയ നേട്ടങ്ങളും നിധിയുമൊക്കെ രാജ്ഞിക്ക് കാഴ്ചവെച്ചു. പക്ഷേ അപ്പോഴും ഡ്രേക്ക് നിധിയുടെ ഒരു ഭാഗം തനിക്കും തൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കുമായി മാറ്റിവെച്ചിരുന്നു. ശേഷം രാജസന്നിധിയിൽ ഒരു കൂടിക്കാഴ്ചയ്ക്കായി രാജ്ഞി ഫ്രാൻസിസ് ഡ്രേക്കിനെ ക്ഷണിച്ചു. ഇതോടെ ഫ്രാൻസിസ് ഡ്രേക്ക് എലിസബത്ത് രാജ്ഞിയുടെ വളരെ അടുത്തയാളായി മാറുകയും ചെയ്തു. മാത്രമല്ല ഈ യാത്ര പൂർത്തിയാക്കിയതോടെ ഫ്രാൻസിസ് ഡ്രേക്ക് ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും സമ്പന്നനായ ആൾക്കാരിൽ ഒരുവനായി മാറുകയും ചെയ്തു. അന്നത്തെ ക്രൈസ്തവ ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ മനുഷ്യരിൽ ഒരാളായി അദ്ദേഹം മാറിക്കഴിഞ്ഞിരുന്നു. അദ്ദേഹം നേടിയ സമ്പാദ്യം ഉപയോഗിച്ച് ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമം തുടങ്ങി. ഇതിനിടയിൽ അദ്ദേഹത്തെ പ്ലിമൗത്തിലെ മേയറും പാർലമെന്റ് അംഗവുമാക്കി ആദരിക്കാനും ഇംഗ്ലണ്ട് സർക്കാർ തയ്യാറായി. 1585 ജനുവരിയിൽ അദ്ദേഹം മേരി എലിസബത്ത് സിഡൻഹാം എന്ന യുവതിയെ വിവാഹം കഴിക്കുന്നു. നിർഭാഗ്യവശാൽ ഈ ബന്ധത്തിലും അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടായില്ല. മേയർ എന്ന നിലയിലോ പാർലമെന്റ് അംഗം എന്ന നിലയിലോ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചില്ല. അപ്പോഴും തന്റെ ഇഷ്ടാനുസരണം കടൽ യാത്രകൾ നടത്താനുള്ള സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് സർക്കാർ അദ്ദേഹത്തിന് നൽകിയിരുന്നു. ഈ മേയർ പദവിയിലോ പാർലമെന്റ് അംഗത്വത്തിലോ അദ്ദേഹത്തിന് സന്തോഷം കണ്ടെത്താൻ സാധിച്ചില്ല. ഇങ്ങനെയുള്ള ജീവിതം എനിക്ക് അരോചകമാണെന്ന് ഡ്രേക്ക് പറഞ്ഞ വാചകം വളരെ പ്രശസ്തവുമാണ്. കടലിലെ ജീവിതം ഈ ജീവിതത്തെക്കാൾ അദ്ദേഹത്തിന് മികച്ചതായി തോന്നി. ഈ കാലയളവിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം ഇംഗ്ലണ്ടും സ്പെയിനും സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കൂടുതൽ അടുക്കുകയായിരുന്നു. കത്തോലിക്ക ശക്തികൾക്കെതിരെ താരതമ്യേന ശക്തി കുറഞ്ഞ രാജ്യങ്ങളിലെ പ്രൊട്ടസ്റ്റന്റുകളെ പിന്തുണയ്ക്കാൻ ഇംഗ്ലണ്ട് തയ്യാറാകുന്നു.
1585 സ്പെയിനിന്റെ ശത്രുക്കൾക്ക് പിന്തുണ നൽകിയ പ്രൊട്ടസ്റ്റന്റുകാരായ ഇംഗ്ലീഷുകാർക്കും മതവിരുദ്ധ പ്രവർത്തനം നടത്തിയ രാജ്ഞിക്കുമെതിരെ തന്റെ മുഴുവൻ ശക്തിയും കൊണ്ടുവരാൻ സ്പെയിൻ ഭരണാധികാരി ഫിലിപ്പ് രണ്ടാമൻ തീരുമാനിക്കുന്നു. ഇതോടെ ഇംഗ്ലണ്ടിന്റെ കച്ചവട കപ്പലുകളും അവരുടെ ആയുധങ്ങളും സ്പെയിനിന്റെ ഉപയോഗത്തിനായി സ്പെയിൻ സൈന്യം പിടിച്ചെടുത്തു. അതിലുണ്ടായിരുന്ന കച്ചവടക്കാരെ സ്പെയിൻ തടവിലാക്കുകയും ചെയ്തു. സ്പെയിനിന്റെ ഈ പ്രവൃത്തിക്ക് മികച്ച രീതിയിൽ തിരിച്ചടി നൽകാൻ ഒരാളെ എലിസബത്ത് രാജ്ഞിക്ക് തേടിപ്പോകേണ്ടി വന്നില്ല. ഫ്രാൻസിസ് ഡ്രേക്കിനേക്കാൾ മികച്ച ഒരു ഓപ്ഷൻ അന്ന് ഇംഗ്ലണ്ടിൽ ലഭ്യമായിരുന്നില്ല. സ്പെയിൻ പിടിച്ചെടുത്ത കപ്പലുകളും അതിലെ ജീവനക്കാരെയും മോചിപ്പിക്കാൻ രാജ്ഞി ഡ്രേക്കിന് ആദ്യമായി ഇംഗ്ലീഷ് കപ്പലുകളുടെ പൂർണ്ണ അധികാരം നൽകുന്നു. ഇംഗ്ലീഷ് വ്യാപാരികൾക്കും കപ്പൽ ഉടമകൾക്കും സംഭവിച്ച നഷ്ടം വീണ്ടെടുക്കുക എന്നതായിരുന്നു ഇത്തവണ ഡ്രേക്കിന്റെ ലക്ഷ്യം. പസഫിക് സമുദ്രം മറികടന്ന് ലോകം ചുറ്റി വന്ന ഡ്രേക്കിന്റെ സംഘത്തിലുണ്ടായിരുന്ന 5 പേരടക്കം 2000 സൈനികരുമായിട്ടാണ് സ്പെയിൻ പ്രവിശ്യകൾ ലക്ഷ്യമാക്കി ഫ്രാൻസിസ് ഡ്രേക്ക് കപ്പലുകളിൽ യാത്ര ആരംഭിച്ചത്. ഡ്രേക്കിന്റെ ആക്രമണത്തെ ഭയന്ന് സ്പെയിൻ പ്രവിശ്യകളിൽ അവർ കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തി. പക്ഷേ കഴിഞ്ഞ തവണ വെറും 160 പേരും 3 കച്ചവട കപ്പലിലുമാണ് ഡ്രേക്ക് വന്നത് എങ്കിൽ ഇത്തവണ ഡ്രേക്ക് യാത്ര തിരിക്കുന്നത് അനേകം യുദ്ധക്കപ്പലുകളോടൊപ്പം 2000-ലധികം സൈനികരുമായിട്ടാണ്. ഡ്രേക്ക് തന്റെ എല്ലാ ശക്തിയും പ്രയോഗിച്ച് സ്പെയിനിന് നേരെയുള്ള ആക്രമണത്തിന് ആദ്യം നീങ്ങിയത് കാനറി ദ്വീപുകളിലേക്കാണ്. അദ്ദേഹം ആദ്യം ആക്രമണം അഴിച്ചുവിട്ടത് സാന്റിയാഗോ ദ്വീപിലേക്കായിരുന്നു. വളരെ പെട്ടെന്ന് സാന്റിയാഗോ അദ്ദേഹം ആക്രമിച്ച് പിടിച്ചടക്കി. ഈ മേഖലയിൽ സ്പെയിൻ പ്രവിശ്യകളിലെ സൈനികർക്ക് ഇംഗ്ലീഷ് കപ്പലിനെ തടയാനുള്ള കഴിവും ശക്തിയും ഉണ്ടായിരുന്നില്ല. ശേഷം ഡ്രേക്ക് ഹിസ്പാനിയോളയിലെ സാന്റോ ഡൊമിംഗോ തുറമുഖവും കൊള്ളയടിച്ചു. പ്രതികാര നടപടി എന്നവണ്ണം സ്പെയിൻ പള്ളികളും മതപരമായ കെട്ടിടങ്ങളും ഇംഗ്ലീഷുകാർ ആക്രമിച്ചു. സ്പെയിൻകാരുടെ കീഴിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് അടിമകളെയും മോചിപ്പിച്ച ഡ്രേക്ക് സ്പെയിനിന് കനത്ത പ്രഹരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നീട് അദ്ദേഹം തന്റെ കപ്പൽ സേനയെ സ്പാനിഷ് മെയിനിലേക്ക് നയിച്ചു. അവിടെ കൊളംബിയയിലെ സെന നഗരം പിടിച്ചെടുക്കുകയും കരയിലൂടെ മുന്നേറുകയും അവിടെയുള്ള ഫ്രഞ്ച്, തുർക്കി, ആഫ്രിക്കൻ പ്രദേശങ്ങളിലുള്ള അടിമകളെ മോചിപ്പിക്കുകയും ചെയ്തു. അവരിൽ പലരും ഡ്രേക്കിനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇംഗ്ലീഷ് സേനയിൽ ചേർന്ന് സ്പെയിനിനെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുന്നു. സ്പാനിഷ് പ്രദേശങ്ങൾ ഒന്നൊന്നായി ഡ്രേക്ക് ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. ഇതോടെ ഇംഗ്ലണ്ടിനെതിരെ സ്പെയിനിലെയും പോർച്ചുഗലിലെയും തുറമുഖങ്ങളിൽ ഒരു വലിയ കപ്പൽ വ്യൂഹം ഇംഗ്ലണ്ട് ആക്രമിക്കുന്നതിനായി തയ്യാറെടുക്കുന്ന വിവരം എലിസബത്ത് രാജ്ഞി മനസ്സിലാക്കുന്നു. ഈ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള നാവിക ശക്തി അന്ന് ഇംഗ്ലണ്ടിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്പെയിനും പോർച്ചുഗലും കൂടെ സംയുക്തമായി തയ്യാറാക്കുന്ന ഈ കപ്പൽ സേന ഇംഗ്ലണ്ടിൽ എത്തുന്നതിന് മുൻപ് തങ്ങളുടെ നാവിക ശക്തി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന് എലിസബത്ത് രാജ്ഞി മനസ്സിലാക്കി. പക്ഷേ അതിനായി വ്യാപാരികളുടെയും മറ്റും കപ്പലുകൾ പിടിച്ചെടുത്ത ഒരു യുദ്ധത്തിനായി തയ്യാറാക്കാൻ വളരെയധികം സമയമെടുക്കും. അതുവരെ അവരെ തടയാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് രാജ്ഞി ഫ്രാൻസിസ് ഡ്രേക്കിനെ അറിയിക്കുന്നു. പക്ഷേ ഫ്രാൻസിസ് ഡ്രേക്ക് ഇതിനായി കണ്ടെത്തിയ വഴി സ്പെയിനിൽ ചെന്ന് അവരെ നേരിട്ട് ആക്രമിക്കുക എന്നതായിരുന്നു. പക്ഷേ അതിന് രാജ്ഞിയുടെ സമ്മതം ആവശ്യമാണ്. കാരണം ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയാൽ സ്പെയിനുമായി നേരിട്ടുള്ള യുദ്ധത്തിന് തുടക്കം കുറിക്കുമെന്ന് ഡ്രേക്കിന് നന്നായി തന്നെ അറിയാം. പക്ഷേ സ്പെയിനും പോർച്ചുഗലും ഇപ്പോൾ തന്നെ ഇംഗ്ലണ്ടിനെ ആക്രമിക്കാൻ തയ്യാറെടുപ്പ് നടത്തുന്നത് കൊണ്ട് തന്നെ എലിസബത്ത് രാജ്ഞി ഈ നീക്കത്തിന് അനുമതി നൽകി. നൂറ്റാണ്ടുകളായി ലോകം തന്നെ ഭരിക്കുന്ന സ്പെയിനിനും പോർച്ചുഗലിനുമെതിരെ ഒരു സൈനിക നടപടിക്ക് മുതിരാൻ ആരും ചിന്തിക്കുക പോലും ചെയ്യാൻ ഭയക്കുന്ന കാലഘട്ടത്തിലാണ് ഡ്രേക്ക് ഇതിന് തയ്യാറാകുന്നത്. തയ്യാറെടുപ്പുകൾക്ക് ശേഷം 1587 ഏപ്രിൽ സ്പെയിനിലേക്ക് 27 കപ്പലുകളുടെ ഒരു കപ്പൽ വ്യൂഹവുമായി ഡ്രേക്ക് തന്റെ നാവികസേനയെ നയിക്കുന്നു. ഡ്രേക്കും സംഘവും വളരെ വേഗത്തിലാണ് യാത്ര നടത്തുന്നത്. അവരുടെ നീക്കം മുൻകൂട്ടി സ്പാനിഷ് സേന അറിയുന്നതിന് മുൻപ് സ്പാനിഷ് തുറമുഖമായ കാഡിസ് തുറമുഖത്ത് സർപ്രൈസായി ആക്രമണം നടത്തുന്നത് മാത്രമാണ് വിജയത്തിന് 1% സാധ്യതയെന്ന് ഡ്രേക്കിന് നന്നായി തന്നെ അറിയാം. അന്ന് യൂറോപ്പിലെ സ്പെയിനിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായിരുന്നു കാഡിസ്. സ്പെയിനിന്റെ നാവികസേനയുടെ, അതായത് സ്പെയിൻ അർമാഡയുടെ കേന്ദ്ര ബിന്ദുവായിരുന്നു കാഡിസ്. അർമാഡ എന്നത് 1588 സ്പെയിനിലെ ഫിലിപ്പ് രണ്ടാമൻ രാജാവ് ഇംഗ്ലണ്ടിൽ ആസൂത്രിത അധിനിവേശം നടത്തുന്നതിനായി രൂപീകരിച്ച ഏകദേശം 150 കപ്പലുകളും 18,000 സൈനികരും അടങ്ങുന്ന ഒരു കപ്പൽ വ്യൂഹമാണ്. യൂറോപ്പിൽ അന്നുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പൽ വ്യൂഹമായിരുന്നു അത്. സ്പാനിഷ് ഭാഷയിൽ ഇതിനെ ലാ ഫെലിസിസിമ ആർമാഡ എന്നാണ് ഉച്ചരിക്കുന്നത്. അതിന്റെ അർത്ഥം ഏറ്റവും ഭാഗ്യമുള്ള കപ്പൽ എന്നാണ്. ആർമി എന്ന ഇംഗ്ലീഷ് പദവുമായി ബന്ധപ്പെട്ട ആർമാഡ എന്ന സ്പാനിഷ് വാക്കിൽ നിന്നാണ് ആർമാഡ എന്ന വാക്ക് ഉണ്ടാകുന്നത്. അർമാഡ എന്ന വാക്ക് സ്പാനിഷ് ദേശീയ നാവികസേനയുടെ പേരായി ഇന്നും ഉപയോഗിക്കപ്പെടുന്നു. ആർമാഡ എസ്പാനോല എന്നാണ് ഇന്നും സ്പെയിൻ നാവികസേനയുടെ പേര്. മുന്നറിയിപ്പ് പോലും ഇല്ലാതെ സ്പാനിഷ് ആർമാഡയെ ആക്രമിക്കുന്നത് അന്നത്തെ കാലത്ത് ആരും ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യമാണ്. ഡ്രേക്ക് തന്റെ ചെറിയ കപ്പൽ സേനയെ വളരെ വേഗത്തിൽ തന്നെയാണ് മുന്നോട്ട് നീക്കിയത്. ഡ്രേക്കിന്റെ കൂടെ ഉണ്ടായിരുന്നവരെ അത്ഭുതപ്പെടുത്തിയത് ഈ തുറമുഖവും അവിടെ ഉണ്ടായിരുന്ന സ്പെയിനിന്റെ പ്രതിരോധവും ഒന്നും പരിശോധിക്കാനോ അതിനെപ്പറ്റി പഠിക്കാനോ ഒന്നും നിൽക്കാതെയാണ് ഡ്രേക്ക് ഈ മുന്നേറ്റം നടത്തിയത് എന്നുള്ളതാണ്. വളരെ വേഗത്തിൽ നേരിട്ട് ആക്രമണം നടത്തുകയും വിജയിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ മരണപ്പെടുക എന്നതായിരുന്നു ഡ്രേക്കിന്റെ ലക്ഷ്യമെന്ന് പോലും ഈ കൂടെയുള്ളവർക്ക് തോന്നി.
ഡ്രേക്കിന്റെ ഈ നീക്കങ്ങൾ സ്പാനിഷ് സേന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. മാത്രമല്ല, ലോകത്തെ തന്നെ ഭരിക്കുന്ന തങ്ങളുടെ ശക്തി കേന്ദ്രത്തിലേക്ക് കടന്നു ചെല്ലാൻ ശത്രുക്കൾ ഒരിക്കലും മുതിരില്ല എന്ന അമിത ആത്മവിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെ തുറമുഖത്തെ സംരക്ഷിക്കുന്ന കോട്ടകളും സൈനിക പോസ്റ്റുകളുമൊക്കെ ഏറെക്കുറെ ആളില്ലാത്തവയായിരുന്നു. ഇംഗ്ലീഷ് കപ്പലുകൾക്ക് വളരെ എളുപ്പത്തിൽ തുറമുഖത്തേക്ക് കടന്നു ചെല്ലാൻ ഇതൊക്കെ അനുകൂല സാഹചര്യങ്ങളായി മാറി. ആയുധധാരികളായ സൈനികരെയും കപ്പലിലെ പീരങ്കികളെയും ഡ്രേക്ക് യുദ്ധത്തിനായി തയ്യാറാക്കി. വളരെ മിന്നൽ വേഗത്തിൽ ഡ്രേക്കിന്റെ സൈനികരും കപ്പലും സ്പാനിഷ് ആർമാഡയിൽ ആക്രമണം അഴിച്ചുവിട്ടു. സ്പാനിഷ് നാവികർക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകും മുൻപ് ഡ്രേക്കും സംഘവും അനേകം കപ്പലുകൾ അഗ്നിക്ക് ഇരയാക്കി. നിന്ന് കത്തുന്ന കപ്പലുകൾ കണ്ട സ്പാനിഷുകാർ ചിതറിയോടി. ചില സ്പാനിഷ് സൈനികർ കപ്പലുകളിൽ ജീവൻ രക്ഷിക്കാനായി ഉൾക്കടലിലേക്ക് വലിഞ്ഞു. ഏകദേശം 40 കപ്പലുകൾ പൂർണ്ണമായും അഗ്നിക്കിരയാക്കാൻ ഡ്രേക്കിനും സംഘത്തിനും സാധിച്ചു. വിശ്വവിഖ്യാതമായ സ്പാനിഷ് ആർമാഡയെ ഭാഗികമായി ഡ്രേക്ക് തകർത്തിരിക്കുന്നു. തുറമുഖത്തേക്ക് കടന്നു കയറിയ ഇംഗ്ലീഷുകാർ സ്പാനിഷ് ആർമാഡയുടെ ഭക്ഷണ സ്റ്റോറുകൾ കത്തിച്ചു. മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന 60-ൽ പരം മത്സ്യബന്ധന ബോട്ടുകളും അതിലുണ്ടായിരുന്ന വലകളും അവർ നശിപ്പിച്ചു. സ്പാനിഷ് ആർമാഡയിലെ സൈനികർക്ക് ഭക്ഷണം ഇല്ലാതെയാക്കാൻ വേണ്ട പ്രവർത്തികൾ ഡ്രേക്കും സംഘവും ഇങ്ങനെ നടത്തി. പുതിയ കപ്പലുകൾ നിർമ്മിക്കാനായി സ്പാനിഷുകാർ ശേഖരിച്ചു വെച്ചിരുന്ന തടികളും പലകകളും ഒക്കെ അവർ തീയിട്ട് നശിപ്പിച്ചു. ഒരാക്രമണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരു തയ്യാറെടുപ്പും ഇല്ലാതിരുന്ന സ്പാനിഷ് ആർമാഡയെ തകർക്കാൻ ഡ്രേക്ക് നയിച്ച ഇംഗ്ലണ്ട് സേനയ്ക്ക് നിഷ്പ്രയാസം തന്നെ സാധിച്ചു. ഒരു കപ്പൽ സേന ആയതുകൊണ്ട് തന്നെ അധിക സമയം മറ്റൊരു രാജ്യത്തിന്റെ കടലിൽ തങ്ങുന്നത് ബുദ്ധിയല്ല എന്ന് മനസ്സിലാക്കി ഡ്രേക്ക് ലക്ഷ്യം പൂർത്തിയാക്കിയതോടെ തന്റെ സേനയെ ഇംഗ്ലണ്ടിലേക്ക് തന്നെ തിരികെ നയിച്ചു. അവിശ്വസനീയമായ ഈ വിജയം കൂടി കൈവരിച്ചതോടെ ഫ്രാൻസിസ് ഡ്രേക്ക് ഡ്രാഗൺ എന്നും അറിയപ്പെടാൻ തുടങ്ങി. ഒരു മന്ത്രവാദിയായും പിശാചുമായും ഒക്കെ ഈ ഡ്രേക്കിനെ ആളുകൾ കാണാൻ തുടങ്ങി. വലിയ നിധികൾ കണ്ടെത്താൻ അമാനുഷിക കഴിവുള്ളവനാണ് ഡ്രേക്കെന്നും വാർത്തകൾ പരക്കുന്നു. എന്തൊക്കെയായാലും ഈ ഒരു ആക്രമണം ഇംഗ്ലണ്ടിന് നേടിക്കൊടുത്തത് ലോകശക്തിയായ സ്പെയിനെതിരെയുള്ള യുദ്ധത്തിൽ വലിയ മുൻതൂക്കം തന്നെയായിരുന്നു. ഈ വിജയത്തിന്റെ പ്രധാന കാരണക്കാരനായ ഡ്രേക്ക് ഇംഗ്ലണ്ട് ജനതയ്ക്കിടയിൽ ഒരു ഹീറോ ആയി മാറിക്കഴിഞ്ഞു. ഈ വിജയത്തോടെ സൈനിക സേവനത്തിൽ നിന്നും വിരമിക്കാൻ ഡ്രേക്കിന് അവസരമുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും സ്പെയിനിനെതിരെ യുദ്ധം തുടരാനാണ് ഡ്രേക്ക് തീരുമാനിച്ചത്. വീണ്ടും വിജയം തുടരാൻ പരിചയസമ്പന്നനായ ഇംഗ്ലീഷ് സൈനികനായ സർ ജോൺ നോറിസിന്റെ കീഴിൽ ഒരു യാത്ര വീണ്ടും ഡ്രേക്ക് നടത്താൻ തീരുമാനിക്കുന്നു. സ്പാനിഷുകാർക്കെതിരെ പോർച്ചുഗീസുകാർ നടത്തിയ ഒരു കലാപത്തെ പ്രോത്സാഹിപ്പിക്കുക, മാത്രമല്ല ഇംഗ്ലണ്ടിനായി അസോർസുകളെ കീഴടക്കുക എന്നതൊക്കെയായിരുന്നു ഈ യാത്രയുടെ ലക്ഷ്യം. ഇതിനായി ആദ്യം ഒരു സൈനിക താവളം രൂപീകരിക്കാൻ മാക്രോനേഷ്യ ആക്രമിച്ച് കീഴടക്കാനായി ഡ്രേക്കും സംഘവും തീരുമാനിക്കുന്നു. പക്ഷേ ആഴ്ചകൾ നീണ്ടുനിന്ന ഈ യുദ്ധത്തിൽ ഡ്രേക്കിനും സംഘത്തിനും പരാജയം നേരിട്ട് പിന്മാറേണ്ടി വന്നു. ഈ പരാജയം ഡ്രേക്കിനൊപ്പമുള്ള സൈനികരുടെ മനോവീര്യം കെടുത്തി. 50 വയസ്സിനോടടുത്ത ഡ്രേക്കിന്റെ യുദ്ധതന്ത്രങ്ങളുടെ മൂർച്ച ഇല്ലാതെയായിരിക്കുന്നു എന്ന് അവർക്കിടയിൽ അഭിപ്രായം വന്നു തുടങ്ങി. ചരിത്രം നോക്കിയാൽ അത് സത്യമാണെന്ന് നമുക്ക് മനസ്സിലാകും. പിന്നീട് ഡ്രേക്ക് നടത്തിയ നാവിക നീക്കങ്ങളൊക്കെ പരാജയത്തിലാണ് കലാശിച്ചത്. ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ മോശം തീരുമാനങ്ങൾ ഇംഗ്ലണ്ടിലെ ജനങ്ങൾക്കിടയിൽ അതൃപ്തിക്ക് കാരണമായി. പക്ഷേ അപ്പോഴും പാർലമെന്റ് അംഗമെന്നുള്ള സ്ഥാനം അദ്ദേഹം അലങ്കരിച്ചിരുന്നു. സ്പെയിനുമായുള്ള ഇംഗ്ലണ്ടിന്റെ യുദ്ധം വളരെ കാലം നീണ്ടുപോയി. ഡ്രേക്കിനെ പോലെ കൂടുതൽ ആളുകൾ ഇംഗ്ലണ്ടിൽ നിന്നും കപ്പൽ കയറി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ യാത്ര നടത്താൻ തുടങ്ങുകയും ചെയ്തു. 1595-ൽ ഡ്രേക്ക് വീണ്ടും ഒരു യാത്ര നടത്താൻ തീരുമാനിച്ചു. ഇത്തവണ തൻ്റെ ആദ്യ യാത്രയിലെ ക്യാപ്റ്റനും ബന്ധുവുമായ ഹോക്കിൻസിനെ കൂടി അദ്ദേഹം കൂടെ കൂട്ടി. അന്നത്തെ കാലത്തെ ഏറ്റവും മികച്ച 27 കപ്പലുകളും അതിനൊത്ത സൈനികരുമായിട്ടാണ് സ്പെയിനിൻ്റെ സ്വർണ്ണ ഖനികൾ പിടിച്ചെടുക്കാൻ അവർ യാത്ര തുടങ്ങിയത്. ഡ്രേക്കിന് 50 വയസ്സും ഹോക്കിൻസിന് 60 വയസ്സുമായിരുന്നു അപ്പോൾ പ്രായം. ഇരുവരുടെയും പ്രതാപകാലത്തുണ്ടായിരുന്ന നേതൃപാടവത്തിന് മൂർച്ച കുറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യാത്രയ്ക്ക് അനുമതി നൽകാൻ ഇംഗ്ലണ്ട് ഭരണാധികാരികൾ ഒരുപാട് വൈകിപ്പിച്ചു. എങ്കിലും അനുമതി അവർ നൽകുകയായിരുന്നു. സ്പെയിൻ കരീബിയൻ മേഖലകളിൽ ഉണ്ടായിരുന്ന അവരുടെ പ്രദേശങ്ങളുടെ സുരക്ഷ കൂട്ടിയിരുന്നു. വളരെ തയ്യാറെടുപ്പുകൾ നടത്തി സാവധാനമാണ് ഡ്രേക്കും സംഘവും മുന്നോട്ട് നീങ്ങിയത്. ഈ യാത്ര തുടങ്ങി അധികം വയ്യാതെ തന്നെ ഡ്രേക്കിന്റെ ബന്ധുവും ആദ്യ യാത്രയിലെ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റനുമായ ഹോക്കിൻസ് രോഗബാധിതനായി. അസുഖം മൂർച്ഛിച്ച അദ്ദേഹം വടക്ക് കിഴക്കൻ കരീബിയൻ പ്രദേശത്തുള്ള പ്യൂർട്ടോറിക്കയ്ക്ക് സമീപം വെച്ച് മരണപ്പെട്ടു. ഈ സമയത്തുള്ള ഹോക്കിൻസിന്റെ മരണം ഡ്രേക്കിന് മാനസികമായി ശക്തമായ ഒരു പ്രഹരം തന്നെയായിരുന്നു. എങ്കിലും മുന്നോട്ട് യാത്ര നയിച്ച ഡ്രേക്ക് 1596 ജനുവരിയിൽ പനാമ തുറമുഖം ആക്രമിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ അതിദയനീയമായ പരാജയമാണ് ഈ ആക്രമണത്തിൽ ഡ്രേക്കിനും സംഘത്തിനും നേരിടേണ്ടി വന്നത്. പകുതിയോളം കപ്പലുകളും സൈനികരും ഡ്രേക്കിന് നഷ്ടമായിരുന്നു. പനാമയിൽ നിന്നും പിന്തിരിഞ്ഞ് കടലിലേക്ക് പോയ ഡ്രേക്കും സംഘവും അറിയാതെ അവരുടെ കൂടെ ഒരു വലിയ അപകടവും ആ കപ്പലിൽ കടന്നുകൂടിയിരുന്നു. അക്കാലത്ത് ലോകത്ത് പടർന്നു പിടിച്ച മഹാവ്യാധിയായ കോളറയായിരുന്നു അത്. കപ്പലിൽ ഉള്ള നാവികർക്കും സൈനികർക്കുമിടയിൽ ഈ രോഗം പടർന്നു പിടിച്ചു. പലരും ദിവസങ്ങൾ കൊണ്ട് മരിച്ചു വീണു. ഇതേ രോഗം ഫ്രാൻസിസ് ഡ്രേക്കിനെയും ബാധിച്ചു. ഇതോടെ സ്പെയിനിന്റെ സൈനിക സാന്നിധ്യമില്ലാത്ത ഒരു ദ്വീപിൽ കപ്പലടുപ്പിച്ച് ഡ്രേക്ക് മരണപ്പെട്ട സൈനികരിൽ പലരെയും അവിടെ അടക്കം ചെയ്തു.
രോഗം മൂർച്ഛിച്ച് ഡ്രേക്ക് മരണപ്പെടാനുള്ള സാധ്യത മുന്നേ തന്നെ അദ്ദേഹം സ്വയം മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹം യുദ്ധം ചെയ്യുമ്പോൾ ധരിച്ചിരുന്ന പടച്ചട്ടയും സ്വന്തം വാളും ധരിച്ചുകൊണ്ടാണ് ഡ്രേക്ക് തൻ്റെ മരണം കാത്ത് കപ്പലിൻ്റെ ഒരു ക്യാബിനിൽ കിടന്നത്. അങ്ങനെ 1596 ജനുവരി 28-ന് ലോകം കണ്ട സാഹസികനായ ഒരു കടൽ കൊള്ളക്കാരൻ, ലോകം ചുറ്റിയ പര്യവേഷകൻ, ലോകം കണ്ട മികച്ച നാവിഗേറ്റർ, നാവികൻ എന്നതിനേക്കാൾ ഉപരി ഒരു ധൈര്യശാലിയായ സൈനികനുമായ ഫ്രാൻസിസ് ഡ്രേക്ക് പോർട്ടോബെലേക്ക് സമീപം വെച്ച് മരണപ്പെടുന്നു. പനാമയിലെ പോർട്ടോബെലേക്ക് സമീപമുള്ള കടലിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്. അറ്റ്ലാന്റിക്, പസഫിക്, ഇന്ത്യൻ മഹാസമുദ്ര തീരങ്ങളിൽ കടന്ന് കോളനികൾ സ്ഥാപിക്കാനും പിൽക്കാലത്ത് ലോകത്തെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായി മാറാനും ഇംഗ്ലണ്ടിനെ പ്രാപ്തമാക്കിയതിൽ നിർണായക പങ്ക് വഹിച്ചത് ഫ്രാൻസിസ് ഡ്രേക്ക് തന്നെയായിരുന്നു. അദ്ദേഹം ഒരു ചെറിയ സാധാരണ കുടുംബത്തിൽ ജനിച്ചിട്ടും ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഈ നേട്ടങ്ങളൊക്കെ സ്വന്തമാക്കിയത്. ദാനമായി കിട്ടിയ ഒരു ചെറിയ കപ്പലിൽ ജീവിതം തുടങ്ങിയ യുവാവായ ഡ്രേക്ക് മരണപ്പെടുമ്പോൾ ലോകം തന്നെ അദ്ദേഹം കീഴടക്കി എന്ന് പറയാം. ഇംഗ്ലണ്ട് കണ്ട കടലിലെ മാന്ത്രികൻ, ഡ്രാഗൺ എന്നുവരെ വിളിപ്പേരുള്ള സർ ഫ്രാൻസിസ് ഡ്രേക്ക് ഇന്നും ഇംഗ്ലണ്ടിലെ കടൽ യാത്രികരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹീറോ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.